അനീഷ് കക്കോട്ടാണ്. ക്രിക്കറ്റ് കിസിയുടെ 8ാം എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ക്രിക്കറ്റ് കിസിയുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് KCAയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയും CDCയുടെ മുൻ സെക്രട്ടറിയും തലശ്ശേരിക്കാർക്ക് കോർണർ വയലിൽ ക്രിക്കറ്റിന് വേണ്ടി മാത്രം ഒരു സ്റ്റേഡിയം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് മുഖ്യ ചുക്കാൻ പിടിക്കുകയും കണ്ണൂർ ജില്ലാ ക്രിക്കറ്റിന് ഒരുപാട് നല്ല മാറ്റങ്ങൾ സമ്മാനിച്ച ശ്രീ PV സിറാജുദ്ദീനാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്രിക്കറ്റ് കിസയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു മുഖ്യാതിഥിയായി നമ്മുടെ കൂടെയുള്ളത് CDCയുടെ പ്രസിഡന്റും 45 വർഷക്കാലത്തോളം സജീവമായി CDCയുടെ വിവിധ പോസ്റ്റുകളിൽ സേവനം അനുഷ്ഠിക്കുകയും കണ്ണൂർ ജില്ലയുടെ പഴയകാല പുതിയകാല ക്രിക്കറ്റിന്റെ എല്ലാ മാറ്റത്തിനും വളർച്ചയ്ക്കും മുഖ്യ പങ്കുവഹിച്ച ശ്രീ സുരേഷ് ബാബു ആണ്. അദ്ദേഹത്തെയും സ്നേഹത്തോടെ ക്രിക്കറ്റ് കിസയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ CDCയുടെ എല്ലാ ഭാരവാഹികളെയും KCA മെമ്പേഴ്സിനെയും കണ്ണൂർ ജില്ലയിലെ എല്ലാ ക്ലബ് ഭാരവാഹികളെയും ക്രിക്കറ്റ് താരങ്ങളെയും ക്രിക്കറ്റ് പ്രേമികളെയും ക്രിക്കറ്റ് കിസിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് സൂം റൂമിലെത്തിയ എല്ലാ അംഗങ്ങളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ക്രിക്കറ്റിൽ താരങ്ങളുടെ ഇമ്പോർട്ടൻസ് പോലെ തന്നെയാണ് മറ്റൊരു ഇമ്പോർട്ടൻസ് ഘടകമാണ് നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷനും ഭാരവാഹികളും. ഒരു താരത്തിന് അവന്റെ ക്രിക്കറ്റ് പാഷനും ഹാർഡ് വർക്കും കൊണ്ട് മാത്രം സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലോ ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കില്ല. മറിച്ച് ക്രിക്കറ്റ് അസോസിയേഷന്റെയും ഭാരവാഹികളുടെയും സപ്പോർട്ട് അഭിവാദ്യ ഘടകമാണ്. ഒരു താരത്തിന് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ലൈക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നല്ല കോച്ചിങ്, നല്ല കഴിവുറ്റ കോച്ചസ്, നല്ല സ്റ്റേഡിയം, വിവിധ തരത്തിലുള്ള വിക്കറ്റുകൾ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെറ്റ്സ്, മാച്ചസ്, ടൂർണമെന്റ്, അതുപോലെ എക്യുപ്മെന്റ്സ് എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇമ്പോർട്ടൻസും പാഷനും ഹാർഡ് വർക്കും മനസ്സിലാക്കിയാണ് ഇന്നത്തെ ക്രിക്കറ്റ് കിസ നമ്മുടെ ചാമ്പ്യൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വേണ്ടി മാറ്റിവെച്ചത്. ഈ ഒരു ക്രിക്കറ്റ് കിസ നമ്മളേവർക്കും പുത്തൻ ഉണർവും അനുഭവവും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യമായി ക്രിക്കറ്റ് കിസ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷംറാസിമോനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. താങ്ക് യു അനീഷ്. പറഞ്ഞതുപോലെ വളരെ പ്രഗത്ഭരായ 2 ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് നമ്മുടെ കൂടെ എന്നുള്ളത്. സിറാജ് കെയും സുരേഷ് ബാബുട്ടനും. സുരേഷ് ബാബുട്ടൻ ഇപ്പൊ നിലവിൽ നമ്മുടെ CDC പ്രസിഡന്റ് കൂടെയാണ്. സിറാജ് KCAയുടെ ജോയിന്റ് സെക്രട്ടറി അടക്കം വളരെ ഉന്നതമായ പല സ്ഥാനങ്ങളും വഹിച്ച ഒരു വ്യക്തിയാണ്. സിറാജ് കെയുടെ അഡ്മിനിസ്ട്രേഷൻ പ്രൊവസ് ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. സിറാജ് ക ഇത് കൂടാതെ ഇപ്പം ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ മെമ്പറും കൂടെയാണ് ഹോക്കി എന്ന കായിക ഇനത്തിലൂടെ. നമുക്ക് ഇവരിൽ നിന്ന് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ആദ്യം സുരേഷ് ബാബുട്ടിന്റെ അടുത്ത് പോവാം നമുക്ക്. ബാബുട്ടാം, അപ്പൊ ബാബുട്ടിനെ കുറിച്ച് നമുക്ക് ആദ്യം ബാബുട്ടിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും ബാബുട്ടിനെ കുറിച്ച് ഒരു 2 വാക്ക് ബാബുട്ടൻ തന്നെ പറയണം. ബാബുട്ടിന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പ്രൊഫഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മുടെ ഇന്നത്തെ ഈ ഗ്രൂപ്പിന്റെ അധ്യക്ഷൻ ശ്രീ നവാസ്, അതുപോലെ ക്രിക്കറ്റ് കിസ ഗ്രൂപ്പിന്റെ ഭാരവാഹികളെ, ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റിലെ നെഞ്ചിലേറ്റി നടക്കുന്ന സുമനസ്സുകളായ സുഹൃത്തുക്കളെ, ആദ്യമായി എന്നെ ഈ സൂം മീറ്റിംഗിന്റെ അതിഥിയായി ക്ഷണിച്ചതിൽ അനീഷ് അടക്കമുള്ള ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുക. CDCA സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത ഈ ക്രിക്കറ്റ് കിസ ഗ്രൂപ്പ് ക്രിക്കറ്റ് ലോകത്ത് ഏറെ ചർച്ച ചെയ്തിരിക്കുക. നമ്മുടെ ജില്ലയിലെ മുൻകാല ക്രിക്കറ്റ് ലെജൻഡുകളെയും ക്രിക്കറ്റിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ക്രിക്കറ്റ് പ്രേമികളുടെ ഇടയിലും കളിക്കാരിലും വലിയ ഒരു ചലനം ഉണ്ടാക്കാൻ അനീഷിന്റെയും സംറാസിന്റെയും നേതൃത്വത്തിൽ ഈ ക്രിക്കറ്റ് കിസ ഗ്രൂപ്പിന് കഴിഞ്ഞു. ഞാൻ പറയുന്നത് ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന എന്നത് ഏത് കാര്യത്തിനും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആശീർവാദവും ഉണ്ടാകുമെന്ന് പറയുക. മറ്റൊരു കാര്യം, നേരത്തെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ 1975 നമ്മുടെ നെട്ടൂർ ക്രിക്കറ്റ് ക്ലബ്ബ് ആദ്യമായി കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞത് വെച്ചാല് ഞാനിപ്പോൾ നിൽക്കുന്നത്, എന്റെ പൊസിഷൻ പറയണമായിരുന്നു. ഹലോ സംറാസെ. ബാബുട്ടിന്റെ പേഴ്സണൽ ഇൻട്രൊഡക്ഷനും പ്രൊഫഷണൽ ഇൻട്രൊഡക്ഷനും രണ്ടും. അപ്പൊ ഞാൻ ഇതാണ് എന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ മറുപടി. അപ്പൊ സിറാജ് ക നമ്മുടെ നവാസ് പറഞ്ഞതുപോലെ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു, അഡ്മിനിസ്ട്രേറ്റർ ആണ്, പല ഡിഫറെന്റ് സ്പോർട്സിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുണ്ട്.
ഒരുപാട് റോളുകൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ സിറാജ് ഖയെ തന്നെ എങ്ങനെ പരിചയപ്പെടുത്തും നമുക്ക് കാണാം. Yes, first of all, thank you very much for inviting me for this Zoom meeting. അനീഷും ഷംറാസും ഒക്കെ എൻ്റെ കൺമുമ്പിൽ വളർന്ന് നല്ല കളിക്കാരായി ഉയർന്ന കുട്ടികളാണ്. ഇതിന്റെ ഈ സൂം മീറ്റിംഗിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയോട് ഞാൻ ആദ്യമായി എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ തലശ്ശേരിയിലെ പ്രശസ്തമായ തറവാട്ടിലാണ്. ഉമ്മാന്റെ തറവാട് പുതിയ വളത്തിൽ, എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ BSNL എക്സ്ചേഞ്ച് ആണ്. പിന്നെ ഉപ്പ പുതിയ മാളയേക്കൽ തലശ്ശേരി. അതാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അതിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ച ആൾക്കാരൊന്നും ഇല്ല എൻ്റെ തറവാട്ടിൽ എന്ന് പറഞ്ഞാൽ. എൻ്റെ മൂത്ത ബ്രദർ മൻസൂർ, ഇപ്പോഴത്തെ തലശ്ശേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ നജുമ ഹാഷിമിന്റെ ഫാദർ, അദ്ദേഹം തലശ്ശേരി സ്റ്റുഡൻറ് സ്പോർട്ടിംഗ് ക്ലബിന് വേണ്ടിയിട്ട് ക്രിക്കറ്റ് കളിച്ചിരുന്നു കുറച്ച് നാൾ. അതുപോലെ എൻ്റെ രണ്ടാമത്തെ ബ്രദർ കുട്ടു അമീർ, മുൻ മുനിസിപ്പൽ ചെയർമാൻ ആമിന മാളയേക്കലിന്റെ ഹസ്ബൻഡ്, അവരും സ്റ്റുഡൻസ് ക്ലബിന് വേണ്ടി ലീഗ് തലത്തിൽ കളിച്ച മാത്രമേ ഉള്ളൂ. വേറെ ആരും എൻ്റെ ഫാമിലിയിൽ ക്രിക്കറ്റ് ഇല്ല. പിന്നെ മൂന്നാമത്തെ ബ്രദർ റഷീദ് അല്പസ്വല്പം കളിച്ചിരുന്നു. കൽക്കത്തയിലായിരുന്ന സമയത്ത് ക്രിക്കറ്റ് കളിച്ചു. ഒമാനിലും കളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്മുടെ കളിച്ചത് സെന്റ് ജോസില് പഠിച്ചു. അതിനുശേഷം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ പഠിച്ചു. പ്രീ ഡിഗ്രി വരെ മാത്രം പഠിക്കാൻ സാധിച്ചുള്ളൂ. അതിൻ്റെ ഇടയിൽ ഗൾഫ് ഭ്രമം തലയിൽ പാഞ്ഞു കയറി പ്രീ ഡിഗ്രിക്ക് പഠിപ്പ് നിർത്തി. 1977 ഒമാനിലേക്ക് കപ്പൽ കയറി. വിമാനമല്ല, കപ്പലിലായിരുന്നു ആദ്യമായിട്ട് പോയത്. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കപ്പലിൽ യാത്ര ചെയ്യണം. വീട്ടിൽ നിന്ന് ഫ്ലൈറ്റിന്റെ ടിക്കറ്റിന് കാശ് വന്നിട്ട് ബോംബെയിൽ പോയി. അന്ന് കോഴിക്കോടൊന്നും ഇല്ല. അവിടുന്ന് ഫ്ലൈറ്റിൽ പോകാണ്ട് കപ്പലിലാണ് പോയത്. എൻ്റെ ക്രിക്കറ്റ് കരിയർ തുടങ്ങുന്നത് സെന്റ് ജോസഫിലാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ക്രിക്കറ്റ് വളരെ സീരിയസ് ആയി എടുത്തത്. അവിടെ വെച്ചാണ് ഞാൻ കളി തുടങ്ങിയത്. സെന്റ് ജോസഫ്സ് കളിക്കുന്ന സമയത്ത് തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയെ, അന്ന് തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയാണ് 2-3 തവണ പ്രതിനിധീകരിച്ചു. 9ാം ക്ലാസ്സിൽ പ്രതിനിധീകരിച്ചു, SLC പ്രതിനിധീകരിച്ചു. ഒരു തവണ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയുടെ ക്യാപ്റ്റനും കൂടിയായി. സെന്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിന്റെ ക്യാപ്റ്റനായിരുന്നു. അതിനുശേഷം ബ്രണ്ണനിൽ പോയി. ബ്രണ്ണനിലെ ഫസ്റ്റ് PDC ഉള്ള സമയത്ത് തന്നെ കളി തുടങ്ങി. സെക്കൻഡ് PDC എത്തിയപ്പോൾ ഞാൻ ആദ്യമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിന് വേണ്ടി കളിച്ചു. ഞാൻ കളിച്ച വർഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യമായി സൗത്ത് സോണിലൊരു മാച്ച് ജയിച്ചത്. അതുവരെ ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് മാച്ച് കളിച്ചിട്ട് തിരിച്ചു വരാറാണ് പതിവ്. 1977 ആദ്യമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു മാച്ച് ജയിച്ചത്. ക്വാർട്ടർ ഫൈനലിൽ ഞങ്ങൾ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയോട് പരാജയപ്പെട്ടു എന്നല്ല, ഞങ്ങളെ പരാജയപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം മോശം എംപയറിംഗ് ആയിരുന്നു. കാരണം ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ അന്ന് കളിച്ചത് ഇന്ത്യൻ ടീമിൽ വരെ എത്താൻ സാധ്യതയുണ്ടായിരുന്ന 2-3 പ്ലേയേഴ്സ് ആയിരുന്നു. ഒരാൾ ഇന്ത്യൻ ടീം കളിച്ചു. അർഷദ് അയ്യൂബ് അന്ന് ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ടീമിലുണ്ടായിരുന്നു. അബ്ദുൽ അസീം ഉണ്ടായിരുന്നു, ഹൈദരാബാദിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ബാറ്റ്സ്മാനായ ഖാലിദ് അബ്ദുൽ ഖയ്യൂം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രശസ്തരായ ടീമിനോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടിയത്. അതുകൊണ്ട് തന്നെ എംപയറിംഗ് ഞങ്ങളെ അന്ന് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇൻട്രൊഡക്ഷനിൽ ഇനി വേറെ വല്ലതും പറയാനുണ്ടോ? ഇല്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം സിറാജ്. അപ്പൊ ഫസ്റ്റ് എന്റെ ചോദ്യം സുരേഷ് ഏട്ടനോടാണ്. സുരേഷ് ഏട്ടൻ പറഞ്ഞു 1975 ആദ്യമായിട്ട് നെട്ടൂർ CC രജിസ്റ്റർ ചെയ്തത്. അപ്പൊ 45 വർഷമായിട്ട് സുരേഷ് ഏട്ടൻ നമ്മുടെ അസോസിയേഷനിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടും വേറെ പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. അപ്പൊ സുരേഷ് ഏട്ട, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ 45 വർഷത്തിനിടയ്ക്ക് നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനിൽ വഹിച്ച പല റോളുകൾ എന്തൊക്കെയാണ്? കാരണം എനിക്ക് തോന്നുന്നത് എക്സിക്യൂട്ടീവ് മെമ്പറായി ഇപ്പം പ്രസിഡന്റിൽ നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരുപാട് റോളുകൾ പ്ലേ ചെയ്തിട്ടുണ്ട് പല വർഷങ്ങളായിട്ട്. അതിലേക്ക് നമുക്കൊന്ന് ചികർന്നാലോ സുരേഷ് ഏട്ടാ? സംഭവേ ഞാന് 1975 നേരത്തെ പറഞ്ഞല്ലോ. അന്ന് വന്ന ശേഷം ഒരു 5-6 വർഷം കഴിഞ്ഞ ശേഷമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആകുന്നത്. അതിനുശേഷം 2001 സിറാജ് ഖയുടെ പാനൽ വന്നപ്പോഴാണ് ഞാൻ JK മഹേന്ദ്ര സാറ് പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റായി. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 11 വർഷം തുടർച്ചയായി 11 വർഷം വൈസ് പ്രസിഡന്റായി. 11 വർഷം, ഒരു വർഷം പിന്നെ നമ്മുടെ അതിന് വൈസ് പ്രസിഡന്റ് ആയിരുന്നില്ല. പിന്നെ അങ്ങനെയാണ് 12 വർഷം വേണ്ടായിരുന്നു, ഒരു വർഷം ഉണ്ടായിരുന്നില്ല അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. പിന്നെ അതിനുശേഷം വീണ്ടും ഞാൻ ജോയിന്റ് സെക്രട്ടറി, ഇപ്പോൾ ഞാൻ പ്രസിഡന്റുമായി സ്ഥാനമായി അനുഭവിക്കുക. ഇതാണ് ഇപ്പോൾ എന്റെ ഭാരവാഹിത്വത്തെ പറ്റി പറയാൻ. താങ്ക് യു സുരേഷ് ഏട്ടാ. സിറാജ് കയോടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിറാജ് ക പറഞ്ഞു 1970-കളിൽ കളിക്കാൻ തുടങ്ങിയതാണെന്ന്. എനിക്ക് തോന്നുന്നത് 2009 വരെ സിറാജ് ക ക്രിക്കറ്റ് ലീഗ് കളിച്ചിരുന്നു.
അതായത് ഓൾമോസ്റ്റ് 40 ഇയേഴ്സ് സിറാജ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരുന്നു. പല ടൈപ്പ് പ്ലേയേഴ്സിനെ കണ്ടു. അപ്പൊ ഈ ഒരു 40 വർഷത്തിനിടയ്ക്ക് സിറാജ്ഖയുടെ കൂടെ കളിച്ചതും എതിരെ കളിച്ചതുമായ പ്ലേയേഴ്സിനെ കുറിച്ചും ക്രിക്കറ്റിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചും സിറാജ്ഖയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്റെ ക്രിക്കറ്റ് കഴിഞ്ഞ 40 വർഷത്തിന്റെ ക്രിക്കറ്റ് ജീവിതത്തിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇതില് ഞാൻ ക്രിക്കറ്റിലേക്ക് വന്നു, ക്രിക്കറ്റ് കളിക്കാരനായി തീർന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ അന്ന് പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ രഞ്ജി ട്രോഫി ടീമിന് കളിക്കുന്നത് പോലെയാണ്. അത്രമാത്രം വലിയ പ്രയാസമായിരുന്നു ടീമിൽ ഇടങ്ങേറാൻ. അത്തരത്തിലൊരു കളിക്കാരനായി മാറി. മറ്റുള്ള സ്ഥലങ്ങളിൽ വിദേശത്തും കളിച്ചു. അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം, വിദേശത്ത് കളിച്ചു ഒക്കെ. അപ്പൊ ഞാൻ പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററായി, ജോയിന്റ് സെക്രട്ടറി ആയി കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ, കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ. കേട്ടോ, ഇതിനൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് 2 വ്യക്തികളാണ് പ്രധാനപ്പെട്ട. എന്നെ ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുകയും എന്നെ ഒരു നല്ല ക്രിക്കറ്ററായി മാറ്റുകയും ചെയ്ത 2 വ്യക്തികളാണ്. രണ്ടും തലശ്ശേരിക്കാരാണ്. 2 പേര് നിങ്ങൾക്കറിയാം. ഒരാളെ നിങ്ങൾക്ക് നല്ല സുപരിചിതനാണ്, നമ്മുടെ ശിവേട്ടൻ ശിവദാസ്. രണ്ടാമത്തെ വ്യക്തിത്വം CTK അബ്ദുള്ള, നമ്മുടെ CTK നാസറിന്റെ മൂത്ത സഹോദരൻ CTK അബ്ദുള്ള. ഇവർ 2 പേരാണ് എന്നെ ക്രിക്കറ്റിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. വൈകുന്നേരം തലശ്ശേരി സ്റ്റേഡിയത്തിൽ 1970-കളിൽ നെറ്റ്സ് നടക്കുമ്പോൾ CTK അബ്ദുള്ളയും ശിവേട്ടനും ഒക്കെ നെറ്റ്സിൽ നിൽക്കുമ്പോൾ, ഞാനന്ന് ചെറിയ പയ്യനാണ്. ഞാൻ നമ്മുടെ ആഫ്റ്റർ ഹൗസർ ഇട്ടിട്ട് നെറ്റ്സിൽ വരും, ക്രിക്കറ്റ് ബാലപാഠങ്ങൾ പറഞ്ഞു തരും, ബോൾ എറിഞ്ഞു തരും, ബോൾ അണ്ടർആം എറിഞ്ഞു തരും. അങ്ങനെയാണ് ക്രിക്കറ്റ് കളി തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തൊക്കെ ക്രിക്കറ്റിൽ നേടിയോ അതിനൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ശിവേട്ടനോടും CTK അബ്ദുള്ളയോടാണ്. ഒരുപാട് മാറ്റങ്ങൾ അതിനുശേഷം തലശ്ശേരി ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു കളിക്കാരനായി എത്തി. പക്ഷെ ഞാൻ അന്ന് 1977-ല് ഗൾഫ് ഭ്രമം തലക്ക് പിടിച്ച അവസരത്തിൽ ഞാൻ ഗൾഫിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ക്രിക്കറ്റിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താമായി. അതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്റെ ഫ്രണ്ട്സ് ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളായ നിസാമുദ്ദീനും അതുപോലെ അഫ്സലും ഒക്കെ പറയുമായിരുന്നു, സിറാജ് 77-ല് ഗൾഫിൽ പോയില്ലെങ്കിൽ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിന് വേണ്ടിയിട്ട് കളിക്കാൻ്റെ കഴിവുണ്ടായിരുന്നു. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അതിൽ വേണ്ടത് കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരു കളിക്കാരനുള്ള നിലയിൽ വളർന്നു. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്ററായി ഒരുപാട് ആൾക്കാരെ കണ്ടു. ഇതിൽ ഒരു വ്യക്തി, ഒരു അഡ്മിനിസ്ട്രേറ്റർ സൈബൂസ് അബ്ദുള്ളക്ക, നേരത്തെ സുരേഷ് ബാബു പറഞ്ഞ നമ്മുടെ മുൻ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് തലശ്ശേരി ക്രിക്കറ്റിനെ ഈ നിലയിൽ എത്തിക്കാനുള്ള ഒരു കാരണക്കാരൻ. കാരണം അദ്ദേഹം സൈക്കിൾ ചവിട്ടി, അന്ന് ഇല്ല, സൈക്കിൾ ചവിട്ടി പോയി പിരിവെടുത്തു, ലീഗ് മത്സരങ്ങൾ നടത്തും, അതുപോലെ ടീമിനെ അയക്കും. അന്ന് ഇന്നത്തെ പോലെ അണ്ടർ 14-ഉം 16 ഒന്നുമില്ല. 19, 22, 25 രഞ്ജി ട്രോഫിക്കൊന്നും കാശ് കൊടുക്കണ്ട, ഒന്നും കിട്ടില്ലായിരുന്നു. ടീമിനെ അയക്കാനൊക്കെ മുൻകൈ എടുത്തിട്ട് അബ്ദുള്ളക്കയായിരുന്നു. അന്ന് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ നമുക്ക് കണ്ണൂർ ജില്ലാ ക്രിക്കറ്റിന് ഒരു കാലത്തും അബ്ദുള്ളക്കയെ മറക്കാൻ സാധ്യമല്ല. അതുപോലെ നമ്മുടെ മുൻ ജസ്റ്റിസ്, ഹൈക്കോടതി ജസ്റ്റിസ് AK ബഷീർ, അദ്ദേഹം പ്രസിഡന്റായിട്ട് 10-25 വർഷം പ്രസിഡന്റ് ആയിട്ടായിരുന്നു. അബ്ദുള്ളക്കയുടെ കൂടെയും പ്രസിഡന്റായി, ഇസാഖിന്റെ കൂടെ 16 വർഷം പ്രസിഡന്റായി നിന്നു. ഇസാഖും 10-18 വർഷം CDCയുടെ സെക്രട്ടറി ആയി. അപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ കൂടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഘടനയാണ് കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ. അതിന് എന്റേതായ കഴിവുകൾ ആ സമയത്ത്, കാരണം ഇവരൊക്കെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആ അന്തരീക്ഷമായിരുന്നില്ല ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ. കാരണം കേരള ക്രിക്കറ്റ് ഒരുപാട് ഉയർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഞാൻ കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി ആയത്. അതില് നമ്മൾ മേജറായി 2 മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചു. കളിക്കാർ ഒരുപാടുണ്ടായി. കളിക്കാർ ഞാൻ നേരത്തെ സീനിയർ കളിക്കാരുടെ പേര് പറഞ്ഞു, CTK അബ്ദുള്ള, ശിവേട്ടൻ, നമ്മുടെ മൺമറഞ്ഞുപോയ മക്കിയാക്ക, അതുപോലെ MM പ്രദീപിനെ കുറിച്ച് പറയാൻ 100 ആവർത്തി. പ്രദീപ് അത്ര എന്റെ നല്ലൊരു സുഹൃത്താണ്. കാരണം എന്റെ 1 വർഷം സീനിയറായിരുന്നു സെന്റ് ജോസഫിൽ പ്രദീപ്. ഒരുപാട് പറയാനുണ്ട് പ്രദീപ്. അതുപോലെ നമ്മുടെ നേരത്തെ വിട്ടുപോയ ചന്ദ്രൻ, നമ്മളൊക്കെ വെല്ലം ചന്ദ്രൻ എന്ന് വിളിക്കുന്നത് കാരണം അച്ഛന് വെല്ലത്തിന്റെ കച്ചവടമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, ചന്ദ്രേട്ടൻ. അതുപോലെ തന്നെ K സക്കരിയ, ഫിർദൌസിലെ സക്കരിയ, ഇങ്ങനെ ഒരുപാട് കളിക്കാർ. മോഹനൻ, ഷെട്ടി മോഹൻ വിളിക്കുന്ന മോഹനൻ, പുരുഷേട്ടൻ, സുജയ് പുരുഷോത്തമന്റെ അച്ഛൻ പുരുഷു, പിന്നെ വിജയരാഘവൻ, ഇങ്ങനെ ഒരുപാട് കളിക്കാറുണ്ട്. CTK നാസർ, CT ഖാലിദ്, നിസാമുദ്ദീൻ, അഫ്സൽ, ഇങ്ങനെ ഒരുപാട് കളിക്കാറുണ്ട്. അതിനുശേഷം സെക്കൻഡ് ജനറേഷനിൽ വന്നു. ഞാൻ സെലക്ടറായ സമയത്ത് ഒരുപാട് കളിക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് അനീഷ് ഉണ്ടായിരുന്നു. അനീഷ്, ഷംറാസിനെ അറിയാം. ഷംറാസ് ഫോട്ടോ കളിക്കുന്ന സമയത്ത് നമ്മുടെ മുനീർ, പുതുവശ്ശേരി, പോത്താങ്കണ്ടി മുനീർ, ഇങ്ങനെ ഒരുപാട് കളിക്കാരെ പേരെന്ന് ഓർമ്മ ഒരുപാട് കളിക്കാരെ കണ്ടത്. അനീഷ് ബാബു, ഷാജിൻ, ഇവരൊക്കെ, അലി CCO, ഇങ്ങനെ ശ്രീജിത്ത്, രാജശേഖരൻ, രമേഷ് ബാബു,
രമേഷ് ബാബു ഒക്കെ എൻ്റെ കണ്ടംപററി ആയിരുന്നു, എൻ്റെ കൂടെ കളിക്കാൻ. ഇതിലൊക്കെ ഇവരൊക്കെ കാണാനും ഇവരുടെയൊക്കെ കൂടെ കളിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. സന്ദീപ് ഇവരുടെ ഒക്കെ കളിക്കാനും കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ആസ് എ ക്രിക്കറ്റർ ആൻഡ് ആസ് അഡ്മിനിസ്ട്രേറ്റർ ഐ വാസ് വെരി ലക്കി ടു ഹാവ് എ വെരി ഗുഡ് കമ്പാനിയൻ ഡ്യൂറിങ് ദിസ് ഇയേഴ്സ് ഇൻ CDC. വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് ഇവരുടെയൊക്കെ സഹകരണം കൂടി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. താങ്ക്സ് അലോട്ട് സിറാജ് പറഞ്ഞത് കറക്റ്റ് ആണ്. എനിക്കും സിറാജ് കൂടെ കളിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ ലക്കി അമ്പലത്തിന് വേണ്ടി കളിച്ചിരുന്ന ഒരു സീസൺ ലീഗ്. സുരേഷ് ഏട്ടൻ, അടുത്ത ക്വസ്റ്റ്യൻ സുരേഷ് ഏട്ടനോടാണ്. സുരേഷ് ഏട്ടൻ 45 വർഷമായി കണ്ണൂർ ക്രിക്കറ്റിനെ വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരാളാണ്. അപ്പൊ ഈ കാലയളവിനുള്ളിൽ കണ്ണൂർ ക്രിക്കറ്റില് സ്പെസിഫിക്കലി കണ്ണൂർ ക്രിക്കറ്റിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമുക്കിപ്പോ ഒരുപാട് നല്ല പ്ലേയേഴ്സ് മുൻപ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഈ ഒരു കാലയളവിൽ ക്രിക്കറ്റിന്റെ ഒരു ഫോമാറ്റും ക്രിക്കറ്റിനോടുള്ള അപ്രോച്ചും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ കണ്ണൂർ ക്രിക്കറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? നമ്മുടെ ഈ മാറ്റങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം മാറ്റങ്ങൾ നമ്മളെ കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷനിലെയും അതുപോലെ നമ്മുടെ പ്ലേയേഴ്സിലെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയുന്നു. നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 75 അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ ഇപ്പൊ ഒരു പുതിയൊരു വലിയ ഡ്രാഫ്റ്റിക് ചേഞ്ച് ഉണ്ടാകുന്നത് നമ്മുടെ സിറായിക്കയുടെ കാലത്തും തുടങ്ങിയിട്ടാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. കാരണം നമുക്ക് അവിടെ അതുവരെ പല സബ് കമ്മിറ്റികളൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അധികാര വികേന്ദ്രീകരണം എന്ന പോലെ തന്നെ നമ്മുടെ പല സബ് കമ്മിറ്റികൾക്കും രൂപം കൊടുത്തു. സബ് കമ്മിറ്റി, നാഷണൽ കോച്ചിങ് കമ്മിറ്റി, സെലക്ഷൻ കമ്മിറ്റി, ഇങ്ങനെയുള്ള കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് നമ്മൾ പല തന്ത്രപ്രധാനമായ നമ്മുടെ ഏറ്റവും നല്ല ആളുകളെ അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ പ്ലേയേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യുന്ന നടപടികൾ നമ്മളാണ്. അപ്പൊ നമ്മുടെ ഇതില് ഏറെക്കാലം CDCയുടെ സെക്രട്ടറി ആയത് ഇസാഖിയും നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രസിഡന്റ് നമ്മുടെ ജസ്റ്റിസ് എല്ലാം സാറും എല്ലാം തന്നെ നമ്മുടെ ഈ CDCയുടെ നേട്ടങ്ങളിൽ ഭാഗവത്തായിരുന്നു. അതിന് കൂടുതൽ മികവാർന്ന പ്രവർത്തനം നടന്നത് നമ്മുടെ സിറായിക്കന്റെ കാലത്ത്. കാരണം 2001 തുടങ്ങി 2008 നമ്മുടെ സ്റ്റേഡിയം വന്നതോടുകൂടി നമ്മൾ അതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായി. കാരണം നമുക്ക് അത് എല്ലാം പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിരിക്കുന്നത് നമ്മളെ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. അവിടെ നമ്മൾ ക്രിക്കറ്റ് മാത്രമല്ല, ഫുട്ബോള് അതുപോലെ മറ്റ് ഹോക്കി എല്ലാ കാര്യങ്ങളും ആ സ്റ്റേഡിയത്തിൽ മാത്രം നടത്തുമ്പോൾ നമ്മള് ക്രിക്കറ്റിന് വേണ്ടി ഒരു രാവിലെ 10 മണി തുടങ്ങിയിട്ട് 5 മണി വരെ അവിടെ എല്ലാ മറ്റ് സ്പോർട്സ് ഗെയിംസിന്റെ ആൾക്കാരെല്ലാം ഒഴിഞ്ഞ് നമുക്ക് സൗകര്യം ഉണ്ടാക്കി തരികയാണെങ്കിൽ നമുക്ക് ക്രിക്കറ്റിനെ ആയി മാത്രം കോർണർ സ്റ്റേഡിയം വന്നു. അവിടെ നമ്മൾ ഇതുവരെ നെറ്റ്സ് മാറ്റ് വിക്കറ്റിൽ കളിച്ച ആളുകൾ നെറ്റ്സ് നമ്മളെ ടർഫ് വിക്കറ്റ് കളിക്കാനുള്ള അവസരം എല്ലാ ക്ലബ്ബുകൾക്കും ഉണ്ടായി. അന്ന് സിരായിക്ക് വരുമ്പോൾ 17 ക്ലബ്ബുകാരുണ്ടായിരുന്നു. അന്ന് 3 പേര് വോട്ടിംഗ് പ്രതിനിധികളുണ്ടായിരുന്നു ഒരു ക്ലബ്ബിൽ. 51 ആള് ആയിരുന്നു നമുക്ക് അന്ന് പ്രതിനിധികൾ. പക്ഷെ അതിനുശേഷം KCയുടെ ഭേദഗതി വന്നപ്പോ ഒരു ക്ലബ്ബിൽ നിന്ന് ഒരു വോട്ടിംഗ് റൈറ്റ് വന്നിട്ടാണ് പിന്നെ അങ്ങനെ ഇപ്പൊ 52 ക്ലബ്ബുകളാണ്. ഇപ്പൊ ഈ 52 ക്ലബ്ബുകൾ കുറച്ച് കാലങ്ങളായി. അപ്പൊ ക്ലബ്ബുകൾക്കെല്ലാം നമ്മൾ വളരെയധികം സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അതായത് ഇവിടെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഇൻഡോർ എല്ലാം ഉണ്ട്. അവിടെയും മഴക്കാലത്ത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതുകൊണ്ട് തന്നെ പഴയ താരങ്ങളെ നമുക്ക് ഇതിലൂടെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേഡിയം വന്നതോടുകൂടി പവിലിയൻ, അതുപോലെ ഓഫീസ്, അതുപോലെ ജിമ്മ്, ഇപ്പോ മറ്റ് പല ഫെസിലിറ്റീസും നമുക്ക് ആ ഗ്രൗണ്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ കളിക്കാരുടെ മികവ് ശരിക്ക് പുറത്തെടുക്കുവാനും അവരുടെ പരിശീലനത്തിലൂടെ നമുക്ക് പുതിയ ഒരു അന്തരീക്ഷത്തിൽ എത്തിക്കാനും നമുക്ക് കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ നേതൃത്വത്തിൽ വന്ന ഈ ഇപ്പം വന്ന എല്ലാം തന്നെ വളരെ ചെറുപ്പക്കാരായ ആളുകളാണ്. അവരുടെ ഒരു കൂട്ടായ്മ, വലിയൊരു കൂട്ടായ്മ ഇതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ട്. ഇപ്പം വലിയ നല്ല അതായത് നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ ലീഗ് ക്രിക്കറ്റ് നാന്ദി കൊടുത്തു. നേരത്തെ അതിനു മുമ്പ് ടാലന്റ് ഹണ്ട്
വലിയൊരു കാര്യമായിരുന്നു. അതിനുശേഷമാണ് ജൂനിയർ ലീഗ്. ജൂനിയർ ലീഗ് എന്ന് പറഞ്ഞാൽ 17 അതുപോലെ 19 വയസ്സിൽ താഴെയുള്ള താരങ്ങളെ വളർത്തിയെടുത്ത് അവരെ പിന്നെ KCAയുടെയും മറ്റ് BCCIയുടെ തലത്തിൽ എത്തിക്കാനുള്ള ഒരു യത്നമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അതിന് വലിയൊരു വിജയം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് പല ഭാഗത്തും നമുക്ക് പല സംഭാവനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു കൂട്ടായ ഭാഗത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയതാണ്. മറ്റ് നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ പല നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും സുരേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ ശരിക്കും നമുക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോട് അസൂയാണ്. ഇപ്പൊ ഇത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ അസൂയുണ്ട്. നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് ഇത്രയും ഫെസിലിറ്റീസും ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ സിറാജ് കെയോടാണ്. സിറാജ് കെ അടുത്തറിയുന്നവർക്ക് അറിയാം, സിറാജ് കെക്ക് ഈ ക്രിക്കറ്റിന്റെ സ്റ്റാറ്റ്സിനോടും ക്രിക്കറ്റിനെ കുറിച്ചുള്ള മറ്റുള്ള നോളേജ് എത്രത്തോളം ഡീപ്പാണെന്നുള്ളത് സിറാജ് കെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം. സിറാജ് കെയുടെ അഭിപ്രായത്തിൽ നമ്മുടെ കണ്ണൂർ ക്രിക്കറ്റിൽ ഓവർ ദ ഇയേഴ്സ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ടൈം ഉണ്ടായ നിർണായകമായ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്? കാരണം ഒരുപാട് ജംഗ്ഷനിൽ ഒരുപാട് ഗെയിം ചേഞ്ചിങ് ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലുള്ള ഇവന്റ്സ് ആണ് ഈ സ്റ്റേഡിയം ഉണ്ടായത്, അതുപോലെ ഒരു ഇവന്റ് ആണ്. ബൈസെന്റിനറി മാച്ച് അതുപോലെ ഒരു ഇവന്റ് ആണ്. അതിന് മുമ്പും അതിന് ശേഷവും ഒരുപാട് അങ്ങനത്തെ ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ക്രിക്കറ്റ് അക്കാഡമി വന്നത് അങ്ങനത്തെ ഒരു ഇവന്റ് ആണ്. സിറാജ് കെയുടെ അഭിപ്രായത്തിൽ അങ്ങനത്തെ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്? കണ്ണൂർ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിന് തന്നെ ഒരു പ്രത്യേക, കേരളത്തിന്റെ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണൂർ മാറി നിൽക്കുന്ന ഒരു ഇതാണ്. കാരണം കണ്ണൂരാണ് ആക്ച്വലി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ് ക്രിക്കറ്റിന്റെ ഈ ജില്ല. നമ്മളെന്നും പറയും 3C, സർക്കസ്, ക്രിക്കറ്റ് ആൻഡ് കേക്ക്. തലശ്ശേരിയിലാണ് ആദ്യമായി ക്രിക്കറ്റ് കളിച്ചത്. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ തലശ്ശേരിയിൽ ക്രിക്കറ്റിന്റെ മാറ്റങ്ങൾ വരാൻ കാരണം, തലശ്ശേരിയിൽ ക്രിക്കറ്റ് വളരാൻ ഒരു കാരണം തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജാണ്. ഞാൻ ബ്രണ്ണൻ കോളേജാണ് തലശ്ശേരിയിൽ ക്രിക്കറ്റ് വളരാൻ ഒരു കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 1970-കളിൽ ഞാൻ പറഞ്ഞത് എന്റെ കാലം, അതിന് മുമ്പുള്ള മുതലേ ഉണ്ടായിരിക്കാം, 65, 70 അങ്ങനെ 80 വരെ തലശ്ശേരിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പി മക്കി, ചന്ദ്രൻ, മൊയ്തു, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ആരെ കയ്യിലും കാശില്ല, സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയായിരുന്നു. ഗൾഫിലെന്ന് അപ്പൊ അന്ന് ഇവിടെ ക്രിക്കറ്റിലേക്ക് ആവശ്യമായ ബാറ്റും ബോളും പാഡും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ബ്രണ്ണൻ കോളേജിൽ നിന്നാണ്. ബ്രണ്ണൻ കോളേജിന്റെ ക്യാപ്റ്റൻ ബ്രദേഴ്സിന്റെ പ്ലെയർ ആണെങ്കിൽ ബ്രദേഴ്സ് ഇഷ്ടംപോലെ ബോളും ബാറ്റും കിട്ടും. സ്റ്റുഡൻസിൻ്റെതാണെങ്കിൽ കിട്ടും. കാരണം തലശ്ശേരിയിലെ 2 പ്രമുഖ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നത്. അതെയാണ് തലശ്ശേരിയിൽ ക്രിക്കറ്റ് വന്നത്. പക്ഷെ അന്നെല്ലാം ഒരുപാട് ത്യാഗങ്ങൾ അന്നത്തെ കളിക്കാരും അന്നത്തെ ഒഫീഷ്യൽസും സഹിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുള്ളക്കയുടെ കാര്യം പറഞ്ഞു. അതുപോലെയാണ് ജസ്റ്റിസ് AK ബഷീർ, പിന്നെ സോപ്പിക്കുട്ടി മാഷ്, പിന്നെ AD മൊയ്തൂക്ക, പ്രൊഫസർ N കൃഷ്ണൻ നായർ, പിന്നെ കുഞ്ഞാബു മാസ്റ്റർ, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരാണ്. അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അസോസിയേഷനിൽ വർക്ക് ചെയ്തിട്ട് ഒരു പ്രതിഫലവും പറ്റാതെയാണ് ക്രിക്കറ്റിനെ വളർത്തിക്കൊണ്ടുവന്നത്. ഇതിൽ വന്ന പ്രത്യേക ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കണ്ണൂർ ക്രിക്കറ്റ് ആകപ്പാടെ മാറിയത് നമ്മുടെ കളിക്കാർ, അതായത് നമ്മുടെ കളിക്കാർക്ക് കൂടുതൽ എക്സ്പോഷർ കാര്യങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയത് മുതലാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. കേരളത്തിൽ നിന്ന് ആദ്യമായി നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആദ്യമായി സൗത്ത് സോൺ സ്കൂൾസ് കളിക്കുകയും ഇന്ത്യൻ ബോയ്സ് ടീമിന് വേണ്ടി കളിക്കാൻ ഇംഗ്ലണ്ട് ടൂർ ചെയ്ത JK മഹേന്ദ്രയാണ്. JK കുറിച്ച് പറയുമ്പോൾ, JK ഒരുപക്ഷെ കേരളത്തിലല്ലായിരുന്നു ജനിച്ചതെങ്കിൽ ഗുജറാത്തിൽ തന്നെ, അദ്ദേഹത്തിന്റെ ജന്മനാട് ഗുജറാത്തായിരുന്നു, ഗുജറാത്തിൽ തന്നെ ആയിരുന്നെങ്കിൽ JK പണ്ട് ഇന്ത്യ കളിക്കേണ്ടതായിരുന്നു. അത്രമാത്രം കഴിവുള്ള ആളായിരുന്നു JK മഹേന്ദ്ര. ഞാൻ JKനെ പറഞ്ഞ ഞാനും എന്റെ JKയുടെ കീഴിൽ സെക്രട്ടറി ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണും. ഇന്നും ഞാൻ സ്റ്റിൽ ചെറിഷ് ദാറ്റ് മെമ്മറി ഡ്യൂറിങ് JK മൈ ഡേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ JK എന്ന് പറഞ്ഞ ഒരു കളിക്കാരൻ, അദ്ദേഹം ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു, ബാറ്റ്സ്മാൻ ആയിരുന്നു, വിക്കറ്റ് കീപ്പറായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അദ്ദേഹം ിലേക്ക് മാറുകയുണ്ട് JK. ഇതൊക്കെ ഞാൻ കണ്ടതാണ്. ഞാൻ പണ്ട് സെന്റ് ജോസഫ്സിൽ പഠിക്കുന്ന സമയത്ത് JKയുടെ കളി കാണാം. കാരണം JK ഡ്രസ്സിങ് തന്നെ അന്നത്തെ ക്രിക്കറ്റ് അത് ഓഫ് കളർ വൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയത് കാണാൻ നല്ല രസമായിരുന്നു. ക്ലാസ് കട്ട് ചെയ്തിട്ട് വരുമായിരുന്നു. അപ്പൊ JK ഉണ്ടായിരുന്നു. പിന്നെ CTK അബ്ദുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ശിവേട്ടൻ, ഇവരൊക്കെ ഒരുപാട് കഷ്ടം. 2 മണിക്ക് നെറ്റ്സിൽ വന്നിട്ട് ക്രിക്കറ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. വൈകുന്നേരം 6:30 മണിയാവും സ്റ്റേഡിയത്തിൽ പോകുമ്പോൾ. അതൊക്കെ ഒരു തുടക്കം. അതിനുശേഷം വന്ന മാറ്റങ്ങളാണ് ജസ്റ്റിസ് AK ബഷീറും ഇസാഖും വന്ന സമയത്ത് പതുക്കെ വന്നു. അന്നൊന്നും ക്രിക്കറ്റിന് വലിയ വേരോട്ടം കിട്ടാതെ പോയതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി. അന്ന് സാമ്പത്തികമൊന്നുമില്ല.
2001 ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് 2002 നമുക്ക് നേരത്തെ സുരേഷ് ബാബു പറഞ്ഞ ഓഫീസും 1 ലക്ഷം രൂപ ഗ്രാന്റ് KCA തന്നത്. ആ 1 ലക്ഷം രൂപയെന്ന് ഓഫീസ് റെന്റ് കൊടുക്കണം, ഓഫീസ് സ്റ്റാഫിന്റെ സാലറി കൊടുക്കണം, ടീംസിനെ അയക്കണം, കഷ്ടപ്പെട്ടിട്ട് പിന്നെ പണ്ടൊക്കെ ബോളിന്റെ ഹോസ്റ്റ് ഫീ എന്ന് പറഞ്ഞ് ലീഗ് കളിക്കുമ്പോൾ പൈസ വാങ്ങുമായിരുന്നു ക്ലബിന്റെ. ഞാൻ വന്നതിന് ശേഷം ഹോസ്റ്റ് ഫീ ഒക്കെ നിർത്തി നമ്മൾ കിട്ടുന്ന ഗ്രാൻഡിന്ന് ടീമുകളെ പ്രോത്സാഹിപ്പിച്ചു. മാറ്റങ്ങൾ വന്നു, നമുക്ക് സ്വന്തമായിട്ട് ഒരു കളിസ്ഥലം വന്നു, നമുക്ക് ഗ്രൗണ്ട് കോർണർ വല്ല വന്നു. അതാണ് സുരേഷ് ബാബു നേരത്തെ പറഞ്ഞതുപോലെ വലിയ മാറ്റം. പിന്നെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ തലശ്ശേരി ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നു. പണ്ട് ലീഗ് നടക്കുന്ന സമയത്ത് സ്റ്റുഡൻസും ബ്രദേഴ്സും നടക്കുന്ന സമയത്ത് ഭയങ്കര വാശിയായിരിക്കും. ഞാനൊക്കെ ചെറുതാ, ഞാനൊക്കെ സ്റ്റുഡൻസ് ബിയിൽ കളിക്കാം. ഞാനും CTK നാസർ, നിസാമുദ്ദീൻ, അഫ്സലൊക്കെ സ്റ്റുഡൻസ് ബിയിൽ കളിക്കാം. അന്ന് ബ്രദേഴ്സും ഫ്രണ്ട്സും കളിക്കും. അന്ന് മുനീറിന്റെ ഒരു കാരണവറായിട്ട് വരും. പോക്കർക്കാൻ നമ്മളൊരു നിക് നെയിം കൊടുക്ക പോക്കർക്കാന്ന് വിളിക്കും. പുള്ളി സ്റ്റുഡൻസും ബ്രദേഴ്സും കളിക്കുന്ന സമയത്ത് കളി കഴിഞ്ഞാൽ ബ്രദേഴ്സ് തോക്കാനായാൽ സ്റ്റുഡൻസ് വന്ന് വലിയ കുടുക്ക വാങ്ങിയിട്ട് ഇങ്ങനെ കെട്ടിവെക്കും. ഇത് നോക്കുമ്പോൾ അതൊക്കെ അടിച്ചു പൊളിക്കും. അതൊക്കെ നല്ല രസമുള്ളത് അനുഭവം, അതൊക്കെ കാണാനും കേൾക്കാനും. പക്ഷെ എല്ലാവരും വളരെ ഫ്രണ്ട്സ് ആയിരുന്നു. വളരെ ആ കളിയിൽ ഗ്രൗണ്ടിന്റെ അകത്ത് കളിക്കുമ്പോഴുള്ള വാശിയല്ലാണ്ട് പുറത്ത് വന്നൊന്നുമില്ല. ഒരുപാട് പിന്നെ സ്കൂൾ, കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് ഇങ്ങനെ ഈ നിലയിലെത്താൻ കാരണം സ്കൂളുകളാണ്. നമ്മുടെ മുൻ KCA സെക്രട്ടറി ACM അവളൊക്കെ ആബു മാഷ്, ഞങ്ങൾ വിളിക്കുന്ന ആബു മാഷ്, പിന്നെ രത്നാരം മാഷ്, മരിച്ചുപോയ സുന്ദരൻ ഡോക്ടറെ അനുജൻ രത്നാരം മാഷ്, പിന്നെ ബാലൻ മാഷ്, ഇങ്ങനെയുള്ള ഒരുപാട് കായിക അധ്യാപകർ, ക്രിക്കറ്റിനോട് താല്പര്യമുള്ള കായിക അധ്യാപകർ ഉണ്ടായിരുന്നു. വലിയ ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ഒരു ജ്ഞാനമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ജോൺസൺ മാഷും കൂടി ക്രിക്കറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് പതുക്കെ ക്രിക്കറ്റ് തലശ്ശേരിയിൽ നല്ല നിലയിലെത്തി. പിന്നെ ഒരുപാട് കളിക്കാർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. രഞ്ജി ട്രോഫിയിൽ ഒരുപാട് കളിക്കാറുണ്ടായിരുന്നു. പണ്ട് മക്കാക്കാക്ക് ക്രിക്കറ്റ് ടീമിൽ കൊടുക്കാഞ്ഞിട്ട് തലശ്ശേരിയിൽ വെച്ച് രഞ്ജി ട്രോഫി നടക്കുമ്പോൾ പ്ലക്കാർഡ് പിടിച്ചിട്ട് നമ്മളൊക്കെ നടത്തിയിരുന്നു. മക്കാക്കാൻ ആ ടീമിലെടുക്കാത്ത രഞ്ജി ട്രോഫി നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ വലിയ വിവാദമായിരുന്നു. അപ്പൊ അതൊക്കെയായിരുന്നു കണ്ണൂർ ക്രിക്കറ്റിന്റെ കുറെ രസകരമായ ഓർമ്മകൾ. പിന്നെ എനിക്ക് എന്റേതായ ക്ലബ്ബുമായിട്ട് പോയ ഞാൻ റോക്കീസിന് കളിച്ചു, തിരുവങ്ങാട് ക്രിക്കറ്റ് ക്ലബിന് കളിച്ചിരുന്നു. തിരുവങ്ങാട് ക്രിക്കറ്റ് ക്ലബിന് നല്ല ടീമായിരുന്നു ആ സമയത്ത്. അതിന് കളിച്ചു, റോക്കീസിന് കളിച്ചു, ലക്കി അമ്പിളി, അതുപോലെ സ്റ്റുഡൻസിനും ബ്രദേഴ്സിനും ഒരുവിധം ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുണ്ട്. കാരണം ഈ ഗൾഫിൽ പോകുന്നവരെ 1-2 ടീമുകൾ വരുമ്പോൾ 1 മാസം ലീവിന് വരുമ്പോൾ ഏത് ടീമിനാ കളി കൂടുതലുള്ള ആ ടീമിന് വേണ്ടി കളിക്കും. അങ്ങനെയാണ് ഇഷ്ടംപോലെ മാച്ചസ് കളിച്ചത്. ആ മാച്ചിന്റെ രസകരമായ കുറെ കാര്യങ്ങളും ടൂർ പോയതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിക്ക് പറയാം. കുറച്ച് തമാശകളൊക്കെ വരാനുണ്ട്, അതൊക്കെ ഞാൻ വഴിക്ക് വരാം. സംഭവം ഷുവർ. വളരെ വളരെ രസകരമായ മെമ്മറീസ് ആയിരുന്നു. ഓക്കെ, ബാബട്ടനോടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാബട്ടൻ ഇപ്പൊ പറഞ്ഞു, ബാബട്ടൻ ഭാരവാഹിത്വം വഹിച്ച സമയത്ത് അസോസിയേഷനിൽ ഉണ്ടായ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച്, അതിപ്പം സ്റ്റേഡിയം ആണെങ്കിലും അക്കാഡമി ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നവാസ്ക പറഞ്ഞതുപോലെ ഇപ്പൊ അടുത്തായിട്ടുണ്ടായ 2 കാര്യങ്ങളാണ് ഈ ടാലന്റ് ഹണ്ടും പിന്നെ ഈ ജൂനിയർ ക്രിക്കറ്റ് ലീഗ്, സ്കൂൾ ക്രിക്കറ്റ് ലീഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതിന് ആ ഒരു ഐഡിയ എവിടുന്ന് കിട്ടി, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു, അതിനെ കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മുടെ ഉന്നയിച്ചത്. കാരണം നമ്മുടെ ഇതിന് നാന്ദി കുറിക്കാനുള്ള ഒരു കാരണം, നമ്മളെ കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ലീഗ് മത്സരങ്ങളിൽ നേരത്തെ നടക്കുമ്പോൾ നമ്മൾ അധികവും വെറ്ററൽ താരങ്ങളാണ് നമ്മളെ ഈ ലീഗ് മത്സരങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിലോ അല്ല ഇന്ത്യൻ ക്രിക്കറ്റിലേക്കോ സംഭാവന ചെയ്യാൻ വെറ്ററൽ താരങ്ങളെ കൊണ്ട് നമുക്ക് കഴിയും. അപ്പൊ ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുപ്പത്തിലെ നമ്മൾ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് നല്ല പ്രോത്സാഹനവും പ്രാക്ടീസ് മത്സരങ്ങളും കൊടുക്കുക എന്നതാണ് നമ്മുടെ ഈ ടാലന്റ് ഹണ്ടിലൂടെ, അതേപോലെ തന്നെ ജൂനിയർ ലീഗ് ക്രിക്കറ്റിൽ നടത്താനുള്ള ഒരു കാരണം. ജൂനിയർ ലീഗ് ക്രിക്കറ്റിൽ നമ്മുടെ സെലക്ഷൻ തന്നെ വളരെയധികം നല്ലൊരു പ്രോസസ്സിലാണ് നടന്നത്. അപ്പോൾ നമ്മളെ രമേശ് ചേട്ടന്റെ നേതൃത്വത്തിലുള്ള സെക്ടേഴ്സിന്റെ നേതൃത്വത്തിലാണ് ജൂനിയർ ലീഗിൽ എല്ലാ കുട്ടികളെയും പത്രത്തിൽ ഔട്ട് ചെയ്ത് എല്ലാ 19 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് 5 ടീമുകളാക്കി 5 കോച്ചുമാരുടെ നേതൃത്വത്തിൽ, നമ്മുടെ നിലവില് ഉള്ള 5 കോച്ചുമാരുടെ നേതൃത്വത്തിൽ നമ്മൾ പിന്നെ ഈ 2 ദിവസം ഒരു മത്സരം നടത്തി. കാരണം അവർക്ക് പ്രാക്ടീസ് വേണം, അതുപോലെ കളിച്ച് പരിശീലനം വേണം. അതിന്റെ വേണ്ടിയാണ് നമ്മൾ ഈ ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് കുറെ താരങ്ങളെ നമുക്ക് അതിൽ
നല്ല നല്ല താരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ under-14, under-16, under-19 കാറ്റഗറിയിൽ നമുക്ക് നല്ല സ്റ്റേറ്റ് ടീം അംഗങ്ങളെ പോലെ നമുക്ക് പിന്നെ കൊണ്ടുപിടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ല കാരണം നമ്മളിപ്പോ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നമ്മളെ ചെയ്ത ഏറ്റവും വലിയ ഇതിന് ഏറ്റവും പിന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ ട്രഷറും എല്ലാം തന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടത്തുന്നത്. വലിയ ഒരു കാരണം എന്ത് നടക്കുമ്പോഴും എല്ലാം ഒരു പിന്നെ പൊതുവായ ഒരു ചർച്ചയിലൂടെ ഉൾത്തിരിഞ്ഞുകൊണ്ട് ആണ് എല്ലാ കാര്യങ്ങളും നടത്താറ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞ എല്ലാ ആളുകൾക്കും അധികാരം ആസ്വദിക്കാനുള്ള ഒരു പിന്നെ നമുക്കുണ്ടാക്കി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ലീഗ് സബ് കമ്മിറ്റി, ആ ലീഗ് സബ് കമ്മിറ്റി സ്വതന്ത്രമാണ്. അവരുടെ കാര്യങ്ങൾ നമ്മളൊന്നും ഇടപെടില്ല. ആ ലീഗ് സബ് കമ്മിറ്റിയാണ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്കറിയാം. നേരത്തെ കഴിഞ്ഞ വർഷം അഭിമന്യു ആയിരുന്നു കണ്ണീർ. ഇക്കൊല്ലം അത് നവാസാണ്. അപ്പം ചെയർമാൻ രാജു ആണ്. അപ്പൊ അങ്ങനെയുള്ള അവരെല്ലാം അതിന്റെ ചുറ്റോടുകൂടി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മളെ ഫിജാസാണ്. അതുപോലെ നമ്മൾ അതിന്റെ എക്സോമിഷയായിട്ട് ഞാനും മനസ്സുമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ജൂനിയർ ലീഗ് നടത്തിയപ്പോൾ തന്നെ അതായത് നമ്മുടെ KCയിൽ നിന്നും വലിയധികം പ്രശംസ പിടിച്ചു വരാൻ നമുക്ക് കഴിയും. കാരണം ഇത്തരത്തിലുള്ള ഒരു ജൂനിയർ ലീഗിന് നാന്ദി കുറിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള താരങ്ങളെ നമുക്ക് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏറെ പ്രശംസ നമ്മൾ CDSC കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ഞാനിവിടെ പറയും. തീർച്ചയായും ആ പ്രശംസ കംപ്ലീറ്റ്ലി അർഹിക്കുന്നത് തന്നെയാണ്. ഇതുപോലെ യുവതാരങ്ങളെ വാർത്തെടുക്കാനുള്ള ഇനിയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് CDSCക്ക് കൊണ്ടുവരാൻ പറ്റട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സിറാജ് ഖയുടെ അടുത്തേക്ക് പോവാണ്. സിറാജ് കണ്ണൂർ ക്രിക്കറ്റിൽ ഇതുവരെ ഉണ്ടായ 2 വലിയ നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേര് എപ്പോഴും പറയുന്നത് കേൾക്കാം. ഒന്ന് ബൈസെന്റിനറി മാച്ച്, രണ്ടാമത്തത് നമ്മുടെ കോർണർവെൽ സ്റ്റേഡിയം. അപ്പൊ ഈ 2 പ്രൊജക്ടുകളെ കുറിച്ച് നമ്മളോട് ഒന്ന് പറയാമോ? ഈ ആശയം എങ്ങനെ ഉത്ഭവിച്ചു, അതിന് ഫേസ് ചെയ്യേണ്ട വന്ന വെല്ലുവിളികൾ, ഈ വെല്ലുവിളികൾ എങ്ങനെ മറികടന്നു? ഇത് ആക്ച്വലി ഞാൻ 1-2 നമ്മുടെ പഴയ ശ്രീ മൂർക്കോത്ത് രാമുണ്ണിയുടെ ഒരു പുസ്തകത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഐഡിയ എനിക്ക് കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ 1802 ഇവിടെ ക്രിക്കറ്റ് കളി ആരംഭിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. അത് ആധികാരികമായിട്ട് പറയാൻ കാരണം അതൊരു കൃത്യ ഡേറ്റ് ഒന്നും അല്ല, പക്ഷെ അത് ഒരു അസംഷനാണ്. അങ്ങനെ കാരണം 1880-കളിൽ സർ ആർതർ വെല്ലസ്ലി തലശ്ശേരിയിൽ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. അദ്ദേഹം എന്തിനാ വന്നതെന്ന് വെച്ചാൽ കേരള വർമ്മ പഴശ്ശിരാജാവിനെ നേരിടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ തലശ്ശേരിയിലേക്ക് അയച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസ് എവിടെയായിരുന്നു? നമ്മുടെ നെട്ടൂർ കൊടുവള്ളി ഗേറ്റിന്റെ അടുത്തായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സബ് കളക്ടർ ബംഗ്ലാവിലായിരുന്നു. അപ്പൊ ചരിത്രം നിങ്ങൾക്ക് അറിയായിരിക്കും, അതുകൊണ്ട് അപ്പൊ അങ്ങനെ 1802 ഇത് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് 2001 മുതൽ 5 വരെ JK ആയിരുന്നല്ലോ പ്രസിഡന്റ്. അപ്പൊ ഞാൻ JKയോട് പറഞ്ഞു, JK നമ്മുടെ ക്രിക്കറ്റ് തുടങ്ങിയത് 1802 തലശ്ശേരിയിൽ. ഫസ്റ്റ് കോമൺവെൽ പ്ലേറ്റ്. എല്ലാവരും ഒരു തെറ്റിദ്ധാരണ പറയും ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് ആരംഭിച്ചത് തലശ്ശേരിയിലാണ്. അത് തെറ്റാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. അന്നത്തെ കൊൽക്കത്ത. കോമൺവെൽ started playing. The first place in India where common men, സാധാരണക്കാരൻ started playing cricket തലശ്ശേരിയിലാണ്. എന്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ അതിൽ ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പൊ അത് പറഞ്ഞേരം JK പറഞ്ഞ why don't we celebrate bicentenary of cricket തലശ്ശേരി? that is a fine idea. അപ്പൊ അങ്ങനെ ഒരു വർത്താനത്തിങ്ങനെ പറഞ്ഞ പിന്നെ അത് വളരെ സീരിയസ് ആയി. പിന്നെ ഫ്രീക്വന്റ് JK ചെന്നൈയിൽ വിളിക്കും. അതാ ഞാൻ പറയാം, JKയുടെ കഴിവ് JKക്ക് അറിയില്ല എന്ന് പറയുന്നത് അതാ. എനിക്കത് വാസ്തവല്ല. അവിടെ പോയി JK പറഞ്ഞു ഓക്കെ വി വിൽ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ റൈറ്റ് നൗ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തുടങ്ങി. നേരെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ അയാൾ എന്നോട് പറഞ്ഞാൽ നമുക്ക് ഒരു ഇന്ത്യൻ വെറ്ററൻസ് 11ഉം ശ്രീലങ്കൻ വെറ്ററൻസ് 11ഉം മാച്ച് വെക്കുക. അത് നമുക്ക് തലശ്ശേരിയിൽ ഇതുവരെ ഇന്റർനാഷണൽ മാച്ച് നടത്തിയില്ല. അവർ JK 10-25-30 ലക്ഷം രൂപ വേണ്ടി വരും. കാരണം പ്ലേയേഴ്സിനുള്ള TADA, ഫ്ലൈറ്റ്, ഹോട്ടൽ അക്കോമഡേഷൻ അറേഞ്ച്മെന്റ്സ്, പിന്നെ ടിക്കറ്റ് വെച്ചിട്ട് തലശ്ശേരിയിൽ നടത്തിയാലും അതിന്റെ കിട്ടുന്ന കപ്പാസിറ്റി, സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി വെച്ച് നോക്കിയാൽ അതൊന്നും പ്രശ്നമില്ല. സിറാജ് വിൽ മേക്ക് ഇറ്റ് ഗ്രാൻഡ് സക്സസ്. അങ്ങനെ തുടങ്ങി. ഫസ്റ്റ് JKയുടെ ഓഫീസിൽ ഇരുന്നിട്ട് അദ്ദേഹം വിളിക്കുന്നത് അർജുന രണതുംഗ, ശ്രീലങ്കൻ. അപ്പൊ രണ്ടുക വാസ് നോട്ട് അവൈലബിൾ. അപ്പൊ P എടുത്തിട്ട് പറഞ്ഞു ഈസ് ഇൻ ദ പാർലമെന്റ്. അദ്ദേഹം MP ആണ്, ശ്രീലങ്കൻ MP. ഈസ് ഇൻ ദ പാർലമെന്റ്. ഓക്കെ ഐ വിൽ കോൾ ലൈറ്റർ എന്ന് വെച്ചു. ഒരു അരമണിക്കൂർ അർജുൻ രണതുംഗ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു JK. അതാണ് ഞാൻ പറഞ്ഞത് JKയുടെ കഴിവ്. ശ്രീലങ്കക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ അർജുന രണതുംഗ പാർലമെന്റ് മെമ്പർ തിരിച്ച് JK വിളിച്ചു.
അപ്പൊ ജെ കെയുടെ സ്വഭാവ ഗുണങ്ങൾ അറിയുന്നതുകൊണ്ടാണ് ജെ കെ തിരിച്ചിങ്ങോട്ട് വിളിച്ചത്. ജെ കെ കൺഫിഗനുണ്ട്, ഓക്കെ നോ പ്രോബ്ലം, ഞാൻ ചെയ്യാം. അങ്ങനെ അദ്ദേഹം മറ്റേ ശ്രീലങ്കയിലെ റോയ് ഡയസിനെയും കലു വിച്ചറിനെയും ഒക്കെ ബന്ധപ്പെട്ട് ടീം റെഡിയാക്കി. നേരെ പിന്നെ അടുത്ത വിളി പോകുന്നത് ആരെയാന്ന് വെച്ചാൽ സുനിൽ ഗവാസ്കർ. ഗവാസ്കർ ഇല്ല. ഗവാസ്കർ സെക്രട്ടറി പറഞ്ഞ പുട്ടപർത്തി സായിബാബയുടെ അവിടെ പോയിരിക്കുക. വിശ്വനാഥിന്റെ പങ്ങളെയാണല്ലോ ഗവാസ്കർ കല്യാണം കഴിച്ചത്. അപ്പൊ അതില് പറഞ്ഞ പുട്ടപർത്തി പോയിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വിളിച്ചു. അങ്ങനെ ഗവാസ്കർ അവൈലബിൾ ഇല്ല, വിശ്വനാഥ്. പെട്ടെന്ന് എല്ലാം കൂടി ഒരു 15 ദിവസം കൊണ്ട് ടീം സെറ്റാക്കി. വെൻസാർക്കാർ ഈസ് റെഡി, മറ്റേ കസൻഗാവരി റെഡി, മഹീന്ദ്ര മർണ റെഡി, എല്ലാവരും ഇന്ത്യന്റെ എല്ലാ പ്ലേയേഴ്സും പഴയ കാലത്ത് ഇപ്പൊ അന്നേരം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ റെഡി. എല്ലാവരെയും പറഞ്ഞ് കൺഫേം ആയി. പൈസയുടെ കാര്യം തുടങ്ങി. പൈസയുടെ കാര്യത്തിന് തിരിവ് ജെ കെയുടെ സ്വാധീനം വെച്ച് വിളിച്ചു എല്ലാ സ്ഥലത്തും വിളിച്ചു. എല്ലാം റെഡി. പരസ്യം അത് അൺബിലീവബിൾ ആണ്. എത്ര പെട്ടെന്ന് ജെ കെ അതൊക്കെ കൈകാര്യം ചെയ്തു. ഞാൻ സെക്രട്ടറി എന്ന നിലയിൽ ഒരു ബാക്കപ്പ് ഇങ്ങനെ ഒരു പുഷ് കൊടുത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ മുഴുവനും ജെ കെ ആണ് ചെയ്തത്. അതിനിപ്പോഴും ജെ കെ, ഇഫ് യു ആർ ലിസണിങ് ദിസ് പ്രോഗ്രാം, ഹാറ്റ്സ് ഓഫ് ടു യു ജെ കെ. ഓക്കെ, അപ്പൊ അതാണ് ജെ കെ അന്ന് ചെയ്തത്. അതിന്റെ ശേഷം കോണർ വാലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ, അന്ന് മൂർക്കോത്ത് രാമണി സാറിനോട് നമ്മൾ ഈ മാച്ചിന്റെ കാര്യം പറഞ്ഞാലും പുള്ളി സഹായിച്ചു. പുള്ളിയുടെ കുറച്ച് സഹായങ്ങളൊക്കെ, ഹെൽപ്പൊക്കെ, ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. പുള്ളി പറഞ്ഞു നമുക്ക് ക്രിക്കറ്റിനായിട്ട് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റേഡിയം വേണം. അപ്പൊ KCA ജസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു ഡിസ്ട്രിക്റ്റിൽ സ്റ്റേഡിയം വരാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റേഡിയം വന്നത് KCAയുടെ പാലക്കാട് കോട്ട മൈതാനം. അവിടെ സുചിത്ര അയ്യർ എന്ന് പറഞ്ഞ കോയമ്പത്തൂരിലെ ഒരു ലേഡി ആർക്കിടെക്ട് ആണ് അതെല്ലാം പ്ലാൻ ചെയ്തത്, അന്ന് ചെയ്തത്. അപ്പം ഞാൻ ഈ ഐഡിയ വന്നേരം ഞാനന്ന് KCAയിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഐഡിയ മൂട്ട് ചെയ്തു. അപ്പൊ അപ്പോൾ 50 ലക്ഷം രൂപ മാത്രം തരാം, നിങ്ങൾ സ്റ്റേഡിയം എടുക്കണം എന്നാണ് SK എന്ന് പറഞ്ഞു. 50 ലക്ഷം കൊണ്ടൊന്നും സ്റ്റേഡിയം എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു മൂർക്കോത്തിന്റെ ഐഡിയ പ്രാവർത്തികമാക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം ആണ് ഞങ്ങൾ ആലോചിച്ചത്. കാരണം അതാണല്ലോ നമ്മുടെ ക്രിക്കറ്റിന്റെ ഒരു ബേസ്, മുനിസിപ്പൽ സ്റ്റേഡിയം. മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് ആർക്കിടെക്റ്റിന് ഈ സുചിത്ര അയ്യറെ തന്നെ കോയമ്പത്തൂർ നിന്ന് കൊണ്ടുവന്നു. വലിയ കാശൊക്കെ കൊടുത്തു. ഇന്ന് നല്ല അടിപൊളി പ്ലാനിലാക്കി സ്റ്റേഡിയം വലുതാക്കാൻ പറ്റും. അതായത് ഇപ്പോഴത്തെ പവലിയനും നമ്മുടെ കോസ്മാന് മുമ്പിലുള്ള ആ മരത്തിന്റെ അവിടെ നിന്നുള്ള ഗാലറിയും ഈ ബംഗ്ലാവിന്റെ അടുത്തുള്ള ഗാലറി വരെ കട്ട് ചെയ്ത് പുറകോട്ട് കൊണ്ടുവന്ന് 75 യാർഡ് ബൗണ്ടറി കറക്റ്റ് കിട്ടും. അതെല്ലാം ചെയ്ത് വെച്ചിട്ട് പ്ലാൻ എടുത്തു. ട്രിവാൻഡ്രം പോയി ഞാനും അന്ന് കേരള കോൺഗ്രസിന്റെ നേതാവ് വർക്കി വട്ടപ്പാറ തലശ്ശേരി പോയി KM മാണിയെ കണ്ടു. അന്ന് സ്പോർട്സ് മിനിസ്റ്റർ സുധാകരൻ ഓരെല്ലാം പറഞ്ഞ് തലശ്ശേരി സ്റ്റേഡിയത്തിൽ അവർ നോ പ്രോബ്ലം പറഞ്ഞു ഇവിടെ വന്നു. അവസാനം ചില പാറകൾ പോയി, പാറകൾ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ, പാറകൾ പോയിട്ട് ഇത് അനുവദിച്ചു. പിന്നെ ഈ കോണർവാലി സ്റ്റേഡിയത്തിൽ അന്ന് നായനാർ മിനിസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് 12 ഏക്കറിൽ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തു. ആ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്ത കാരണം ക്രിക്കറ്റ് സ്റ്റേഡിയം കോണർവാലിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ മൺമറഞ്ഞു പോയ നമ്മുടെ KP രവീന്ദ്രൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നല്ല ഐഡിയ ആണ്, അത് കൊടുത്തു. അദ്ദേഹത്തിന്റെ അന്ന് CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറും കൂടിയാണ്. അതും കൂടി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ വർക്ക് തുടങ്ങി. 50 ലക്ഷം രൂപ പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ അന്ന് MLA ആയിരുന്നു. കോടിയേരിയോട് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ പവലിയന് വന്നു. ഇങ്ങനെയൊക്കെ വന്നത് അന്ന് അതിന്റെ ഇനോഗ്രേഷൻ തലശ്ശേരി അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വിളംബര ഘോഷയാത്ര തലേന്ന് നമ്മൾ നടത്തി. തലശ്ശേരിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഇതൊക്കെ അന്നേരം നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ള സുരേഷ് ബാബു അടക്കം നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മ, ഒരാളെ ഡ്യൂട്ടി കൊടുത്തു ചെയ്തു. അടിപൊളി വണ്ടർഫുൾ സ്റ്റേഡിയം ഞങ്ങൾ അവിടെ ഉണ്ടാക്കി. അതിന് ചുക്കാൻ പിടിച്ചതും പരിപാടിയൊക്കെ ഞാൻ വീണ്ടും പറയാണ്, JK ഉണ്ടായിരുന്നു. JKയുടെ കഴിവ് വേണ്ട വിധത്തിൽ ഞങ്ങൾ അന്ന് ഉപയോഗപ്പെടുത്തി. പക്ഷെ നിർഭാഗ്യവശാല് JK ചില തെറ്റിദ്ധാരണയുടെ പുറത്താണ് JK പിന്നെയും പ്രസിഡന്റായി വരാതെ പോയത്. പക്ഷെ സ്റ്റിൽ JKയുടെ ആ സംഭാവനകൾ ഞങ്ങൾ ഓർക്കുകയാണ്. ഇന്ന് ആ സ്റ്റേഡിയം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം തലശ്ശേരിക്ക് എന്റേതായ ഒരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞല്ലോ. എന്റേതല്ല, ഞാൻ അതിന് എല്ലാവരും പറഞ്ഞതിൽ കുറച്ച് മുൻകൈ എടുത്തു, പ്രവർത്തിച്ചു. കാരണം അതിനു വേണ്ടി കുറെ ആക്ഷേപങ്ങളും കാര്യമൊക്കെ കേട്ടു. പിന്നെ അതിൽ ഞാനൊന്നും കേട്ടില്ല. കാരണം പ്രവർത്തിക്കുന്നവരെ മാത്രമേ വിമർശിക്കാൻ പറ്റൂ. ഒന്നും പ്രവർത്തിക്കാതെ വെറുതെ ഇരിക്കുന്ന ആളെ കുറിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഐഡിയലായിട്ട് ഇരിക്കുന്ന ഒരാളെ കുറിച്ച് എന്ത് പറയാനാണ്? പ്രവർത്തിക്കുന്ന ഏത് രംഗത്തായാലും, അത് ക്രിക്കറ്റിലല്ല ഏത് രംഗത്തായാലും പ്രവർത്തിക്കുന്നവർക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഈ തലമുറക്ക് വരുന്ന തലമുറക്കുമായി സ്റ്റേഡിയം കൊടുക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യം ഉണ്ട് എനിക്ക്. അതാണ് സ്റ്റേഡിയത്തിന്റെ ഈ 2 പ്രശ്നത്തെക്കുറിച്ചും എനിക്ക്
എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് അലോട്ട് സിറാജ്. അത് വളരെ നല്ലൊരു മെമ്മറിയാണ് ഷെയർ ചെയ്തത്. കാരണം ഇനി ഒരുപാട് വർഷങ്ങളിൽ ഒരുപാട് യുവതാരങ്ങൾ വളർന്നു വരുമ്പോൾ തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ചരിത്രം അവർക്ക് കേൾക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ശരിക്കും. സോറി, അതിലെ ഒരു കാര്യം എന്ന് വെച്ചാല് ഓണർവാലി സ്റ്റേഡിയത്തിന്റെ അന്നത്തെ അവസ്ഥ നിങ്ങളെല്ലാം കണ്ടില്ലേ? കാട് പിടിച്ച് കളിക്കാൻ അവിടെ ഒരിക്കലും സ്റ്റേഡിയം വരില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറ്റാനും വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ശ്രമിച്ചിരുന്നു. അന്ന് വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ലൈൻ സ്റ്റേഡിയത്തിന്റെ നടുവിലൂടെ പോകുന്നുണ്ടായിരുന്നു. അത് മാറ്റി ചളിയായി നിറഞ്ഞു. ഒരുപാട് എഫേർട്ട് എവറിബഡി ആ സമയത്ത് ഉണ്ടായ CDCL ഉണ്ടായ എല്ലാവരും അവരുടേതായ കോൺട്രിബ്യൂഷൻ ഇത് നൽകിയിട്ടുണ്ട്. യാതൊരു സംശയമില്ല. ആബ്സല്യൂട്ട്ലി. ശരിക്കും ഇപ്പൊ സ്റ്റേഡിയം കാണുമ്പോൾ ഐ എം ഷുവർ യു ഫീൽ വെരി പ്രൗഡ്. കാരണം ഒരു 2-3 weeks back I am very proud because I treated that stadium as my child. എക്സലന്റ്. എന്റെ ക്രിക്കറ്റിനോടുള്ള എനിക്ക് തലശ്ശേരിക്ക് എന്തെങ്കിലും ക്രിക്കറ്റിന് തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കൈപിടിച്ച് ക്രിക്കറ്റ് രംഗത്തേക്ക് കൊണ്ടുവന്ന 2 വ്യക്തികൾ CTK അബ്ദുള്ളയും T ശിവദാസും. അപ്പോ ഇൻ റിട്ടേൺ ഐ ഷുഡ് ഗിവ് ബാക്ക് സംതിങ് ടു തലശ്ശേരി ക്രിക്കറ്റ്. അപ്പൊ എനിക്ക് ആസ് എ അഡ്മിനിസ്ട്രേറ്റർ എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാൻ ഉപയോഗിച്ചു. അന്നത്തെ തലമുറ വരും തലമുറക്കും സ്റ്റേഡിയം കൊടുക്കാന്ന് കഴിഞ്ഞ തലശ്ശേരിക്ക്. അതാണ് അതിലെനിക്ക് അങ്ങേയറ്റ അഭിമാനം തോന്നുന്നു. ഗ്രേറ്റ് പോയിന്റ്. ഇൻഫാക്ട് ശിവേട്ടൻ നമ്മുടെ ഒരുവിധ എല്ലാ പ്രോഗ്രാമിനും ഉണ്ടാകുന്നതാണ്. ഇന്നെന്തോ എൻഗേജ്മെന്റ് കാരണം പുള്ളിക്ക് വരാൻ പറ്റിയിട്ടില്ല. ബട്ട് JK സർ കേൾക്കുന്നുണ്ട് സിറാജ് ഖാൻ പറയുന്നതൊക്കെ. ഐ എം ഷുവർ യു ഗൈസ് വിൽ ഹാവ് എ ലോട്ട് ടു ഷെയർ ഓഫ്ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാബുട്ടനോടാണ്. ബാബുട്ട, അടുത്ത എന്റെ ചോദ്യം ബാബുട്ടൻ എന്ന CDCI ഭാരവാഹിയോടല്ല, ബാബുട്ടൻ എന്ന നെട്ടൂർ ക്രിക്കറ്റ് ക്ലബിന്റെ സെക്രട്ടറിയോടാണ്. കഴിഞ്ഞ 45 വർഷമായിട്ട് ഒരു ക്ലബ്ബ് കൊണ്ടു നടക്കാണ് ബാബുട്ടൻ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഇപ്പൊ ഒരു ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിൽ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് നടത്തിക്കൊണ്ടുപോകുന്ന വെച്ചാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പ്ലേയേഴ്സ് വേണം, ലീഗ് കളിക്കുന്ന സമയത്ത് പ്ലേയേഴ്സിനെ കിട്ടാനൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം അതിനെക്കുറിച്ച് ഈ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് നടത്തിക്കൊണ്ടുപോകാൻ എന്തൊക്കെ വെല്ലുവിളികളുണ്ട്, എന്തൊക്കെ ചാലഞ്ചസ്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? സമറാസെ ചോദിച്ച വളരെ ഒരു വല്ലാത്തമായൊരു ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിക്കറ്റ് ടീം നടത്തിക്കൊണ്ടു പോകുന്നത് വളരെ കടമ്പകളുള്ള ഒരു കാര്യമാണ്. പണ്ട് കാലത്ത് കളിക്കാരെ കിട്ടാൻ വിഷമമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്ഥിതി ആകെ മാറി. പഴയ കാലത്ത് കളിച്ചു വളരാൻ നാട്ടിൻ പുറത്ത് ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രൗണ്ടുകളില്ല. കാരണം നമുക്കറിയാം തലശ്ശേരി നഗരസഭയിൽ നമുക്ക് നേരത്തെ ഒരു 10-30 അല്ല 25 വർഷം മുമ്പ് ഉള്ള കളി ഗ്രൗണ്ടുകളെല്ലാം ഇന്ന് കെട്ടിടങ്ങള് എല്ലാം മാറി എവിടെയും കളിക്കാൻ പറ്റാത്ത, നമ്മുടെ താരങ്ങൾക്ക് ഒരു സ്ഥലത്തും കളിക്കാൻ ഒരു സൂചി കുത്തം പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഗ്രൗണ്ട് ഇല്ലാത്തത് വലിയ ഒരു കാര്യം തന്നെയാണ് നമുക്ക്. അതുകൊണ്ട് നാട്ടിൻ പുറത്ത് ക്രിക്കറ്റ് വരണമെങ്കിൽ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഗ്രൗണ്ട് ഇല്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് നമ്മൾ ജില്ലാ ക്രിക്കറ്റ് സ്റ്റേഡിയം. അവിടെയാണെങ്കിൽ പല ആക്ടിവിറ്റീസ് ആണ്. പിന്നെ അതുപോലെ നമ്മളെ കോഡ് മാച്ച് വരുമ്പോൾ നമുക്ക് കുട്ടികൾക്കാർക്കും തന്നെ അവിടെ കളിക്കാൻ പറ്റും. ഏതായാലും ഇപ്പോൾ അസോസിയേഷൻ നമുക്ക് 52 ക്ലബ്ബുകളാണ്. ഈ കളിയോടുള്ള ആത്മാർത്ഥതയും കൂറും ഇപ്പോൾ ഉള്ള താരങ്ങൾ കുറഞ്ഞു വരുന്ന പ്രവണതയാണ്. എല്ലാം ഒരു ഫാഷൻ പോലെ, ചില എല്ലാ പ്രച്ചാലുണ്ട്, നെഞ്ചിലേറ്റ് നടക്കുന്ന കുറെ താരങ്ങളുണ്ട്. എന്നാൽ ചില ഫാഷൻ പോലെയാണ് ആളുകൾ. എല്ലാ ക്ലബിലുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തുമുള്ള കളിക്കാരാണ് ടീമിൽ കളിക്കുന്നത്. ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള പരിശീലനം തീരെയില്ല. സാമ്പത്തികമില്ലാത്ത ക്ലബുകൾക്ക് കളിക്കാരെ പിടിച്ചു നിർത്താൻ കഴിയുന്നു. മറ്റൊന്ന്, പരിശീലനം ചെയ്യാൻ പ്രാക്ടീസ് വിക്കറ്റോ ഒരു ഗ്രൗണ്ടോ നാട്ടുമ്പുറത്തില്ലാത്തതുകൊണ്ട് ഒരു സംഘാടകൻ എന്ന നിലയിൽ ലീഗ് മാച്ച് തുടങ്ങിയാൽ ഏറെ നെഞ്ചിടിപ്പാണ്. റഷ് ചെയ്ത കളിക്കാർ മുഴുവനും എത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന മനോനില താളം തെറ്റുന്ന വിധമാണ്. ഇവിടെ പ്ലേയേഴ്സിനോട് ഒന്ന് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പ്ലേയേഴ്സ് എന്നതിലുപരി ക്ലബിന്റെ സംഘാടകരായി മാറണം. അതായത് നമ്മളും ഈ ക്ലബിന്റെ ഭാഗവാക്കാണ്. നമ്മളെ ഉത്തരവാദിത്തമാണ് ടീമിനെല്ലാം നേരത്തെ ഗ്രൗണ്ടിൽ വരാം. നേരത്തെ ഗ്രൗണ്ടിൽ വന്ന് ആദരയപ്പെടുത്തിയാൽ ക്ലബിന്റെ സംഘാടകരുടെ നെഞ്ചിടിപ്പ് കുറയും. കാരണം എത്രയോ തവണ ഞാൻ ഒരുപക്ഷെ മാച്ച് തുടങ്ങുന്ന സമയത്തും 8-7 ആളായപ്പോ 9 ആളില്ലേ കളി മാച്ച് പിന്നെ നമുക്ക് നടത്താൻ പറ്റില്ല, ഒക്കെ അവർ കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ സ്ഥിതിയിലെല്ലാം നമ്മൾ എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോ
ആ കാര്യമെല്ലാം നമ്മള് ഇപ്പോഴുള്ള ടീമങ്ങള് പ്ലേയേഴ്സ് ശ്രദ്ധിക്കണം. എല്ലാവരും ഗ്രൗണ്ടിൽ എത്തിയാലുണ്ടാവുന്ന സന്തോഷം ഒരു ക്ലബിന്റെ ഒരു സെക്രട്ടറി എന്ന നിലയിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റതാണ്. കളി ജയിക്കുന്നല്ലോ ഉപരി മുഖ്യ കളിക്കാരെല്ലാം ഉണ്ടല്ലോ എന്ന മാനസിക സംതൃപ്തിയാണ് നമുക്ക് ഈ പിന്നെ ഓരോ ടീമിനോട് മാറ്റപ്പെടുക. ഇന്നത്തെ തലമുറ കളിക്കാരോട് അത് എനിക്ക് പറയാനുള്ളത്, ശരിയായ കൃത്യനിഷ്ഠ, അച്ചടക്കം, വിനയം ഇതെല്ലാം നിങ്ങളുടെ കൂടി ഉണ്ടാകണം. അത്തരത്തിൽ അങ്ങനെയുള്ള പ്ലേയേഴ്സിന് മാത്രമേ ഈ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. കാരണം നമുക്ക് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കളിക്കുന്ന അതിനുപരി നമ്മുടെ നാട്ടിന് വേണ്ടി കളിക്കുന്നു, നമ്മുടെ ക്ലബിന് വേണ്ടി കളിക്കുന്നു, നമ്മളെ എല്ലാം പിന്നെ ഇതെല്ലാം മറ്റേ ക്രിക്കറ്റിനെ നെഞ്ചിലേറ്റ് നടക്കുന്ന കുറെ ചെറുപ്പക്കാർ ഇതിലുണ്ട്. എന്നാലും ഞാൻ പറയാ, ചില ആൾക്കാർ അതിലൊരു തമാശയോ അല്ലെങ്കിൽ ഒരു ഗൗരവമില്ലാതെ കളിക്കുന്നവരും നമുക്ക് കാണുന്നു. ഈ പ്രവണത മാറ്റി ക്രിക്കറ്റിനോട് ഏറ്റവും നന്നായി വളരെയധികം ആത്മാർത്ഥമായ സമർപ്പണ മനോഭാവത്തോടെ എല്ലാവരും കളിക്കാൻ തയ്യാറായാൽ നമ്മുടെ ക്ലബ്ബ് ഭാരവാഹികൾക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ഇപ്പൊ സിറായ്ക്കയും അതുപോലെ നമ്മള് എല്ലാവരും പിന്നെ ടീം കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പൊ 52 ക്ലബിലെ സെക്രട്ടറിമാർക്ക് അറിയാം ഇത് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം. ഒരുപക്ഷെ നമുക്ക് പറയാം, ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാണ്. നമ്മുടെ എല്ലാ ക്ലബുകളും സ്വന്തം നാട്ടിലെ താരങ്ങളെ വളർത്തിയെടുത്തു കൊണ്ടുവന്ന് ലീഗിൽ കളിക്കാനുള്ള ഒരു 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 സംരംഭത്തിന് നാന്ദി കുറിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലാതെ പല ഭാഗത്തുള്ള കളിക്കാരെ കളിപ്പിച്ചിട്ട്, കാരണം അവർ ചില സമയം ഉണ്ടാവുകയില്ല. നമ്മുടെ നാട്ടിലെ താരങ്ങളെ കളിച്ചു വളർത്തി അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ട് നമ്മളെ ക്ലബിന്റെ ശരിയായ രീതിയിൽ അവരെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ വളരെ പ്രസക്തമായ പോയിന്റ്സ് ആണ് ബാബോട്ട. ഐ റിയലി ഹോപ്പ് നമ്മുടെ എല്ലാ ക്ലബ് ഓണേഴ്സും ക്ലബ് ഭാരവാഹികളും CDCയും ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇതിന് നല്ലൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നു. കാരണം ഒരുപാട് ലെഗസിയുള്ള സ്റ്റുഡൻസ് ക്രിക്കറ്റ് ക്ലബ് പോലത്തെ ക്ലബ്ബുകൾ കളിക്കാൻ 11 പേരില്ലാതെ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടമുള്ള ഒരു കാഴ്ചയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സിറാജ് ഖാനോടാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ബാബോട്ടൻ പറഞ്ഞു കളിക്കാർ ഭാരവാഹികളായിട്ട് വരണം. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ BCCI പ്രസിഡന്റ് ഗാംഗുലി ഒരു കളിക്കാരൻ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ ആയതാണ്. അതുപോലെ തന്നെയാണ് സിറാജ് കെയും കളിക്കാരിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ ആയത്. അപ്പൊ ഒരു ക്രിക്കറ്റ് താരം അഡ്മിനിസ്ട്രേറ്റർ ആയാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് സിറാജ് ഖാൻ? കാരണം ഇത് കേട്ടിട്ട് നമ്മുടെ ഏതെങ്കിലും ക്രിക്കറ്റ് പ്ലേയേഴ്സിനൊക്കെ ആ ഒരു ഫീൽഡിലേക്ക് മാറാനൊക്കെ ഒരു പ്രേരണ ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ്. ഞാന് ഉത്തരം പറഞ്ഞതിന് മുമ്പേ അവര് ഇതിന്റെ പേര് ക്രിക്കറ്റ് കിസ്സാണ്. നമ്മള് ചർച്ച കുറച്ച് സീരിയസ് ആയി പോകുന്നു. ചെറിയൊരു കിസ്സ പറയണം. കിസ്സ പറയാന്ന് ഒരു തമാശയിൽ പറയണ്ടേ. പണ്ട് പറക്ക് സ്കൂളിലും വിട്ടു പോയാലും വീട്ടിൽ പോയാലും എന്റെ പങ്ങളോട് ഈ ഉമ്മ പോയി ഉമ്മ അപ്പുറത്തെ പറയല വെളുപ്പിൽ കിസ്സ പറയാൻ പോയിരുന്നതാണ്. കിസ്സ എന്ന് പറയുന്ന തമാശ. അപ്പൊ ഇതില് തമാശ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ സലാമൊക്കെ കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. സലാമിന്റെ കാര്യമാണെങ്കിൽ സലാമിന്റെ ഒരു ചോദ്യം തന്നെ ഉണ്ട് അതിനെ കുറിച്ച്. അല്ല, സലാം കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. മുനീറും കേൾക്കുന്നുണ്ടാവും, ഷാജിലും കേൾക്കുന്നുണ്ടാവും. ഇത് രസമെന്ന് വെച്ചാല് പണ്ട് നമ്മള് അത് കഴിഞ്ഞവരാ ഈ പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ലീഗ് നടക്കുമ്പോ നമ്മളെല്ലാം ലാച്ചാറിന്റെ അങ്ങേയറ്റാണ്. ഞാൻ കുറച്ച് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നതാണ്. നമ്മളൊക്കെ ലാച്ചാറിന്റെ അങ്ങേയറ്റാകുന്ന സമയത്ത് പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാനും നമ്മുടെ മുകുന്ദനും ചുവേട്ടന്റെ മരുവൻ മുകുന്ദൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാല്, നാളെ ലീഗ് ഉണ്ടെങ്കിൽ വൈകുന്നേരം പോയിട്ട് ബെയിൽസ് എടുത്തിട്ട് കൊണ്ടുപോയി. ബെയിൽസ് 4 ബെയിൽസ്, 2 ബെയിൽസ് മുകുന്ദനും എടുക്കും, 2 ബെയിൽസ് ഞാനും എടുക്കും. അതെന്തിനാന്ന് ചോദിച്ചാല് പിറ്റേന്ന് കളി തുടങ്ങണമെങ്കിൽ ബെയിൽസ് വേണം. അന്നത്തെ പീടികയിലൊന്നും ബെയിൽസ് ആയിട്ട് കിട്ടില്ല. വാങ്ങണമെങ്കിൽ മുഴുവൻ കിറ്റും വേണം. 6 സ്റ്റെംസും വാങ്ങിയല്ല ബെയിൽസ് കിട്ടും. അപ്പൊ ഈ ബെയിൽസ് കയ്യിൽ വെക്കുന്ന ആളാണ് എംപയർ ചെയ്യുക. എംപയർ ചെയ്താൽ 2.5 ഉറുപ്പ്യ കിട്ടുക. ഈ 2.5 ഉറുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ട് ബെയിൽസ് അടിച്ചിട്ടുണ്ട് പോയി കളി. ഞാനും പോകുന്നില്ല. ഇത് പിറ്റേന്ന് ബെയിൽസ് എടുത്ത് വരും. അപ്പം ബെയിൽസ് ആരെ കഴിയില്ല, ഓറെല്ലാം എംപയർ ചെയ്യും. അതാണ് അന്നത്തെ രസമുള്ള കാര്യം. പിന്നെ അന്ന് കളിക്കുമ്പോ ഒന്നുമില്ല. കളിക്കുമ്പോ ആകെ എന്താ ഇതിന്റെ പേര്, അന്നത്തെ ബാറ്റ് എന്ന് പറഞ്ഞാൽ ചക്രവർത്തി 1 റോസ് 2 റോസ് 3 റോസ് അങ്ങനെയാ. റോസാ ബാറ്റ്, നമ്മൾ റോസ് ഉണ്ടാവും. പിന്നെ ഒരു നോൺജർ ബാറ്റ് ഉണ്ടാവും, അതേ ഉള്ളൂ. പിന്നെ സ്ലാസഞ്ചറിലെ കുറെ കഴിഞ്ഞിട്ട് പോകും, വേറെ ഒന്നുമില്ല. പാഡാണെങ്കിൽ പാഡിന് ബക്കൾ ഉണ്ടാവില്ല. നമ്മൾ ടവലോണ്ട് കെട്ടണം, ഇല്ലെങ്കിൽ നൂല് ഇങ്ങനെ കെട്ടണം. ഗ്ലൗ ആണെങ്കിൽ ഒരു പച്ച മുള്ളു പോലത്തെ ഒരു ഗ്ലൗ ആണ്, പുറത്ത് പച്ച മുള്ളായിരിക്കും. ഇതൊക്കെ ഹെൽമെറ്റും ഇല്ല, ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ കളിച്ചുകൊണ്ടാണ്. പിന്നെ സലാമും ഷാജിലിനോട് പറയാനുള്ളത്,
ഞാന് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ക്രിക്കറ്റ് കുറെ ടൂർണമെന്റിലെല്ലാം ടീമിനെ കൊണ്ടുപോയി. അപ്പൊ രസമുള്ള ഇരുന്ന് വായ്പ വാങ്ങിയിട്ടാ ടീമുമായിട്ട് പൈസ വായ്പ വാങ്ങിയിട്ടാ പോവാ. കാരണം നല്ല ടീമാണ് വെസ്റ്റ് മാർബിൾസ്. ആരെയും തോൽപ്പിച്ച് ചാമ്പ്യൻസാന്റെ കഴിവുള്ള ടീമാണ്. കാജിലും സലാമും മുനീറും അനീഷും ഒക്കെ എല്ലാ കുറെ ആൾക്കാർ ഇങ്ങനെ ടീമിൽ കളിക്കും. അപ്പൊ എന്തായാലും ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടാവും. അപ്പൊ വായ്പ വാങ്ങുന്നവരോട് പറയും വന്നിട്ട് തരാം, അടുത്ത ആഴ്ച തരാം. പൈസ വാങ്ങി പോയിട്ട് ഒരു ടൂർണമെന്റ് കൊടുങ്ങല്ലൂര് പോയിട്ട് റൂമിലെടുത്ത് ഭക്ഷണം ഉച്ചക്ക് ലഞ്ച് കഴിച്ചു. ഉച്ചക്കാ കളിയാണ്, സെക്കൻഡ് മാച്ചാണ്. കൊടുങ്ങല്ലൂർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പൊ നിങ്ങൾ ഇന്നോ ഭക്ഷണം എല്ലാം കഴിച്ചോ? ഒന്നും കഴിക്കാൻ നിൽക്കണ്ട, നല്ല രീതിയിൽ കഴിച്ചോ. അപ്പൊ എല്ലാവരും സലാമും രാജുലെല്ലാം പൊരിച്ചെല്ലാം വാങ്ങി നല്ല കുശാലായിട്ട് അടിച്ചു വിടുന്നുണ്ട്. ആയിക്കോട്ടെ, സാരമില്ല, നമ്മളെ കുട്ടികൾ തീറ്റയ്ക്ക് ഒരിക്കലും കുറവ് വരുത്തുമല്ലോ. ശരിക്കാ കളിച്ചില്ലെങ്കിലും തിന്നുമല്ല. അപ്പൊ തിന്നിട്ടേ സങ്കടായി പോയി മോനെ. എന്താണെന്നറിയോ, ഞാനെന്തോ അപ്പുറം പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോ തിന്നു കഴിഞ്ഞിട്ട് വെള്ളത്തിന് പകരം കുടിക്കുന്നത് പെപ്സി. ഞാൻ പറഞ്ഞ മക്കളെ ഇതേതായാലും കുറച്ച് കടന്ന കൈയായി കേട്ടാ. കാരണം എന്ന് പറഞ്ഞാൽ കടം വാങ്ങിട്ട് വന്നതാ. അത് തിന്നോ അത്രയും പെപ്സി കുടിച്ചിട്ട് ഇങ്ങനെ എനക്ക് പണി തരണോന്ന് ചോദിച്ചു. എന്നിട്ട് നോക്കുമ്പോ എല്ലാം നിർത്തിയിരുന്നിട്ട് ആദ്യമായിട്ടാ കണ്ടേ ചോറിനപ്പുറം പെപ്സി കുടിക്കുന്നു. നമ്മളത് സെമിയാറും ജയിച്ചിട്ടുണ്ടോ മുതല് കിട്ടിയിരുന്നു. ലാഭമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട പൈസ കിട്ടി. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ ക്രിക്കറ്റേഴ്സ് കളിക്കാർ അഡ്മിനിസ്ട്രേഷനിൽ വന്നാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, അത് ഞാന് 2001 KCL സെക്രട്ടറി പോകുന്ന സമയത്ത് അവിടെയും ഈ നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള വലിയൊരു കളിക്കാർ KCL ഭാരവാഹികളായതും മെമ്പർമാരായതും കുറവായിരുന്നു. അന്ന് കുറവാ. പക്ഷെ ഞാനൊരു ക്രിക്കറ്ററായിട്ട് അവിടെ പോയത് കാരണം എനിക്ക് നമ്മുടെ കളിക്കാരുടെ കാര്യങ്ങൾ, കളിക്കാർക്ക് എന്തൊക്കെ വേണം, കളിക്കെന്തൊക്കെ വേണം എന്നുള്ളത് വളരെ വളരെ സീരിയസ് ആയിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അപ്പൊ എന്റെ ഓരോ വാക്കുകൾക്കും അവിടെ അവർ വിലയും കൽപ്പിച്ചു. SK നായർ പ്രസിഡന്റ് ആയിട്ടും സലീം സാർ സെക്രട്ടറി ആയിട്ടും TRB ആയിട്ടും അരിയാട്ടനായിട്ടും മാത്യു ജയേഷ് എല്ലാം ഉണ്ടായിരുന്ന സമയത്തും ഞാൻ പറയുന്നത് ഇവർ ഒന്നും തള്ളിക്കളയാറില്ല. ക്രിക്കറ്റിന്റെ കൊണ്ടുതന്നെ എനിക്ക് ജൂനിയർ ക്രിക്കറ്റിന്റെ പൂർണ്ണ ചുമതല തന്നു. ജൂനിയർ ക്രിക്കറ്റ് എന്നെ പതുക്കെ ചെയ്തു. നേരത്തെ പറഞ്ഞ നാഷണൽ കോച്ചിങ് കമ്മിറ്റി ഉഷാറാക്കി, ക്യാമ്പ് നല്ല കൊടുത്ത്, സെലക്ഷൻ സുതാര്യമാക്കി. അതുകൊണ്ട് ജൂനിയർ ലെവലിൽ കേരളത്തിന് നല്ലൊരു സൈഡ് ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് കളിച്ച ഷാഹിദിനും മുസർ മൊയ്തുവിനും വിലാസൻകുട്ടി തേജസിനൊക്കെ അറിയാം. ജൂനിയർ ലെവലിൽ നിന്ന് ആ സൈഡ് കേരളത്തിന്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ നല്ല നിരന്തരമായിട്ട് അവർക്ക് ക്യാമ്പും കോച്ചിങ് കൊടുത്തു. ഒരു കളിക്കാരനുള്ള നിലയിൽ അഡ്മിനിസ്ട്രേറ്റർ ആയത് കാരണം എനിക്ക് കളിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നെറ്റ്സ് നടക്കുമ്പോൾ വൈകുന്നേരത്തെ നെറ്റ്സിൽ പോയിട്ട് കുട്ടികളെ വാച്ച് ചെയ്യാൻ പറ്റി. കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കളിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഡ്രൈവില് ഫോളോ ത്രൂ ശരിയല്ല, ബോൾ ചെയ്യുമ്പോൾ ഫോളോ ത്രൂ ശരിയല്ല, ഫുട് വർക്ക് ശരിയല്ല, ബാറ്റിന്റെ ഗ്രിപ്പ് എടുക്കുന്നത് ശരിയല്ല, ബാക്ക് ലിഫ്റ്റ് ശരിയല്ല, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ആസ് എ ബോളർ, ഒരു സ്പിന്നർ ആയിരുന്നു ഞാൻ. അതുകൊണ്ട് സ്പിന്നേഴ്സ് ബോൾ ചെയ്യുമ്പോൾ അവരെ അതിന്റെ ആർക്ക് എങ്ങനെ വരുന്നുണ്ട്, ആർക്ക് എങ്ങനെ വരുന്നു, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റും. അതാണ് അക്ഷയ് ചന്ദ്രനും സൽമാനും ഫാബിയും നമ്മുടെ ഫർസീനും ഒക്കെ കളിക്കുന്ന സമയത്ത് അവരുടെ മിസ്റ്റേക്സ് ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. സൽമാൻ നിസാറിനോടൊക്കെ ഞാൻ പലതവണയും പറയാറുണ്ട്. സൽമാനൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സൽമാനൊക്കെ അത് ഓർക്കുന്നുണ്ടാവും. അക്ഷയിനോട് പറയാറ്. അക്ഷയ് വാസ് എ ബോളർ. ബിഗിനിങ്ങിൽ അക്ഷയ് അത്ര ബാറ്റിങ്ങിൽ അത്ര നന്നായിട്ട് ക്ലിക്ക് ചെയ്തിരുന്നില്ല. അക്ഷയ് സ്റ്റാർട്ടഡ് ആസ് എ ലെഫ്റ്റ് ഹാഫ് സ്പിന്നർ. അക്ഷയ് പിന്നെ പതുക്കെ വന്നു, അതിന് കോൺഫിഡൻസ് വന്നു. പക്ഷേ ഹി വാസ് വെരി ഹാർഡ് വർക്കിംഗ്. സൽമാനും അങ്ങനെയാണ്. സൽമാന് നമ്മുടെ കൃഷ്ണറാവുവിന്റെ ക്യാമ്പിൽ കൊണ്ടുവന്നു. ഇത് ആന്ധ്രയുടെ രഞ്ജി ട്രോഫി കോച്ച് കൃഷ്ണറാവുവിന്റെ ക്യാമ്പ്, 1 month ക്യാമ്പ്. എനിക്ക് തോന്നുന്നത് സൽമാന്റെ കരിയറിലെ വലിയ ടേണിംഗ് പോയിന്റ് ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ്. പിന്നെ സൽമാൻ വാസ് വെരി ബോൾഡ് ആൻഡ് ധൈര്യമാണ്, ഡെറ്റർമിൻ ബോയ് ആണ്. ചെറിയ പയ്യനായിരുന്നു. എനിക്ക് തോന്നുന്നു 2006 11-12 വയസ്സ്. നെറ്റ്സിൽ വന്നാൽ ഫാസ്റ്റ് ബോളിങ്ങിനെ ഒരു പേടിയില്ലാതെ ഫാസ്റ്റ് ബോളിങ്ങിനെ നേരിടും. എന്നിട്ട് പറയും, സാർ സ്പീഡ് പോരാ സാർ, കുറച്ച് നല്ല സ്പീഡിൽ അടിക്കുന്നു. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് 20 യാർഡിൽ വെച്ചിട്ട് അവന് ബോൾ കളിക്കുമായിരുന്നു. അക്ഷയാണെങ്കിൽ എൻ്റെ ബോൾ ചെയ്യാൻ തുടങ്ങിയാൽ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് 1-2 മണിക്കൂർ ബോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവരെ മിസ്റ്റേക്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ബിക്കോസ് ഐ വാസ് എ പ്ലെയർ. അഡ്മിനിസ്ട്രേഷൻ വന്നത് ഞാനൊരു കളിക്കാരൻ എന്ന നിലയിലാണ് അഡ്മിനിസ്ട്രേഷനിൽ എത്തിയത്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ കളിക്കാർക്കുള്ള ആവശ്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കളിക്കാരൻ എപ്പോഴും വരണം. പക്ഷെ it is not a must that a good player should be a very good administrator. ഒരു നേരെ പറ്റും. A very good administrator cannot be a very good player always. അപ്പോൾ പക്ഷെ ഒരു പ്ലെയർ
തലപ്പത്ത് വരുന്നത് എന്തുകൊണ്ട് കുഴഞ്ഞു? ഇപ്പം തന്നെ സൗരവ് ഗാംഗുലി ബോർഡിൽ വന്നേരം ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ട് അങ്ങനെയല്ല. പണ്ട് ബോർഡിൽ എൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു, മറ്റേവരുണ്ടായിരുന്നു, നിരഞ്ജൻ ഷാ ബറോഡയിലെ. ഞാനും ജെ കെ പുറകുന്നിട്ട് വന്നാറില്ല. ഒരിക്കല് ചെന്നൈയിൽ പോയ സമയത്ത് ടാജ് കണ്ണിമാര ടാജിൽ വെച്ചിട്ട് നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. നിരഞ്ജൻ ഷാ ഒക്കെ നമ്മൾ അവിടെ വെച്ച് കണ്ടത്. അപ്പോൾ കളിക്കാർ വരുമ്പോ കളിയെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ കളിക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. കാരണം ഞാൻ ആസ് എ പ്ലെയർ ഞാൻ ഒരുപാട് സഹിക്കാം. നമുക്കൊന്നും ഒരു ഫെസിലിറ്റീസും കിട്ടിയിട്ടില്ല, കളിക്കുന്ന സമയത്തൊന്നും കിട്ടിയിട്ടില്ല. അന്നില്ലായിരുന്നു, കഴിവില്ലായിരുന്നു. അസോസിയേഷന് പൈസ തരാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ കാശില്ല. പക്ഷെ ഞാൻ അഡ്മിനിസ്ട്രേഷനിൽ വന്നുകൊണ്ട് കളിക്കാർക്ക് കുറെ ചെയ്തു കൊടുക്കാൻ പറ്റി. അവരെ TADA വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോൾ TADA കൊടുക്കാൻ തുടങ്ങി. നെറ്റ്സിൽ അവർക്ക് ബോൾ കൊടുക്കാം, ഇഷ്ടം പോലെ കൊടുക്കാം. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നിയതും ചെയ്തതും ബിക്കോസ് ബേസിക്കലി ഐ ആം എ ക്രിക്കറ്റർ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാബോട്ട. ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ല, ഒരു ക്ലബ് ഓണർ അല്ല, ഒരു ക്രിക്കറ്റ് പ്രേമി ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ താരം, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ താരം നമുക്ക് വേണമെന്നുള്ളത്. ബാബോട്ട കേൾക്കാമോ? ഓക്കെ. അപ്പം ആ ഒരു നമ്മുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മുടെ ഹോപ്പ് ഈ അടുത്ത കാലത്തെങ്ങാനും നമുക്ക് യാഥാർത്ഥ്യമായി കാണാൻ പറ്റുന്ന എന്താണ് ബാബോട്ടന്റെ ഒരു ഗട്ട് ഫീൽ? കാരണം ഒരുപാട് വർഷമായിട്ട് ക്രിക്കറ്റിനെ വളരെ ക്ലോസ് ആയിട്ട് കാണുന്ന ആളാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ആസ് എ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ആസ് എ പാരന്റ്സ് അല്ലെങ്കിൽ ആസ് അഡ്മിനിസ്ട്രേഷൻ, ആസ് ക്ലബ് ഓണേഴ്സ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ നമ്മളെ കണ്ണൂരില് ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സമ്മർസ് യൂണിറ്റ്. നമ്മളെല്ലാവരും ഒരുപക്ഷെ ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ നമ്മളെ ക്രിക്കറ്റിൽ നെഞ്ചിലേറ്റ് നടത്തുന്ന എല്ലാവരും കുതിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൽമാൻ നിസാർ, അക്ഷയ് ചന്ദ്രൻ, ഫാബിദ് പോണ്ടിച്ചേരി പോയി എന്നിരുന്നാലും ഫാബിദ് ഫറൂഖ്, ഇങ്ങനെ അതുപോലെ നമ്മളെ വനിത വരുമ്പോ അക്ഷയ്. അപ്പൊ ഇനി ഇത്രയും ആളുകളുണ്ടെങ്കിൽ ഇനിയിപ്പോ വളർന്നു വരുന്ന നമ്മളെ വരുൺ നായർ പോലെയുള്ള കളിക്കാരുണ്ട്. അപ്പോ ഈ താരങ്ങളിൽ നിന്ന് നമുക്ക് എന്തായാലും ഈ വരുന്ന ഇവർക്കെല്ലാം വളരെ നല്ല പ്രോത്സാഹനവും, കാരണം നമ്മളെ സംബന്ധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിന്നെ ഓൾറെഡി ഇവർക്കെല്ലാം നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, CDC നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതിലുപരിയായി നമ്മളെ സൗരഭ്യയും നമ്മുടെ അക്ഷയും സൗരഭ്യയും എല്ലാം തന്നെ വനിതയിൽ ഇങ്ങനെ കടന്നു വരിക. ഏതായാലും നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നേരത്തെ Under-20 ഇന്ത്യ കളിച്ചിട്ടുണ്ട് നമ്മുടെ അക്ഷയ്. അപ്പൊ ഇനി ഇപ്പം വരുൺ നായനാർ ഒരു മികച്ച താരമായി കടന്നു വരികയാണ്. അവരെ എല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ അസോസിയേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒരുപക്ഷെ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ രംഗത്ത് കാഴ്ചവെക്കുന്നുണ്ട്. നമ്മുടെ ഫിജാസ് എല്ലാവരും കൂട്ടായ്മയോട് കൂടി ഇത്തരം താരങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു വലിയ രൂപരേഖ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഈ കൊറോണ ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇപ്പൊ ഈ വനിതാ ലീഗ് ക്രിക്കറ്റ് കേരളത്തിൽ ആദ്യമായി നടത്താൻ ഞങ്ങൾ CDC തീരുമാനിച്ചു. അതിനുവേണ്ടി സെലക്ഷൻ 60 കുട്ടികൾ പങ്കെടുത്തുകൊണ്ടുള്ള സെലക്ഷൻ ട്രയൽസ് നടന്നിട്ടുണ്ട്. അങ്ങനെ 4 ടീമുകളെ തിരിച്ചുകൊണ്ട് വനിതാ ലീഗ് നടത്തി അതിൽ നല്ല താരങ്ങളെ കണ്ടെത്തി അവരെ ദേശീയയിലും അങ്ങനെ ദേശീയ അന്തർദേശീയ രംഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലെ തന്നെ നമ്മളെ നേരത്തെ സൽമാനും അതുപോലെ അക്ഷയ് ചന്ദ്രൻ കഴിഞ്ഞ നമ്മുടെ കേരളം തോറ്റെങ്കിലും ഏറ്റവും മികവ് പുലർത്തിയത് നമ്മുടെ 2 കണ്ണൂർ ജില്ല താരങ്ങളാണ്. അതുപോലെ നമ്മുടെ മസർ മൊയ്ദിനെ പറ്റി പറയാതിരിക്കുന്നത് വളരെ മോശമാണ്. കാരണം കഴിഞ്ഞ കേരളം സെമി ഫൈനലിൽ എത്തിയപ്പോൾ ഏറ്റവും നല്ല നമ്മുടെ അഭിമാനം തന്നെ എന്ന് പറയാം. നമ്മൾ മസർ മൊയ്ദ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടാണ് നമുക്ക് കേരളം വാട്ട്മോറിനൊക്കെ തന്നെ വളരെ ആശയവിനിമയത്തിൽ, കാരണം മലയാളത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരിക്കും സംസാരിക്കാൻ പഠിക്കാൻ നമുക്ക് നമ്മുടെ മസൂദിൻ അത് ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും അത് വളരെ, പക്ഷെ ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് കൂടി നമ്മളെല്ലാവരും കൈകോർത്ത് പിടിക്കുകയാണ്. ഒരുപക്ഷെ നമുക്കൊരു ഇന്ത്യൻ താരോദയം തന്നെ ഉണ്ടാകാം, അടുത്ത കാലത്ത് ഉണ്ടാകും. അതിനുള്ള ഏതായാലും ശ്രമങ്ങൾ നമ്മുടെ CDCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. സിറാജ് ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയ ഒരു കേരള ടീമിന്റെ മാനേജർ ആയിരുന്നു സിറാജ്. അതിൽ നമ്മുടെ അക്ഷയ് ചന്ദ്രനും നസീഫും ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. ആ ഒരു പര്യടനത്തെ കുറിച്ച് എന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹൗ ഡിഫറെന്റ് ഇറ്റ് ഈസ്
രണ്ടാമത്തെ ചോദ്യം, സഞ്ജു സാംസൺ ചെറിയൊരു പയ്യനായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ബിഗിനിങ് ഹിസ് കരിയർ. ആ ഒരു സമയത്ത് തന്നെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റർക്ക് വേണ്ട ക്വാളിറ്റീസ് സഞ്ജു സാംസണിൽ കണ്ടിരുന്നു ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു ആ ക്വാളിറ്റീസ്? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം സഞ്ജു അണ്ടർ 12 ബാംഗ്ലൂരിൽ വെച്ച് കളിക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ഗോവ, ഡബിൾ സെഞ്ചുറി അടിച്ചിരുന്നു. അണ്ടർ 14 അണ്ടർ 13, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട് ഏജ് ഗ്രൂപ്പ്, ബട്ട് ഇറ്റ് ഈസ് ബിലോ അണ്ടർ 14. ഡബിൾ സെഞ്ചുറി അടിച്ചു. അന്നേ സഞ്ജുവില് നല്ലൊരു ക്രിക്കറ്റർ കണ്ടിരുന്നു. പക്ഷെ ഓസ്ട്രേലിയയിൽ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ അന്നത്തെ സെക്രട്ടറി TC മാത്യുവും പ്രസിഡന്റ് TR ബാലകൃഷ്ണനും BCCIയുടെ ഗസ്റ്റായിട്ട് അവിടെ ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് മാച്ച് കാണാൻ വേണ്ടി പോയിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ ഐഡിയ അവർ വന്നത്. വൈഡോണ്ട് അപ്പം തിരിച്ചവർ വന്നേരം പറഞ്ഞു, നമുക്ക് അവിടെ ബ്രാനോഫി എന്ന് പറഞ്ഞ കോച്ച് ഉണ്ട്, നല്ല കോച്ച്, റണ്ണൌട്ട് കോച്ചാണ്, അദ്ദേഹത്തിന്റെ ക്യാമ്പ് നമ്മുടെ ടീമിന് കിട്ടുകയാണെങ്കിൽ അത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. അന്ന് മുതലാണ് കേരള ക്രിക്കറ്റിൽ അങ്ങനെ ഒരു ചിന്ത വന്നത്. അതായത് കേരളത്തിലെ കളിക്കാരെ പുറത്തയച്ച് മാച്ച് എക്സ്പോഷർ അല്ലെങ്കിൽ ക്യാമ്പ് കൊടുത്താൽ കളിക്കാർക്ക് ഗുണം കിട്ടുന്നത് തോന്നൽ. അങ്ങനെയാണ് ഞാൻ മാനേജറായി 24 അംഗങ്ങള് ബ്രിസ്ബണിൽ പോയത്. അതില് ഞാൻ നേരത്തെ നമ്മുടെ തലശ്ശേരിക്കാരായ അക്ഷയും നസീഫും ഉണ്ടായിരുന്നു, സഞ്ജു ഉണ്ട്, റൈഫി ഉണ്ട്, റോഹൻ ഉണ്ട്, അങ്ങനെ ജഗദീഷ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അനീഷ് ഉണ്ടായിരുന്നു, ഒരുപാട് അരിലാൽ, ഇങ്ങനെ ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു. സഞ്ജു നമ്മള് ക്യാമ്പ്, നല്ല ക്യാമ്പ്. കാരണം എന്ന് പറഞ്ഞാൽ നെറ്റ്സില് 2-3 നെറ്റ്സില് കളി. ഓസ്ട്രേലിയയില് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്കാർ ദേ എൻജോയ് ഗെയിം ആൻഡ് പ്ലേ. നമ്മളിവിടെ വളരെ സീരിയസ് ആയിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. നമ്മളിവൻ TV-യിലൊക്കെ കാണുന്നില്ലേ, അവര് തമാശ പറഞ്ഞ് ജോലി ഇങ്ങനെ ഇതെല്ലാം ഗ്രൗണ്ടിന്റെ അകത്ത് വരെ അങ്ങനെ ഇതായിട്ടില്ല. പക്ഷെ കളിക്കുമ്പോൾ സീരിയസ് ആയിട്ട് കളിക്കും. ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പങ്ക്ച്വാലിറ്റി ഭയങ്കരമാണ്. നമ്മളെന്ന ക്യാമ്പിൽ നമ്മുടെ നെറ്റ്സിൽ പോകുമ്പോൾ 2:30 മണി എന്ന് പറഞ്ഞാൽ 2:30 മണിക്ക് അവിടെ എത്തിയിരിക്കണം. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ ഞങ്ങൾ എത്തും. വളരെ ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ കോച്ച് അച്ചടക്കം പഠിപ്പിച്ചു. നമുക്ക് കിട്ടിയ അക്കോമഡേഷൻ ഒക്കെ ഗൾഫിലൊക്കെ ഉള്ള പോലെ ഫോട്ടോ ക്യാബിനായിരുന്നു ആദ്യം, കാരവൻ ഫോട്ടോ ക്യാബിനിൽ അതിലായിരുന്നു. ഭക്ഷണം പിന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക്, ഞാനടക്കമുള്ള നമ്മളൊക്കെ ഇവിടുന്ന് പോയിട്ട് ചോറും കഞ്ഞിയും ചോറും എല്ലാം തിന്ന് ശീലിച്ച് നമുക്ക് അവിടെ പോയിട്ട് ബർഗറും അതൊക്കെ തിന്നിട്ടുണ്ട്. കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് വളരെ സമർത്ഥമായി അരിയെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവിടുത്തെ കുക്കിനെ കൊണ്ട് നമ്മുടെ കുട്ടികൾക്കുള്ള അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മള് സെന്റർ ഓഫ് എക്സലൻസ്, നിങ്ങൾ കേട്ടാണോ സെന്റർ ഓഫ് എക്സലൻസ്? അവിടെയാണ് നമ്മുടെ ഇന്ത്യ ഓസ്ട്രേലിയ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിന് ഇന്ത്യന്ന് 4 പ്ലേയേഴ്സിന് ഓസ്ട്രേലിയയിലേക്ക് അയക്കും. ബോർഡർ ഗവാസ്കർ സ്കോളർഷിപ്പ്, അല്ലെങ്കിൽ ബോർഡർ ഗവാസ്കർ സ്കോളർഷിപ്പ്, അങ്ങനെ അതിന്റെ പേര്. പിറ്റത്തെ വർഷം ഓസ്ട്രേലിയയിൽ നിന്ന് 4 പ്ലേയേഴ്സ് വരും. അപ്പൊ ഞങ്ങൾ പോയ വർഷം നമ്മുടെ നമ്മളെ കേരള ടീം അവിടെ പോയ സമയത്ത് ഇന്ത്യന്ന് വേൾഡ് നമ്പർ 1 ബാറ്റ്സ്മാൻ നമ്മുടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി, തന്മയ് ശ്രീവാസ്തവ, പ്രദീപ് സാങ്വൻ, ധവാൽ കുൽക്കർണി, ഈ 4 പ്ലേയേഴ്സ് ഇന്ത്യന്ന് ഈ ഗവാസ്കർ ബോർഡർ സ്കോളർഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. സെന്റർ എക്സലൻസ്. അപ്പൊ നമ്മുടെ ക്യാമ്പിൽ നിന്ന്, നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ ഈ സെന്റർ ഓഫ് എക്സലൻസിൽ കൊണ്ടുപോകും. അപ്പൊ അവിടെ മാത്യു ഐഡൻ, ആന്റി ബിക്കിള്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഡേവിഡ് വാർണർ, ഇങ്ങനെയുള്ള കുറെ കളിക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ക്യാമ്പിൽ നിന്ന്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ഈ സെന്റർ ഓഫ് എക്സലൻസിലേക്ക് ഒരു 10-12 കിലോമീറ്ററിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയത് മാരുതി ഓമിനിനേക്കാളും കുറച്ച് വണ്ടി കൊണ്ടുപോയിരുന്നത് ഡേവിഡ് വാർണർ. ഡേവിഡ് വാർണർ ഈ ഇന്നത്തെ രീതിയിലൊന്നും എത്തിയില്ല. ഒരു ദിവസം ഇങ്ങനെ എന്നോട് നമ്മൾ പോകുമ്പോൾ പറഞ്ഞു, സൈൻ ബൈ നൈറ്റ് റൈഡേഴ്സ് ഫോർ IPL. ഞാൻ വിചാരിച്ചു പുള്ളി തട്ടിയായിരുന്നു. പിറ്റേന്ന് നോക്കുമ്പോൾ യാഥാർത്ഥ്യം. പക്ഷെ അസാധ്യം ബാറ്റ്സ്മാൻ ആണ് നെറ്റ്സിൽ വെച്ച് കളിക്കുമ്പോൾ ആണ് കണ്ടത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ വെച്ച് നമ്മുടെ കുട്ടികൾക്ക് കുറെ മാച്ച് എക്സ്പോഷർ കിട്ടി. ഓസ്ട്രേലിയയിലെ കുറെ ബ്രിസ്ബേണിലെ കുറെ ടീമുകളായിട്ട് കുറെ മാച്ച്. അതിലൊക്കെ സഞ്ജു സാംസൺ ആണ് സൂപ്പർ പ്ലെയർ ആയിട്ട്. സഞ്ജു അന്ന് വളരെ പയ്യനായിരുന്നു, 10, 13, 14 വയസ്സുണ്ടായിരുന്നു. അന്ന് സീനിയേഴ്സ് പ്ലേയേഴ്സ് കുറെ ഉണ്ടായിരുന്നു, ജഗദീഷും ഒക്കെ ഉണ്ടായിരുന്നു, റൈഷിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സഞ്ജു ഒട്ടുമിക്ക മാച്ചുകളിലും നല്ലോണം സ്കോർ ചെയ്തു. കോച്ചിന് വലിയ കാര്യമായിരുന്നു സഞ്ജുവിന്. അന്നേ സഞ്ജുവില് ഒരു പ്ലെയറെ ഞാനന്ന് കണ്ടിരുന്നു. സഞ്ജു ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ടു പ്ലേ ഫോർ ഇന്ത്യ. ഞാൻ പല ആളോടും പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു വന്നിട്ട് ഇവിടെയും പറഞ്ഞു. ഒരുപാട് കഴിവുകളുള്ള ഒരു പയ്യനാണ്. പിന്നെ നല്ല സ്വഭാവം, നല്ല അച്ചടക്കം, കൃത്യസമയത്ത് ഉറങ്ങണം പറഞ്ഞാൽ കൃത്യസമയത്ത് ഉറങ്ങും, കൃത്യസമയത്ത് എണീക്കും. ഭക്ഷണ കാര്യത്തിലൊന്നും യാതൊരു കംപ്ലൈന്റും ഒന്നുമില്ല. ഒരു ക്രിക്കറ്റർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും
അന്നേ സഞ്ജുവിൽ കണ്ടില്ല. സഞ്ജു എന്തായാലും ഇന്ത്യ കളിക്കുന്നുള്ള കാര്യം അന്ന് ഉറപ്പായിരുന്നു. അന്ന് ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ കിട്ടി. അത് തിരിച്ചു വന്നതുകൊണ്ട് കേരള ക്രിക്കറ്റിന് പ്രയോജനം കിട്ടി. രഞ്ജി ട്രോഫിയിൽ നല്ല പെർഫോമൻസ് കാണിക്കാൻ തുടങ്ങി കേരളം. പിറ്റത്തെ വർഷം പിന്നെ ആ ടീമിനെ ഗുജറാത്തിലും ശ്രീലങ്കയിൽ അയച്ചു, ഒരിക്കൽ പിന്നെ കർണാടകയിൽ അയച്ചു. നേരത്തെ പ്രിപ്പറേഷൻ വെൽ ഇൻ അഡ്വാൻസ് തുടങ്ങി രഞ്ജി ട്രോഫിയിൽ. ഇതിനൊക്കെ തുടക്കം കുറിച്ചത് നമ്മുടെ ബ്രിസ്ബേണിൽ ആ ടീമിന് 45 ഡേയ്സ് ക്യാമ്പിൽ 1.5 മാസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പ്രയോജനമാണ് പിൽക്കാലത്ത് കേരള ക്രിക്കറ്റിന് കിട്ടിയത്. സഞ്ജുവിനും റൈഫിക്കും റോഹനും ജഗദീഷിനും ഒക്കെ. വെരി നൈസ്. മറ്റൊരു കാര്യം എന്താ, നേരത്തെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമുഖമായിട്ട് പ്രസിക്കുന്ന പോലെ പറഞ്ഞു പോയതാണ്. എന്റെ ഒരു ബയോഡാറ്റ ഇതിലുള്ള വ്യൂസുകളെല്ലാം ശ്രമിക്കണം. കാരണം എനിക്ക് ഭാര്യയും 2 മക്കളുമാണ്. ഭാര്യയുടെ പേര് വിലാസിനിയാണ്. 2 മക്കള്, അത് ഒന്ന് ശ്രുതി ശ്രേയ. ശ്രുതി മൂത്തവള്, അവള് MCOM പഠിക്കുന്നു. രണ്ടാമള് BCOM പഠിക്കൊണ്ടിരിക്കുന്നതാണ്. അവള് ലോജിസ്റ്റിക് സെക്കൻഡ് റാങ്ക് ഉണ്ട്. പിന്നെ അതുപോലെ മറ്റ് എല്ലാ ഇതായിട്ടും അവള് പ്രാക്ടീസിന് പോയി. അതായിരുന്നു എന്റെ ബയോഡാറ്റ. ഞാനത് പറയാൻ വിട്ടുപോയി. പിന്നെ നമ്മുടെ ക്ലബിന്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നെറ്റ്വർക്ക് ക്ലബിന് 3 തലമുറകളെ ഇവിടെ ഞാൻ കടന്നു വരികയാണ്. ആദ്യമായി നമ്മളെ ഏഷ്യയിലെ നമ്പർ 1 വാർമച്ചാട്ടക്കാരനായ നമ്മളെ ശേഖുവട്ടൻ. അതേപോലെ രണ്ടാമത് നമ്മളെ ഉച്ചുമൽ ശശിയെ പറ്റി 2 വാക്ക് പറയാതെ നമ്മൾ പോകും. കാരണം ഉച്ചുമൽ ശശി എന്ന് പറയുമ്പോൾ അന്ന് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ബോളറാണ്. അവനാണ് നമ്മുടെ തുരുപ്പ് ശീലം. അവനില്ലെങ്കിൽ നമ്മൾ ടീം നോക്കൂ എന്തായാലും. കാരണം അവൻ ഒരു ഫസ്റ്റ് സ്പെല്ല് എറിയുമ്പോൾ തന്നെ മറ്റ് ടീമിന്റെ ഒരു 4-5 വിക്കറ്റ് അവനെടുത്തു. എന്നും മെമ്മറിയിൽ നിൽക്കുന്ന ഒരു ഓർമ്മ എൻ്റെ അടുത്തുള്ളത്. അന്ന് നമ്മളെ പഴയ കാലത്ത് പിന്നെ കാസർഗോഡ് ടീം ഉണ്ടായിരുന്നു. അന്ന് കാഞ്ഞങ്ങാട് ക്രിക്കറ്റ് ക്ലബ് ഉണ്ടായ ഒരു കളിയായി ഞാനും അന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അന്ന് ഞാനും കളിച്ചു. ഞാന് ഒരു 3-4 കൊല്ലം പിന്നെ ലീഗ് കളിച്ച ഒരു താരം തന്നെയാണ്. അപ്പൊ കളിക്കുമ്പോൾ ഒരു ചെറിയൊരു സന്ദർഭം ഞാൻ പറയാണ്. അന്ന് 8ാമതാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. പക്ഷേ നേരത്തെ 60 റൺസിന് നമ്മൾ 8 വിക്കറ്റിന് 60 റൺസ് എന്ന നിലയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ബാറ്റിംഗ് കളിക്കുന്നത്. അപ്പൊ കാഞ്ഞങ്ങാടിലെ ക്യാപ്റ്റനും മറ്റേവരെല്ലാം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ നേരത്തെ ഇറങ്ങാതെ എന്താണ്? കാരണം ഞാൻ 2 കോൺസിക്യൂട്ടീവ് ബൗണ്ടറി അടിച്ചു. പിന്നെ രണ്ടാമത്തെ ഓവറിൽ പിന്നെയും ബൗണ്ടറി അടിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോ അവര് പറഞ്ഞു നിങ്ങൾ നേരത്തെ ഇറങ്ങാറുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ പിന്നെ ഫീൽഡ് ചെയ്യുന്നപ്പോ ഒരു ബാറ്റ്സ്മാൻ ഉയർത്തി ഏകദേശം ഒരു 100-150 മീറ്റർ ഉയരത്തിൽ അടിച്ച ഒരു ബോള് വളരെ ലോകം അങ്ങ് ഡീപ്പിൽ ഞാൻ ഫീൽഡ് ചെയ്യുകയായിരുന്നു. അവിടെ ഫീൽഡ് ചെയ്യുന്നപ്പോ സൂര്യകിരണങ്ങൾ എന്റെ പിന്നെ കണ്ണിന് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താണ് ആ ബോള് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ പോലും വിശ്വസിച്ചില്ല. പക്ഷെ വളരെ ഭാഗ്യവശാൽ ആ ക്യാച്ച് എടുത്തുകൊണ്ട് എല്ലാ പ്ലേയേഴ്സും വാരി വന്ന് എന്നെ തുടർന്ന ആ രംഗം ഞാൻ ഇന്നു പോലെ ഓർക്കുകയാണ്. അത് വലിയൊരു ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു എന്താണ് മറക്കാനാവാത്ത ഒരു സന്ദർഭമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഒരു ഓൾ കേരള ടൂർണമെന്റ് നടത്തിയിരുന്നു തലശ്ശേരി മുനിസിപ്പാലിറ്റി. അന്ന് സ്റ്റുഡൻസ് ആണ് ഞങ്ങളെ എതിരാളി. സ്റ്റുഡൻസുമായി കളിക്കുമ്പോൾ ഏകദേശം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സും സ്റ്റുഡൻസും അന്ന് തലശ്ശേരിയിലെ എന്ന് പറയേണ്ട എല്ലാരെയും വിറപ്പിക്കുന്ന 2 ടീമാണ്. ആ ടീമില് അറ്റ് വൺ സ്റ്റേജ് 38 for 7 wickets. ആ സമയത്താണ് മൂന്നാട്ടം കടന്നു വരുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് മൂന്നാട്ടം കടന്നു വരുന്നു. ശശി 7 വിക്കറ്റ് ഓൾറെഡി ശശി ബോൾഡ് ആക്കി, 5 ബോൾഡ് 2 ക്യാച്ച്. അങ്ങനെ ശശിയുടെ സ്പെല്ല് കഴിഞ്ഞപ്പോഴാണ് മൂന്നാട്ടം വരുന്നത്. മൂന്നാട്ടം വന്ന് നമ്മളെ ശശിയുടെ സ്പെല്ല് കഴിഞ്ഞപ്പോഴാണ് മൂന്നാട്ടം വരുന്നത്. അപ്പൊ 37-ന് 6 വിക്കറ്റ് എന്ന സമയത്താണ് ഇയാൾ വന്ന് മറ്റ് സഹതാരങ്ങളുമായി ഏകദേശം 126 റൺസ് എടുത്തു. നമ്മള് ജയിച്ചു. അല്ല സ്റ്റുഡൻസിലെ ആൾക്കാരെല്ലാം ഇങ്ങനെ ഭയങ്കര ബോൾ എങ്ങനെ പിടിച്ചു കിട്ടുന്ന ശശിന്റെ ബോൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഇടുമെന്ന് പറഞ്ഞ് ഞാൻ സ്കോററാണ്. ഞാൻ സ്കോർ ചെയ്യുന്ന സമയത്ത് ഓരോ ഔട്ട് ഉണ്ടാകുമ്പോൾ ഞാനൊരു ഫീൽഡർ എന്ന നിലയിൽ അവിടെ ഔട്ട് ചെയ്ത് വിളിച്ചു പറയുന്നവര് ഔട്ട് ഞാനാണ് അപ്പീൽ ചെയ്യുന്നുണ്ടാകുക. അപ്പൊ എല്ലാവരും പുറത്തുള്ള ആൾക്കാരെ നോക്കുമ്പോൾ ഞാൻ ജാളിയതോടെ ഞാൻ എന്റെ മിസ്റ്റേക്ക് ഉണ്ടാകുമായിരുന്നു. അന്ന്
നമ്മളെ ഭാഗത്തുള്ള സ്കോർ ഞാനാണ് അന്ന് എഴുതുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. അതേ സമയത്ത് 100-105 റൺസ് 126 റൺസാണ് നമ്മൾ എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ 105 റൺസ് നമ്മൾ ഓൾ ഔട്ട് ആയി. പ്രാവശ്യം നമുക്ക് ഓൾ കേരള ടൂർണമെന്റിന്റെ സ്റ്റുഡൻസ് തോൽപ്പിക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മളെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതാണ്. അപ്പൊ നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ നെട്ടൂരിന്റെയും മറ്റേ അന്ന് മറ്റേ ധർമ്മടം ക്രിക്കറ്റ് കമ്മിറ്റി എല്ലാം കളി കാണുന്ന ആളുകൾ രണ്ട് ഭാഗത്തുനിന്നും വലിയ ആളുകളുടെ നിര, എല്ലാ പ്രാദേശികമായ ആളുകളും ഈ ഗ്രൗണ്ടിൽ വന്ന് ഒരു ഉത്സവ തിമിർപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന കാഴ്ചകളാണ്. അപ്പൊ അതെല്ലാം വലിയ ഓർമ്മകളാണ്. പിന്നെ മറ്റൊരു കാര്യം, മാർക്കർ മുഹമ്മദ് ഖാൻ, അസ്കർ, ഇവർ രണ്ടുപേരും ഗ്രൗണ്ട് ഫീൽഡ്, അതായത് ഒരു കാലത്ത് അസ്കർ ആയിരുന്നു നമ്മൾ ഈ ക്രിക്കറ്റിന് മുഴുവൻ. അദ്ദേഹം എംപയർ ആവും, പിന്നെ മാച്ച് ഒരുക്കുന്ന അദ്ദേഹമാണ്, എല്ലാം തന്നെ അദ്ദേഹമായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടാണ് ഇസാക്ക പിന്നെ അദ്ദേഹത്തെ ഉണ്ടാക്കിയത്. അതുപോലെ മാർക്കർ മുഹമ്മദ് മരണപ്പെട്ടു പോയി. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പഴയകാല ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോ നമ്മുടെ പൂർവിക മുൻഗാമികളായ നമ്മുടെ ജസ്റ്റിസ് ബഷീർ, അതുപോലെ നമ്മളെ ബാബു അച്ചാരത്ത്, ജെ കെ സാർ എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ ജെ കെ സാറ് വന്നാണ് ഒരു സുവർണകാലം എന്ന് തന്നെ പറയാം. TDCയുടെ സുവർണകാലമാണ് ജെ കെ സാറും സിറായിക്കും തമ്മിലുള്ള ടീം വർക്ക് നമ്മുടെ ഒരു സുവർണകാലം തന്നെ എന്ന്. കാരണം ബൈസെൻട്രി മാച്ച് നേരത്തെ സിറായിക്കോട് സൂചിപ്പിച്ചപ്പോൾ തന്നെ ആ ബൈസെൻട്രി മാച്ച് ഒരുപക്ഷെ ജെ കെ സാർ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള സ്വാധീനവും ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനമാണ് നമുക്ക് ആ ബൈസെൻട്രി മാച്ച് ഉണ്ടായത്. ഒരു ഉത്സവച്ചായ, ഒരുപക്ഷെ നമ്മുടെ തലശ്ശേരി കണ്ട ഏറ്റവും ആളുകൾ കൂടിയ ഒരു ക്രിക്കറ്റ് മാമാങ്കത്തിന് നാന്ദി കുറിച്ചത് നമ്മുടെ ജെ കെ സാറും നമ്മുടെ ടൈമിലായിരുന്നു. അതെല്ലാം തന്നെ ഇന്നത്തെ ഓർമ്മകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ ഓർമ്മകൾ നമ്മുടെ ഇന്നത്തെ. അതുപോലെ തന്നെ വേറെ ഒരു ദുഃഖം എന്നാണ്, കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയപ്പോ എനിക്ക് ഒരു വലിയൊരു ദുഃഖമാണ്. എനിക്ക് അനൗൺസ്മെന്റ് ചെയ്യാൻ പറ്റില്ല, പ്രസിഡന്റ് അനൗൺസ്മെന്റ് ചെയ്യാൻ പറ്റില്ല. വാശിയേറിയ ഇപ്പൊ ബ്രദേഴ്സും സീക്രട്സും നടക്കുന്ന ഒരു മാച്ച് കഴിഞ്ഞ പ്രാവശ്യം നടന്നു. ഞാൻ ഒരുപക്ഷെ ബ്രദേഴ്സ് തോക്കാൻ പോകുന്ന സമയത്ത് ഇസാഖാന്റെ കൂടി ഉണ്ടായിരുന്നു. അവിടെ ആവേശകരമായ കമന്ററി നടത്തി മറ്റു ടീം തോക്കാനിട വന്നു. കാരണം ആ ഒരു അൺസർട്ടനിറ്റിയാണ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് പറയുന്നത് ഈ ക്രിക്കറ്റ് സീരിയലൂടെ നമ്മുടെ ഈ സംസാരം വീശുവഴിക്കുന്ന എല്ലാ ക്രിക്കറ്റിന്റെ നെഞ്ചിലേറ്റ് നടക്കുന്ന എല്ലാ ആളുകൾക്കും ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നത്. താങ്ക് യു ബാബുട്ടാ. സിറാജ് കാക്ക് വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഓഡിയൻസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കാര്യം ഞാൻ നമ്മുടെ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ തലശ്ശേരിക്കാരനല്ലെങ്കിലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം. മമ്മൂക്ക, നമ്മുടെ സ്നേഹപൂർവ്വം മുഹമ്മദ് ഇബ്രാഹിം ജെകെയുടെ ഒക്കെ കൂടെ കളിച്ചാണ്. നമുക്കൊക്കെ അറിയാം റിവേഴ്സിംഗിന്റെ സുൽത്താനായിരുന്നു വസീം അക്രമും, വക്കാർ യൂനിസ്, പിന്നെ ഇപ്പോഴത്തെ ജിമ്മി ആൻഡേഴ്സൺ, പിന്നെ നമ്മുടെ കപിൽ ദേവ്. ഇവരൊക്കെ റിവേഴ്സിംഗ് അറിയുന്നതിന്റെ മുമ്പേ 1970s റിവേഴ്സിംഗ് മമ്മൂക്ക് അറിയായിരുന്നു. അദ്ദേഹം ഒരിക്കലും പ്രസന്ന പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനും എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു മമ്മൂക്ക ലാസ്റ്റ് എൻഡില്. അപ്പം അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞു, യു കം ആൻഡ് പ്ലേ ഫോർ കർണാടക ഓർ within a year I will make you to play for India. നല്ല ബോളറായിരുന്നു മമ്മൂക്ക. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ നമ്മുടെ MM പ്രദീപ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സൗത്ത് സോൺ സ്കൂൾസ് കളിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കളിക്കാരുണ്ട്, ഓർമ്മകൾ ഒരുപാടുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ കളിച്ച പഴയ നിങ്ങളുടെ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ നല്ല ഒരുപാട് ക്രിക്കറ്റ് കളിച്ചു വളർന്നതാണ്. അറിയാൻ നിന്നാല് അന്ന് ചരിത്രം ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഓഡിയൻസ് ഷംറാസ് പറഞ്ഞതുപോലെ ഓഡിയൻസ് ക്വസ്റ്റ്യനിലേക്ക്. താങ്ക്സ്. വളരെ നല്ല മെമ്മറീസും സ്റ്റോറീസും ആണ് രണ്ടുപേരും ഷെയർ ചെയ്തത്. ഒരുപാട് രസകരമായ ഒരു കാര്യം കൂടി വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു. ഹലോ സമറസ്, നമ്മളെ പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ നമ്മളെ മധുമാഷ് 8 വർഷം നമ്മളെ കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അമരക്കാരനായിരുന്ന മധുമാഷ് ഏറെ ക്രിക്കറ്റിലധികം സംഭാവന. അദ്ദേഹത്തിന്റെ വാഗ്മിയാണ്. അദ്ദേഹം മറ്റേ എല്ലാ കാര്യങ്ങളിലും നമ്മളെ CDCയുടെ ഒരു എന്താ പറയണ്ടേ ഉപദേഷ്ടാവും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൂടിയും സേവനങ്ങൾ ഞാൻ ഈ കാര്യത്തിൽ നന്ദിയോടെ സ്മരിക്കും. താങ്ക് യു. നമുക്ക് ഞാൻ ഐ ആം വെരി പ്രൗഡ്. എന്താന്ന് വെച്ചാൽ എനിക്ക് അഭിമാനിക്കാം.
ഞാൻ സെക്രട്ടറി ആയിരുന്ന 2 ടേമിലും ഒരു ടേമിൽ JK ഇന്ത്യൻ ടീമിനെ ആദ്യമായി ഇന്ത്യൻ സ്കൂൾ ടീമിനെ ആദ്യമായി കളിച്ച വ്യക്തി കേരളക്കാരൻ. രണ്ടാമത്തേത് കേരളത്തിന് രഞ്ജി ട്രോഫിയിൽ കേരളത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യമായി വിജയം സമ്മാനിച്ച നമ്മുടെ ബാബു അച്ഛ. ഇങ്ങനെയുള്ള 2 പ്രശസ്തരായ ആളുകളുടെ കൂടെ സെക്രട്ടറി ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഐ എം വെരി പ്രൗഡ്. ഐ എം റിയലി പ്രൗഡ്. ശരിക്കും നമുക്ക് ഒരുപാട് പേർക്ക് കണ്ണൂർ ക്രിക്കറ്റിന്റെ ഹിസ്റ്ററി അറിയെങ്കിലും കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഹിസ്റ്ററിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇന്നാണ്. അതോടെ നമുക്ക് ഓഡിയൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓഡിയൻസ് ക്വസ്റ്റ്യൻ സ്പോൺസർ ചെയ്യുന്നത് ലുഡിസ് സ്പോർട്സ് വെയർ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫലീലിൻ്റെതാണ്. ഫലീൽ, സിറാജ് കയുടെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറയാം. നേരത്തെ സിറാജ് ക പറഞ്ഞ പോലെ ആന്ധ്രയിൽ നിന്നുള്ള ഒരു കോച്ചിനെ മുമ്പ് തലശ്ശേരി കൊണ്ടുവന്നിരുന്നു. ഇപ്പൊ നമുക്ക് തലശ്ശേരി തന്നെ ഹോം ഗ്രോൺ ആയിട്ടുള്ള മസർ, ഡിജു, രാഹുൽ എന്നിങ്ങനെയുള്ള ഒരുപാട് നല്ല കോച്ചസ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇപ്പോഴും പുറത്തുനിന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒരു കോച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുതിയൊരു പെർസ്പെക്റ്റീവ്, നമ്മുടെ പ്ലേയേഴ്സിനെ കുറിച്ച് പുതിയൊരു പെർസ്പെക്റ്റീവ് കിട്ടും, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് സിറാജ് കാക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു കോച്ച് ആരായിരിക്കും? നല്ലൊരു ചോദ്യമാണ്. കാരണം കോച്ച് നമ്മളിപ്പം മസറെല്ലാം നല്ല കോച്ചാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു മസർ അനൂപൊക്കെ എന്റെ സമയത്ത് വന്നതാണ്. എന്റെ സമയത്ത് എനിക്ക് കൊണ്ടുവന്നതിൽ സന്തോഷമുണ്ട്. അവരൊക്കെ മസറൊക്കെ നല്ല കോച്ചാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ മസർ, ഡിജു ഇവരെ കുറിച്ചൊക്കെ ഉണ്ട്. രാഹുലൊക്കെ നല്ല എല്ലാവരും അഭിപ്രായം. പക്ഷെ നമ്മൾ പുറമെ നമ്മളിപ്പം മസർ ഇവിടെ നമ്മുടെ കുറച്ച് കുട്ടികളെ കോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിജു കോച്ച് ചെയ്യുന്നു, രാഹുൽ കോച്ച് ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് ചിലപ്പോൾ എടുക്കില്ല, കുറച്ചൊരു ഇൻകൺവീനിയൻസ് കാണിക്കും. കാരണം നമ്മുടെ ആൾക്കാരല്ലേ, മസർക്കല്ലേ, മസർ സാറല്ലേ, അല്ലെ ഡിജു ഏട്ടനല്ലേ, രാഹുൽ ഏട്ടനല്ലേ എന്ന് തോന്നുന്നു. ഇതിന്റെ മുമ്പ് ഞാനിങ്ങനെ ആന്ധ്രയിൽ നിന്ന് നമ്മുടെ കൃഷ്ണാവ് വന്നു. അന്നും അസിസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവർ ഈ പുറമേ നിന്നുള്ള കോച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കളിക്കാർ പുറമേ നിന്നുള്ള കോച്ച് എന്ന് പറയുമ്പോൾ അവർക്ക് ഇതിന് കോച്ചാണ്. ഒരുപക്ഷെ മസറിന്റോ അല്ലെങ്കിൽ ഡിജോന്റെ ഒന്നും ആ കാലിബറോ അല്ലെങ്കിൽ അത്രമാത്രം ഇതൊന്നും ഇല്ലാത്ത കോച്ചായിരിക്കും. പക്ഷെ പുറമേ നിന്നൊരു കോച്ച് വരുമ്പോൾ ഇവര് കുറച്ച് സീരിയസ്, കാരണം നമ്മുടെ കോച്ച് ചെയ്യാൻ ആന്ധ്രയിൽ നിന്ന് കോച്ച് വരുന്നുണ്ട്. അപ്പൊ സീരിയസ്നെസ് അവര് കുറച്ചും കൂടി നന്നാവും. കളിയോടുള്ള പങ്ക്ച്വാലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ വരുന്നുണ്ടാവും. ഇവരെ ഈ മസറിനൊക്കെ കോച്ചായാൽ പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ സീരിയസ്നെസ് കളിക്കാർക്ക് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി ഒരു പടി മുന്നോട്ട് പോകും. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അന്ന് നമുക്ക് അങ്ങനെ ഇപ്പൊ മസർ KCA ക്വാളിഫൈഡ് കോച്ചാണ്, രഞ്ജി ട്രോഫി അസിസ്റ്റന്റ് കോച്ചായിട്ട് നല്ല പെർഫോമൻസ്, സെമി ഫൈനലിൽ എത്തിയ ടീമിന്റെ കോച്ചായി. അതുപോലെ ഡിജുദാസ് വയനാട് ടീമിന്റെ ജൂനിയർ ലെവലിൽ നല്ല കോച്ചായി. രാഹുലും ഡിസ്ട്രിക്ട് ടീമിനും സോണിനൊക്കെ നല്ല കോച്ചായിട്ട് നല്ല പെർഫോമൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഇവരെന്ന ധാരാളമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്റ്റഫിന് ഇവരെന്നല്ല പുറമേ നിന്നുള്ള. പക്ഷെ പുറമേയുള്ള കോച്ചിനെ കൊണ്ടുവരേണ്ട അവസരം കിട്ടുകയാണെങ്കിൽ അത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇപ്പൊ നമുക്കിപ്പോ കേരളത്തില് നമ്മളിപ്പം ഡേവ് വാട്ട്മോറിനെയും പണ്ട് ഹരിഹരനെയൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ, ഹരിഹരനൊക്കെ കോച്ചിൽ ഇപ്പൊ നമുക്ക് ടിനു ഹന്നാനല്ല കോച്ച്. നമ്മൾ ഡേവ് വാട്ട്മോർ പോയാലും നമ്മളിപ്പം ടിനു വന്നു. അപ്പോൾ ലോക്കൽ കോച്ചസ് മോശമൊന്നല്ല, ലോക്കൽ കോച്ചസ് എന്നല്ല. പക്ഷെ വേറൊരു കോച്ച് വരുമ്പോൾ കളിക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറും, അവരുടെ അപ്രോച്ച്, അതായത് ക്യാമ്പിനോടുള്ള അപ്രോച്ചിൽ ചെറിയൊരു മാറ്റം വരും. അതാണ് എനിക്ക് പറയാൻ. വെരി ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്ടീവ് സിറാജ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സിറാജ് കയുടെ റെക്കമെൻഡേഷൻ ആരായിരിക്കും? ഏത് കോച്ചിനെ കൊണ്ടുവരണം എന്നായിരിക്കും? അല്ല, അങ്ങനെ നമുക്കിപ്പോ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ ക്രിക്കറ്റിനെ കുറിച്ച് ഒരുപാട് അറിവുള്ള, ക്രിക്കറ്റ് ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് സിറാജ് കയുടെ ഒരു അഭിപ്രായം, ദാറ്റ്സ് ഓൾ. അല്ല, നമ്മളിപ്പം കൃഷ്ണറാവു വാസ് എ വെരി ഗുഡ് കോച്ച്. ഞാൻ അദ്ദേഹത്തിന് ഒരു മാസം അയാളോട് മസറിനും അറിയാം, അദ്ദേഹം നല്ല കോച്ചായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ബിജു KCയുടെ ബിജു നല്ല തലശ്ശേരിയിൽ അണ്ടർ-14 കോച്ച് ചെയ്താണ് ഞാൻ എന്റെ സമയം. ബിജു നല്ല കോച്ചാണ്. ഫീൽഡിംഗ്, കേരള ക്രിക്കറ്റിന്റെ ഫീൽഡിങ്ങിന്റെ പ്ലേയേഴ്സിന്റെ ഫീൽഡിങ്ങിലുള്ള ഇതേ മാറിയത് ബിജു ആയതാണ്. സ്ലൈഡിങ്ങും ഡൈവിങ്ങും ഒക്കെ നമ്മുടെ പ്ലേയേഴ്സിൽ പഠിച്ചത് ബിജുവിലൂടെയാണ്. ഞാൻ നേരിട്ട് കണ്ടതാണ്. അണ്ടർ-14 മുതൽ ബിജുവിനെ എനിക്കറിയാം, ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. ആ ഫീൽഡിംഗ് അപ്രോച്ച്, ഫീൽഡിംഗ് കംപ്ലീറ്റ് മാറ്റിമറിച്ചത് ബിജുവാണ്. അപ്പം ബിജുവിനെ പോലുള്ള ആൾക്കാരുണ്ട്. ബാറ്റിംഗ് ഉണ്ട്. ഫിറോസ് റഷീദിന്റെ മോശമല്ല. രാജഗോപാൽ നമ്മുടെ നല്ലതായിരുന്നു. അതൊക്കെ നമ്മളെ ലോക്കൽ കോച്ച്. രാജഗോപാൽ നല്ല കോച്ചാണ്, ഫിറോസ് റഷീദ് നല്ലതാണ്, സുനിൽ ഓയാസിസ് നല്ലതാണ്. ഇപ്പൊ അജയ് കുഴവയും വന്നിട്ടുണ്ട്. അജയ് കുഴവയും ഓൾസോ എ ഗുഡ് കോച്ച് ഐ ബിലീവ്. ഇങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ പുറമേ നിന്നൊരു കോച്ചിനെ കൊണ്ടുവരാം. അത് വെദർ ഇറ്റ് ഈസ് കൃഷ്ണറാവു ഓർ സംബഡി ഫ്രം കർണാടക. നമ്മളൊരു ക്യാമ്പിൽ കർണാടകയിൽ നിന്ന് മൻസൂർ അലിഖാനെ കൊണ്ടുവന്നു. മൻസൂർ അലിഖാനും പിന്നെ ശശികാന്തിനാണ്. പഴയ കർണാടക ഓപ്പണർ ഉണ്ടായിരുന്നു ശശികാന്ത്. റോജർ ബിന്നിയാണ് കേരളത്തിനെതിരെ ഇപ്പോഴത്തെ ഓൾ ഇന്ത്യ റെക്കോർഡ് ഹോൾഡർ ഓപ്പണിംഗ്. കാരണം അവർ രണ്ടാളും കൂടി പണ്ട് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ
ഡബിൾ സെഞ്ചുറി അടിച്ചു. കർണാടക 480 അങ്ങനെ എന്തോ നോ ലോസ് ഡിക്ലെയർ ചെയ്തു. അന്ന് ശിവേട്ടനും നമ്മുടെ സത്യേന്ദ്രനൊക്കെ ഇവരൊക്കെ കളിക്കുന്ന സമയത്ത് ആരെല്ലോ കളിക്കുന്നുണ്ട്, ശിവേട്ടനുണ്ടോ എന്നറിയില്ല, വേറെ നമ്മുടെ ഫിറോസും ഇവരൊക്കെ നാരായണൻകുട്ടിയൊക്കെ കളിക്കുന്ന സമയത്ത് 480 നോ ലോസ് അടിച്ചു. കേരളം 2 ഇന്നിങ്സിലും ഓടിയിട്ട് 280 300 അങ്ങനെ ഇന്നിങ്സിലും 10 വിക്കറ്റിലും ജയിച്ച ടീമിൽ അങ്ങായിരുന്നു ശശികാന്ത്. ശശികാന്തിനെ നമ്മൾ കൊണ്ടുവന്നിരുന്നു. ഇവിടെ ശശികാന്തിന്റെ കാരവൽ അക്കാദമി തലശ്ശേരിയിൽ നടത്തിയിരുന്നു. നല്ല കോച്ചുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോച്ചിനെ കൊണ്ടുവരാം. അത് മസർ നോസ് ബെറ്റർ ദാൻ മീ. മസറിന്റെ ഇപ്പൊ ഒരുപാട് കോച്ചസ് ആയിട്ടും മറ്റുള്ള ആൾക്കാരായിട്ട് പരിചയമുണ്ട്. മസറിന് ഞാനിപ്പോ സീരീസ് ഒക്കെ പറഞ്ഞു എന്നുള്ളൊരു കോച്ചിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ടേക്ക് ദ ഒപ്പീനിയൻ ഓഫ് മസർ. കാരണം ഇപ്പോഴത്തെ കോച്ചസ് ആരാണ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉള്ളത് എന്നുള്ളത് മസറിന് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എക്സലന്റ് പോയിന്റ്. ഇൻഫാക്ട് ബിജു സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ വിമൻസ് ടീമിന്റെ ഫീൽഡിംഗ് സ്റ്റാൻഡേർഡും ഒരുപാട് മാറിയത് ബിജു സാർ കോച്ചിങ് അസൈൻമെന്റ് എടുത്തതിനു ശേഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാബോട്ടിനോടാണ്. ബാബോട്ട ഫലീലിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ബാബോട്ടിനുള്ള ചോദ്യം ഇതാണ്. ഫലീല് എല്ലാവർക്കും അറിയാം തലശ്ശേരി ക്രിക്കറ്റിൽ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഫലീല് ബാബോട്ടിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എന്ന് വെച്ചാൽ ലീഗ് മത്സരം ഫലീലിന് ഓർമ്മയുള്ളിടത്തോളം കാലം ഏത് ലീഗ് മത്സരമാണെങ്കിലും എല്ലാ സീസണിലും ലീഗ് മത്സരം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ലീഗ് മത്സരത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ബാബോട്ടിന് അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടാവും. അതിപ്പം സമ്മാനം കൊടുക്കാനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എന്തായാലും ബാബോട്ടൻ ഗ്രൗണ്ടിൽ ഉണ്ടാവും. ഇത്രയും വർഷമായിട്ട് ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റുന്നു എന്നാണ് ഫലീലിന്റെ ചോദ്യം. ബാബോട്ട ശരിയാ. താങ്ക് യു ഫലീൽ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതില്ല ആദ്യമായിട്ട്. കാരണം നമുക്കറിയാം നമ്മുടെ നേരത്തെ പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ ലീഗ് സബ് കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ഏറെ കാലം ഞാൻ കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സേവിച്ചു. അപ്പോ ഈ സമയങ്ങളെല്ലാം തന്നെ എല്ലാ ടീമുകളെല്ലാം രാവിലെ തന്നെ എത്തും. അപ്പൊ 2 ടീമുകളുടെയും പ്ലേ സ്റ്റേഷൻ കാര്യങ്ങളെല്ലാം വാങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ഒരുവിധം ഇതിന്റെ എല്ലാ കാര്യങ്ങളും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2001 ശേഷം, കാരണം നമ്മൾ സാമ്പത്തികം ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അതിനുശേഷമാണ് നമുക്ക് നേരത്തെ സിറാഖ് പറഞ്ഞ പോലെ നേരത്തെ 2001 ശേഷമാണ് നമുക്ക് ഒരു ലീഗില് ഇത്രമാത്രം ഞാൻ പ്രസന്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കളിക്കാരും അതുപോലെ ക്ലബുകളോട് അവരെയോട് എപ്പോഴും നീതി പുലർത്തണം. അവർക്ക് എന്തെല്ലാം ക്രിക്കറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്റെ എളിയ സേവനം ഉപയോഗപ്പെടുത്തുക, വളരെ നല്ല പോയിന്റ് ആണ്. പ്ലേയേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക, ഇതായിരുന്നു എന്റെ ശരിയായ ലക്ഷ്യം. താങ്ക് യു. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സിറാജ് ഖാന്റെ ഫസ്റ്റ് ആൻസർ പറഞ്ഞോളൂ. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ തലശ്ശേരിയിൽ നിന്ന് ഒരുപാട് നല്ല ഫസ്റ്റ് ക്ലാസ് കളിക്കാൻ ക്വാളിറ്റിയും ടാലന്റും പൊട്ടൻഷ്യലും ഉണ്ടായ ഒരുപാട് പ്ലേയേഴ്സ് ആ ഒരു ടാലന്റ് ഫുൾഫിൽ ചെയ്യാതെ പല ആവശ്യങ്ങളും, അതിപ്പം ജോലി സംബന്ധമായിട്ടോ അല്ലാണ്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് കളി നിർത്തിയിട്ട് പോവുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് തലശ്ശേരിക്കാരുടെ ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡാണ്, ഗെയിമിനെ സീരിയസ് ആയിട്ട് കാണാത്തത് കൊണ്ടാണെന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായവും ഉണ്ട്. അതിനോട് നിങ്ങൾ യോജിക്കുന്നോ? അഥവാ യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ നമ്മുടെ കറന്റ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനിൽ വരുന്ന പ്ലേയേഴ്സിനെ നമ്മളിങ്ങനെ അവരുടെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാതെ പോയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? സിറാജ് പറഞ്ഞോളൂ. അത് ശരിയല്ല. അതായത് ആറ്റിറ്റ്യൂഡ്, കാഷ്വൽ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് പോയതെന്ന് പറയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ തലശ്ശേരി ക്രിക്കറ്റിന്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറഞ്ഞത് ബ്രണ്ണൻ കോളേജാണ്. ഈ കോളേജുകൾ വെച്ച് പ്രീ ഡിഗ്രി പോയതോട് കൂടിയിട്ട് ക്രിക്കറ്റ് മാത്രമല്ല എല്ലാ സ്പോർട്സിനും വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പ്രീ ഡിഗ്രിയിലാണ് ഒരു കളിക്കാരൻ വരിക. പ്രീ ഡിഗ്രി വന്ന് പിന്നെ ഡിഗ്രി എത്തി എന്നപ്പോൾ ഫൈനൽ ഇയർ ആകുമ്പോൾ ഏകദേശം തീരും. പിന്നെന്ന് പറഞ്ഞാൽ അന്ന് ക്രിക്കറ്റിന് ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിക് സെക്ടറിലോ ഒന്നും വലിയ ഇല്ല. കേരള ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബോട്ടമായിരുന്നു ഇന്ത്യയിലെ. ഇപ്പം ആദ്യത്തെ ഒരു 6 ടീമിനെ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് കേരള ക്രിക്കറ്റ് വരുന്നുണ്ട്. പണ്ട് കാലത്ത് ഏറ്റവും ബോട്ടം കേരള ക്രിക്കറ്റ്. മറ്റുള്ള സ്റ്റേറ്റുകളായിട്ട് നോക്കുമ്പോൾ ബോംബെ, ചെന്നൈ, തമിഴ്നാട്, കർണാടക, ഹൈദരാബാദ് ഒക്കെ ആന്ധ്രയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ടീം വൈസ് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും താഴെയാണ്. അപ്പം കേരളത്തിലുള്ള ഒരു കളിക്കാരന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ അല്ലെങ്കിൽ നല്ല ജോലി സമ്പാദിക്കാനൊക്കെ അന്ന് പ്രയാസമായിരുന്നു. കാരണം രഞ്ജി ട്രോഫിയിൽ അന്ന് സൗത്ത് സോൺ മാച്ചസ് ആണ്. ഞാൻ പറഞ്ഞത് ജൂനിയർ ലെവലല്ല, സൗത്ത് സോൺ മാച്ചസ് ആണ്. 4 മാച്ച് കളിക്കും. 4 മാച്ചിൽ കേരളം അഗേൻസ്റ്റ് ഗോവയോട് ജയിച്ചാലായി, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരോടും തോക്കുന്ന അവസ്ഥ. അതുകൊണ്ട് കേരളത്തിലെ ഒരു കളിക്കാരന് അറിയിക്കുന്ന അംഗീകാരം എവിടെയും കിട്ടിയിരുന്നില്ല. ഒരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരുന്നു അന്ന്. കാരണം ഗവൺമെന്റ് തലത്തിൽ സ്പോർട്സ് കോട്ടയിൽ പോലും
ക്രിക്കറ്റേഴ്സിന് ജോലിയില്ല, ഇപ്പവും ഇല്ല. ഇപ്പം ക്രിക്കറ്റേഴ്സിന് ജോലി കിട്ടുന്നില്ല സ്പോർട്സ് കോട്ടയിൽ. അതിനെതിരെ ഞാൻ പണ്ട് ഇയാളും നമ്മുടെ സഖാവ് VS മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മെമ്മറോടൊക്കെ കൊടുത്തിരുന്നു. അതിപ്പോ കാരണം സ്പോർട്സ് കൗൺസിലില് KCAക്ക് ഇപ്പോൾ അംഗീകാരമില്ല, ക്രിക്കറ്റ് അസോസിയേഷൻ അംഗീകാരമില്ല. അത് TC മാത്യു ഉള്ള സമയത്ത് അത് പോയതാണ്. സ്പോർട്സ് കൗൺസിലിൽ അങ്ങനല്ല, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അപ്പൊ സ്പോർട്സ് കോട്ടയിലൂടെ ജോലി കിട്ടുക പ്രയാസമാണ്. പിന്നെ കളിക്കുക, വെറുതെ കളിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്ട്രിക്ട് കളിക്കും, സ്റ്റേറ്റ് കളിക്കും. സ്റ്റേറ്റ് കളിച്ചാൽ ആ സമയത്തൊക്കെ ഇപ്പോഴാണ് രഞ്ജി ട്രോഫി കളിച്ചാൽ ഒരു പെർ മാച്ച് 1,50,000 60 എന്തൊക്കെ മാച്ച് ഫീ ആയിട്ട് കിട്ടുന്നത്, നല്ല പൈസ കിട്ടുന്നത്. ഒരു സീസൺ അല്ലെങ്കിൽ 2 സീസൺ കളിച്ചാൽ ഏകദേശം തർക്കാടില്ലാത്ത ഒരു ബാങ്ക് ബാലൻസ് ഒരു കളിക്കാരനുണ്ടാവും. പണ്ട് കളിക്കുന്ന സമയത്ത് കളിച്ചാൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് പോകും, അല്ലെങ്കിൽ കിട്ടുന്നത് ഒരു TADA അതിലൊതുങ്ങി നിൽക്കണം. അതുകൊണ്ട് ആരും ക്രിക്കറ്റിനെ സീരിയസ് ആയി എടുത്തില്ല. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൽ അല്ലെങ്കിൽ പഠിപ്പ് പൂർത്തിയാക്കിയാൽ ഉടനെ ഗൾഫിലേക്ക് പോകാനുള്ള ഒരു വാഞ്ച എല്ലാവരും കാണിക്കുന്നത്. അതായത് ഗൾഫ് നമ്മുടെ സ്വപ്നഭൂമി ഗൾഫാണ്. ഇന്ത്യ ഇവിടെ പണിയൊന്നും കിട്ടുന്നില്ല, വെറുതെ കളിച്ച് നടന്നിട്ട് എന്താ, വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാവും. അതുകൊണ്ടാണ് കാഷ്വൽ ആയിട്ട് കളിയെ അന്ന് എടുത്തത്. സീരിയസ് ആയിട്ട് കളി എടുക്കാതെ ഇപ്പം ഇനി ഇപ്പോഴത്തെ കളിക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൾഫ് ഭൂമൊക്കെ ഏകദേശം തീർന്നു. നിങ്ങൾക്ക് എന്നാ കളി നന്നായിട്ട് അറിയാം. ഞാൻ 10-18 വർഷമാണ് ഗൾഫിൽ ഉണ്ടായത്, 15 വർഷം. ഇപ്പൊ നിങ്ങൾക്കറിയാം ഗൾഫ് ഭൂമി തീർന്നു. ഗൾഫിലെ ഒരു ജോലി ഇപ്പൊ ഒരാൾ അവിടെ വന്ന് അവിടെ ജോലി സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. ഒരു കളിക്കാരൻ വന്നാലും ജോലി കിട്ടില്ല. പണ്ട് ഇവിടത്തെ തരക്കടയിലത്തെ പ്ലേയേഴ്സ് പോയാൽ കിട്ടുകയായിരുന്നു. ഉസ്മാൻ കുട്ടിക്ക് ബാങ്കിൽ കിട്ടിയിരുന്നു, അനീഷ് ബാബു വന്നു, ഇപ്പൊ നമ്മളെ അനീഷിന് കിട്ടി. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിയത് അവിടെ കളിയിലൂടെയാണ്. നമ്മളെ കിച്ചൻ കൃഷ്ണകുമാർ അങ്ങനൊക്കെ ജോലി കിട്ടിയല്ലേ. ഇപ്പൊ ഇവൻ നമ്മുടെ ഒമാനിലെ കളിക്കുന്ന എന്താണ് പേര്, നമ്മുടെ സ്പിന്നർ ഇപ്പൊ ഒമാൻ നാഷണൽ ടീമിലുണ്ട്, ട്രിവാൻഡ്രത്തെ. അവനൊക്കെ ടീമിൽ വന്നത് കളിയിലൂടെയാണ്. അപ്പൊ അന്ന് ഇപ്പൊ ഇനി ഒരു കളിക്കാരൻ വന്നാലും കിട്ടില്ല. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നല്ല നല്ല കളിക്കാർ ഇപ്പൊ ഗൾഫിൽ വന്നു. ഗൾഫിൽ ഒരു കളിക്കാരനെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കതും തീർന്ന പോലെയാണ്. പിന്നെ അവിടെ ഫ്രൈഡേ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോഴത്തെ തലമുറക്ക് ഇനി ഇവിടെ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഒരുപാട് ക്രിക്കറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. രഞ്ജി ട്രോഫി കളിച്ചാൽ രഞ്ജി ട്രോഫി ഒരു മാച്ച് കേരള ടീമിൽ കളിച്ച് ഒരു മാച്ച് 2 മാച്ച് പെർഫോം ചെയ്താൽ ഉടനെ ഇന്ത്യ സിമെന്റ്സും അല്ലെങ്കിൽ റെയിൽവേയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൊണ്ട് ബാങ്ക് ഒക്കെ എടുത്തുകൊണ്ടുവന്നുണ്ട്. പണ്ടല്ല, പണ്ട് ജോലി കൊടുക്കണമെങ്കിൽ ആകെ SPT മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഒരു കളിക്കാരന് ജോലി കിട്ടാൻ SPT, അതും തലശ്ശേരിയിലുള്ള ആൾക്കാർക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ കണ്ണൂർക്കാർക്ക് കിട്ടിയത് OK രാംദാസും അശോക് ഷെയറും പോലുള്ള 1-2 ആൾക്കാർക്ക് കിട്ടി. പിന്നെ ശിവേട്ടൻ ടൈറ്റാരിയത്തിൽ ജോലി കിട്ടിയിട്ട് പോയി. കളിയിലല്ല, ശിവേട്ടന് മെറിറ്റിൽ കിട്ടിയതാണ് ടൈറ്റാരിയത്തിൽ. പിന്നെ വന്നത് അലി സിസിയോന് കിട്ടി, പിന്നെ സന്ദീപ് വന്നു, ഇങ്ങനെയുള്ള സുധീഷൻ RBIയിൽ കിട്ടി, ഉസ്മാൻ കുട്ടിക്ക് RBI കിട്ടി അന്ന്. ഇപ്പം ആ SPTയിൽ SPI ആയതിനു ശേഷം ഇപ്പൊ റിക്രൂട്ട്മെന്റ് ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ എന്നാലും മറ്റുള്ള കമ്പനികളിൽ ക്രിക്കറ്റേഴ്സിനെ നിങ്ങൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്രിക്കറ്റ് സീരിയസ് ആയി എടുക്കുക. ക്രിക്കറ്റ് സീരിയസ് ആയി എടുത്ത് ഹാർഡ് വർക്ക് ചെയ്യും. നിങ്ങൾ എത്രത്തോളം മെനക്കെട്ട് പഠിക്കുന്നു, അത് പഠിച്ചിട്ടൊരു ജോലി കിട്ടാൻ നിങ്ങൾ എത്രത്തോളം തയ്യാറെടുക്കുന്നു, അതുപോലെ കളിയും പഠിപ്പും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു ഗ്രാജുവേറ്റ് ആയി, ഒരു ഗ്രാജുവേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റേറ്റ് രഞ്ജി ട്രോഫി ടീമിൽ നിങ്ങൾ എങ്ങനെയും രഞ്ജി ട്രോഫി കിട്ടാനൊന്നും ഇപ്പൊ വലിയ പ്രയാസമില്ല. ഇപ്പൊ ഇപ്പോൾ ടീമിൽ 2-3 ആൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളത്, പണ്ടത്തെ പോലെയല്ല, കളിക്കുക. കളി സീരിയസ് ആയിട്ട് എടുത്താൽ ഗൾഫ് സ്വപ്നം കൈവിട്ടേക്കും. നിങ്ങൾക്ക് നാട്ടിൽ തന്നെ തരക്കേടില്ലാത്ത 4 ലക്ഷം ശമ്പളം നിങ്ങളെ കാത്തു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് സീരിയസ് ആയി ക്രിക്കറ്റ് എടുക്കും. എക്സലന്റ് പോയിന്റ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ CP റിസ്വാൻ പറഞ്ഞതുപോലെ യുവർ ഡിഗ്രി ഷുഡ് ബി യുവർ പ്ലാൻ ബി. നിങ്ങൾക്ക് ക്രിക്കറ്റിനോട് അത്ര പാഷനും ടാലന്റും ഉണ്ടെങ്കിൽ അത് എന്തായാലും പേഴ്സ്യൂ ചെയ്യുക. ബട്ട് അതേസമയം പഠിത്തം വിടരുത്. പ്ലാൻ ബി ആയിട്ട് എന്തായാലും ഒരു അക്കാഡമിക്സും കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞത് തന്നെയാണ് നമ്മുടെ സിറാജ് കെയും പറഞ്ഞിട്ടുള്ളത്. ബാബോട്ടിന് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സംബന്ധിച്ചിടത്തോളം കാരണം നമ്മളെ ഈ നേരത്തെ ഇവിടെ നമുക്ക് പല നല്ല കളിക്കാരും നമ്മുടെ ഇന്ത്യ വിട്ട് പോകാൻ കാരണം അവരുടെ ജീവനോപാധിയാണ്. അവരുടെ ജീവനോപാധി എന്ന് പറഞ്ഞാല് അത് കഴിഞ്ഞിട്ടാണോ നമ്മൾ കാര്യം ജീവിക്കാനുള്ള സാഹചര്യം കൊണ്ടാണെങ്കിൽ നമുക്ക് സാമ്പത്തികം വളരും. അപ്പൊ അതാണല്ലോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ഇപ്പൊ നേരത്തെ നമ്മുടെ അനൂപ് ഇപ്പൊ അനൂപ് ഒരുപക്ഷെ നമ്മളെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. വളരെ കാരണം ഓൾ ഇൻ ഓൾ ആയിരുന്നു. അതൊക്കെ CDSEയുടെ ഒരുപക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അനൂപ് ആണ് ഒരുപക്ഷെ ഉണ്ടായിരുന്നു. അനൂപോട് ഞാൻ പറഞ്ഞു, കാരണം നമ്മൾ കാരണം സമ്പത്തില്ലെങ്കിൽ ഒന്നും ഒരു വിലയില്ലാതാണ്. കാരണം നമ്മളെ ഒരു തൊഴിൽ അതിന് സമ്പാദ്യം ഉണ്ടാവില്ല. ഇതില്ലെങ്കിൽ നമ്മൾ എത്ര നെയിം ആൻഡ് ഫെയിം ഉണ്ടായിട്ടും ഒരു കാര്യം എന്നുള്ള ഒരു തിരിച്ചറിവ് അനുഭവം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം
വലിയ വലിയ പദവികളെല്ലാം ഉണ്ടാകും. പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മൾ നീറുന്ന ഒരു ഹൃദയമുണ്ട്. പക്ഷെ ഈ ഹൃദയം അത് ശരിയായിട്ട് വരണമെങ്കിൽ നമുക്ക് അതായത് പണം വേണം. പണം വേണമെങ്കിൽ നമുക്ക് ജോലി വേണം. ജോലി ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അതിനുശേഷമാണ് നമുക്ക് മറ്റൊരു കാര്യം. അത് നമ്മുടെ കളിയെ കൊണ്ട് എല്ലാ ആളുകൾക്കും അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. എന്നിരുന്നാലും നമ്മളിപ്പോ നേരത്തെ ശരക്ക പറഞ്ഞ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റ് പ്ലേസിനും മറ്റുള്ള അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾക്കെല്ലാം നല്ല സാമ്പത്തിക വിരുദ്ധ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി പല താരങ്ങൾക്കും വലിയ, അതായത് പാവപ്പെട്ട പല താരങ്ങളും നല്ല വളരെ നല്ല പൊട്ടൻഷ്യലുള്ള താരങ്ങൾ നമ്മളെ കഴിയുന്നു. അവർക്ക് പക്ഷെ അവരുടെ ഗൃഹാന്തരീക്ഷം അല്ലെങ്കിൽ അവരുടെ വളരെ പാത്തറ്റിക് കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി തേടി അവർക്ക് വിദേശത്ത് പോയി ജോലി ആർജിക്കുക, അവരുടെ ജീവിത സമ്പാദനം നടത്തുക എന്നാണ് അത് മുഖ്യമായ വിഷയം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവരെ ആ കാര്യത്തിൽ വിടുകയാണ് നല്ലത്. കാരണം കളി വേണം. കളിയില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ ഒരു താരങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടം തന്നെയാണ്. പക്ഷെ ഇത് ജോലിയാണ് എല്ലാ സന്തോഷത്തിന്റെ അടിസ്ഥാനം. ജോലി ഇല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ ഒരു ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നല്ലൊരു ശമ്പളത്തോടു കൂടിയില്ല ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. അതിൽ നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം. തീർച്ചയായും. അതുപോലെ നമുക്ക് ലോസ്റ്റ് ആയ ഒരു ടാലന്റ് ആണ് ശ്രീധേട്ടൻ. ശ്രീധേട്ടൻ്റെതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സിറാജ് കയോടാണ് ചോദ്യം. സിറാജ് ക ഒരുപാട് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ജനറേഷനിലുള്ള പല പ്ലേയേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, തലശ്ശേരി എന്നുള്ളതും കണ്ണൂർ എന്നുള്ളതും. വളരെ കുഴക്കുന്ന ചോദ്യമാണ്. ഇതിന്ന് നിങ്ങൾക്ക് ഒരു പ്ലെയറെ പിക്ക് ചെയ്യണമെങ്കിൽ അത് ആരായിരിക്കും? ഓൺലി വൺ പ്ലെയർ. അത് എന്റെ ജനറേഷനിലുള്ളതാണോ അല്ലെങ്കിൽ എന്റെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ ജനറേഷൻ തൊട്ട് ഇന്ന് വരെ? അത് ആസ് എ ക്രിക്കറ്റർ ഓർ ഒരു ക്യാരക്ടർ വൈസ്? ക്യാരക്ടർ എല്ലാം ക്രിക്കറ്റിൽ വേണം. ഷുവർ യെസ്. അങ്ങനെ ഞാൻ തലശ്ശേരി പിക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി I will pick up Shivarathan, no doubt at all. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഈസ് എ വെരി ഗുഡ് ക്രിക്കറ്റർ, നല്ല പേഴ്സൺ ആണ്. ഓഫ് ദ കോർട്ട് അല്ല ഓഫ് ദ ഫീൽഡ്, ഓൺ ദ ഫീൽഡ് എല്ലാം സ്വഭാവം നല്ലതാണ്. ഹാർഡ് വർക്കറാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഒരു കളിയിൽ ഒരിക്കലും ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്താലോ അല്ലെങ്കിൽ അൺനെസസറി ഷോട്ടിന് പോയിട്ട് ഔട്ട് ആയാലോ ഒന്നുമില്ല. ക്രിക്കറ്റിന് വളരെ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം എന്റെ ഗുരുവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനോട് കളിച്ച് ഒരുപാട് മാച്ചസ് കളിച്ചിട്ടുണ്ട്, ടൂർണമെന്റ്സ് കളിച്ചിട്ടുണ്ട്, ലീഗ് കളിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ കണ്ടത് എന്റെ ശിവേട്ടനാണ്. കാരണം ശിവേട്ടന്റെ ആസ് എ പ്ലെയർ മാത്രമല്ല ആസ് എ പേഴ്സൺ അതും കൂടി കണക്കിലെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരുപാട് കളിക്കാറുണ്ട്. കളിക്കാരെ എടുക്കുകയാണെങ്കിൽ തലശ്ശേരിയിലെ ആ സമയത്തെ ജനറേഷനിൽ ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ കളിക്കാരെല്ലാം ഉണ്ട്. ഇപ്പം ശ്രീജിത്ത് ചോദ്യം ചോദിച്ച ശ്രീജിത്ത് തന്നെയാണ്. ശ്രീജിത്തിനെ പറയുമ്പോൾ ശ്രീജിത്തെ ഞാൻ കേട്ടത് ഒന്നുകൂടി പറയാം. പണ്ട് ജോലിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രീജിത്ത് കളിച്ച് അണ്ടർ 22 കളിച്ച് ശ്രീജിത്ത് ഒരു ആശയമായിരുന്നു. ശ്രീജിത്ത് ചോദ്യം ചോദിച്ചാൽ നന്നായി പെട്ടെന്ന് ഓർമ്മ വന്നു. നായനാർ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ശ്രീജിത്ത് ഞാൻ കേട്ടതാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല കേട്ടോ. ശ്രീജിത്തിന് ജോലിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സർവീസ് ജോലിക്ക് വേണ്ടി രാജശേഖരനെയും ശ്രീജിത്തിനെയും കൂട്ടിയിട്ട് നമ്മുടെ BMBയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് നോക്കുന്ന ഗോപാല മാഷുണ്ട്. നായനാർ കണ്ണൂർ TV പോയിട്ട് കണ്ടു. നായനാർ പൊതുവെ ഒരു തമാശക്കാരന്. ശ്രീജിത്ത് കോംപ്ലക്ഷൻ കുറച്ച് കറുത്തിട്ടാണ്. ശ്രീജിത്ത് കുറച്ച് കറുത്തതായുണ്ട്. നായനാർ പിന്നെ അയാൾ പോകുന്നൊക്കെ നായനാർ ഒരു എന്താ വന്നേ ഗോപാലമാഷ അറിയാം. ഗോപാലമാഷ രണ്ടാളും ക്രിക്കറ്റ് കളിക്കുന്ന കൂട്ടരാണ്. അവർക്ക് നല്ല സ്റ്റേറ്റ് അണ്ടർ 22 കളിച്ച് പണി വേണമെന്നോ. ശ്രീജിത്ത് ഇത് സായിമാർ കറക്കാൻ വേണ്ടിട്ട് തുടങ്ങിയ കളിയല്ലേ, നീ മാക്സിമം കറത്തില്ലേ, ഇനി എന്ത് കറക്കാനാ നീ ക്രിക്കറ്റ് കളിക്കുന്നത്? ശ്രീജിത്ത് ദേഷ്യം പിടിക്കണേ. നീ പോയിട്ടൊരു കാര്യം ചെയ്യും, മോഹൻ ബഗാനിയെ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചിട്ട് ജോലി തരാം. പക്ഷെ പറഞ്ഞു സാർ അത് ഫുട്ബോളല്ല, മോഹൻ ബഗാൻ ഏത് ഗെയിമിലായാലും ഇതുവരെ കേരള ടീമിന് മോഹൻ ബഗാനെ തോൽപ്പിക്കാൻ പറ്റിയില്ല, തോൽപ്പിച്ചിട്ട് പോകാൻ പണി തരാം. അങ്ങനെയുള്ള ശ്രീജിത്തെ ഞാൻ ശിവേട്ടനെ പറഞ്ഞ ശിവേട്ടനെ കൂടെ കളിച്ചതും ഇപ്പോഴും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് കളിക്കാറുണ്ട്, ഒരുപാട് പ്രദീപ് ഉണ്ട്. കളിക്കാർ നോക്കിയാണെങ്കിൽ മഹിയാക്ക ഈ മക്കി നല്ലൊരു രസികനായ ഒരു ക്രിക്കറ്റർ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ തലമുറയിലുണ്ട്. പക്ഷെ ഐ വോട്ട് ഫോർ ശിവേട്ടൻ. എക്സലന്റ്. ബാബുവേട്ടൻ ആരെയായിരിക്കും പിക്ക് ചെയ്യാം? ബാബുവേട്ടന്റെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ക്രിക്കറ്റർ? ഞാനിപ്പോ ഒരു ഭാരവാഹത്തിൽ നിൽക്കുകയാണ്. പഴയ കാലത്തുള്ള
അതൊരു കാരണം അതൊരു ഇതായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആയിക്കോട്ടെ. അത് നമ്മൾ പറയുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ സിറായിക്ക നേരത്തെ ഇവരെ എല്ലായിട്ടും വളരെ നല്ല പരിചയമുള്ളതാണ്. നമ്മളിപ്പോ കുറെ ഉണ്ട്. നമ്മള് സൽമാൻ സാറുണ്ട്, നമ്മളെ അക്ഷയ് ചന്ദ്രനുണ്ട്, ഫാബിത്ത്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ഒരാളെ പറ്റി ഒരാളെന്ന് പറയുമ്പോൾ അവർ എസ് എ ക്രിസ്ത്യൻ എന്ന നിലയിൽ ഞാനത് പറയുന്നത് ശരിയില്ല എന്നാണ് ഇപ്പം പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. സോറി കേട്ടാ. നോ വറീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിറാജ് ക നേരത്തെ പറഞ്ഞതാണ്. സലാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിറാജ് ക, നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഒരുപാട് ജൂനിയറായ ഷാജിലിന്റെ കൂടെയും സലാമിന്റെ കൂടെയൊക്കെ കളിച്ച മെമ്മറീസ് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ 1-2 മെമ്മറീസ് സിറാജ് ഓൾറെഡി ഷെയർ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ബാബോട്ടിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബാബോട്ട, ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഇന്നത്തെ ഈ കൊറോണ ക്രൈസിസിനെ കുറിച്ചാണ്. ഈ കൊറോണ ക്രൈസിസ് കാരണം നമ്മുടെ ഒരുപാട് യുവതാരങ്ങൾ യാതൊരു പ്രാക്ടീസും, അതിപ്പം മെന്റൽ ആസ്പെക്ട്സ് ആണെങ്കിലും ഫിസിക്കൽ ആസ്പെക്ട്സ് ആണെങ്കിലും ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ ക്രിക്കറ്റ് കിസ പോലുള്ള ഒരുപാട് ഈ അക്കാഡമീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ, മറ്റുള്ള ചാനൽസ് ഒക്കെ ഇങ്ങനത്തെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അവരെ എൻഗേജ്ഡ് ആയി വെക്കാനും അവരുടെ ഒരു മെന്റൽ കണ്ടീഷനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് CDCA ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് സലാമിന്റെ ചോദ്യം. സലാമേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കൊറോണ സമയത്ത് നമ്മളെ KCA നിർദ്ദേശപ്രകാരമാണ് നമ്മൾ CDCA നീങ്ങുന്നത്. ഇപ്പൊ 14 ഡിസ്ട്രിക്റ്റിലും നമ്മൾ എല്ലാ പ്രാക്ടീസ് മത്സരങ്ങളിലെല്ലാം ഇവിടെ ഇൻഡോർ മാച്ചസ് എല്ലാം തന്നെ നടത്തിയിരിക്കുക. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ്, കാരണം KCA നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ CDCക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മറ്റ് പ്രവർത്തനങ്ങളൊന്നും നമ്മൾ നടത്താത്തത്. നേരത്തെ സെക്രട്ടറി നമ്മളെ സംസാരിച്ചപ്പോൾ ഞാൻ ക്ലാരിഫിക്കേഷൻ നടത്തിയതാണ്. അപ്പോ നമ്മൾ ഇതിനിടയിൽ നമ്മൾ ട്രഷറർ വളരെയധികം വ്യാകുലനാണ്. ഒരു ഇതും പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് നമുക്ക് കഴിയാത്തത് കൊണ്ടുള്ള നിസ്സഹായാവസ്ഥ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഇതാണ് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം ക്രിക്കറ്റ് കിസ്സായിലൂടെ നടത്തുന്ന കാരണം കണ്ണൂർ ജില്ലയിൽ ഒരുപക്ഷെ നിർജ്ജീവമായിരിക്കുകയാണ് എല്ലാ കായിക രംഗവും. അപ്പോ ആ നിർജ്ജീവാവസ്ഥയിൽ നിന്ന് ഒരു ചെറിയൊരു ആശ്വാസമെങ്കിലും നമുക്ക് ഈ ക്രിക്കറ്റ് നെഞ്ചിലേറ്റ് നടത്തുന്ന കായിക തര, ക്രിക്കറ്റിനെ മാത്രമല്ല മറ്റ് കായിക വിനോദങ്ങളെല്ലാം നെഞ്ചിലേറ്റ് നടക്കുന്ന ആളുകൾ, അവർക്ക് ഇത്തരത്തിലുള്ള ഈ സൂം മീറ്റിങ്ങും ഓൺലൈൻ മീറ്റിങ്ങും മറ്റ് വെർച്വൽ ഇതെല്ലാം അതൊരു വലിയൊരു ആശ്വാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കായിക താരങ്ങൾക്കൊന്നും തന്നെ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ കൊറോണ നേരത്തെ നമ്മൾ 2 മാസം അടച്ചിട്ടപ്പോ ഇത്രമാത്രം രൂക്ഷമായിരുന്നില്ല. വളരെ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ മാത്രമായിരുന്നു നമ്മൾ. കാരണം നമ്മളൊരു ശരിക്കും ഒരു കോയിനെ പൊത്തുന്ന പോലെ നമുക്ക് അവരെ പോയിട്ട് അവിടെ പോയിട്ട് പ്രവർത്തിക്കാൻ. പക്ഷെ ഇന്ന് അതല്ല. ഇത് സ്ഥിതി എന്ന് വെച്ചാല് പക്ഷെ തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തും അതുപോലെ ഇപ്പൊ അടുത്തടുത്തടുത്ത് ഇനിയിപ്പോ കണ്ണൂരും ഈ വ്യാപകമായ രീതിയിലേക്ക് വരുന്നുള്ള ഒരു അവസ്ഥയിലെ നമ്മളുണ്ട്. അപ്പൊ നേരത്തേനെക്കാട്ടിയും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു നിമിഷമാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്, ഞാനും നിങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതല്ല. ഏതായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാൻ വരെ നമുക്ക് കഴിയുന്നില്ല. കാരണം പിന്നെ KCA നിർദ്ദേശപ്രകാരം ഇപ്പം കൂടണ്ട. കാരണം കൊറോണ ബാധിതർ ആരാണെന്നറിയില്ല. ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ആരിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയതെന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സംഭാഷണം നമ്മൾ മറ്റു കാര്യങ്ങൾ. അല്ല, അത് കറക്റ്റ് ആണ്. അല്ല, സലാമിന്റെ ചോദ്യം നമുക്ക് ഓൺലൈൻ ഈ സൂം മീറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലൂടെ കുട്ടികൾക്ക് എന്തെങ്കിലും കൗൺസിലിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നാണെന്ന്. അത് നമുക്ക് ഏതായാലും നമ്മളൊരു അവൈലബിൾ കമ്മിറ്റി വിളിച്ചിട്ട് തന്നെ ഒരു അവൈലബിൾ കമ്മിറ്റി വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം തന്നെ നമ്മുടെ അടുത്ത് തന്നെ നോക്കണം. എക്സലന്റ്. സലാമിന്റെ ലീഗ് സലാമിനെതിരെ കളിച്ചിട്ടുണ്ടല്ലോ, കുറെ മാച്ച് സലാമിനെതിരെ കളിച്ചിന്, ടൂർണമെന്റിൽ വന്നിന്. പിന്നെ സലാം എന്റെ ബോളിന് ക്യാച്ച് വിട്ടിട്ട് ഞാൻ ദേഷ്യം പിടിച്ചാലും ചരിത്രത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞാലും വായ്പ വാങ്ങിയിട്ടാ വരുന്നത് ടൂർണമെന്റിൽ. സലാമിന് എന്തോ ഏതോ അപ്പൊ ഈസി കാച്ചിലും വിട്ട് കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നത് അങ്ങനെയാണ്. സലാം വാസ് എ വെരി ഗുഡ് ബോളർ ഡ്യൂറിംഗ് ഹിസ് ടൈം. ഒരു സംശയമില്ല. സ്ലോവർ വൺ വാസ് വെരി ഡിഫിക്കൽട്ട് ടു പ്ലേ. ഞാൻ കുറെ കളിക്കാരൊക്കെ അജയ് വർമ്മ പോലുള്ള ബോളേഴ്സിനൊക്കെ ഞാൻ നേരിട്ട ഫിയർസം ബോളറായ അജയ് വർമ്മന്റെ ബാറ്റിംഗ് ബോളിംഗ് ടൂർണമെന്റിൽ പ്രസ്റ്റിജ് കളിക്കാൻ പറ്റി ആരും ഓപ്പണിംഗ് പോകുന്നില്ല. അവസാനം ഞാൻ കളിച്ചോളാം, എല്ലാവർക്കും പേടി, ഹെൽമെറ്റ് ഒന്നും ഇല്ല. അപ്പൊ സലാമിനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ സലാമിന്റെ സ്ലോവർ ഒന്നും വെരി ഡിഫിക്കൽട്ട് ടു റീഡ്. ബോൾ ഇത് ഇടത്ത കയ്യിൽ പിടിച്ചും പെട്ടെന്ന് വന്ന് വിക്കറ്റ് ബോളിംഗ് ചെയ്യാൻ പോകുമ്പോൾ വട്ടത്തേക്ക് കൊണ്ടാണ് ചെയ്യുന്നത്. സ്ലോവർ വണ്ണ് പിക്ക് ചെയ്യാൻ വലിയ പ്രയാസം. ഹി വാസ് എ വെരി ഗുഡ് ബോളർ. He is still a very good bowler. In fact, ഒരു 6 മാസം മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഒരു ടെന്നീസ് ബോൾ ടൂർണമെന്റിൽ ബെസ്റ്റ് ബോളറൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും നല്ല പ്ലെയർ തന്നെയാണ്, നല്ലൊരു ബോളറാണ്. നല്ല ബോളറാ. Absolutely.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ അക്ബർ അക്കുവിൻ്റെതാണ്. സിറാജ് ഖാനോടാണ് ആദ്യത്തെ ചോദ്യം. ക്രിക്കറ്റിനെ ഇത്രമാത്രം സ്നേഹവും ആത്മാർത്ഥതയും പ്രയത്നവും കൊടുക്കാൻ വേണ്ടി എന്താണ് കാരണം എന്നാണ് സിറാജ് ഖാനോടുള്ള ചോദ്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് എന്റെ ഇത്രമാത്രം സ്നേഹം. ക്രിക്കറ്റിനെ ഞാൻ ചെറുപ്പം മുതലേ, ഞാൻ എന്റെ ആദ്യത്തെ ലീഗ് കളിച്ചത് 1973 സെന്റ് ജോസഫ്സിൽ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ. അന്ന് വൈറ്റ് ഷോർട്സ് ആണ്. അന്ന് വൈറ്റ് ഷോർട്സ് ഇട്ടിട്ട് ലീഗ് കളിക്കായിരുന്നു. ഇപ്പോഴത്തെ പോലെ നിർബന്ധമില്ല. വൈറ്റ് ഷോർട്സ് ഞാനന്ന് ആദ്യം ലീഗ് കളിച്ചത് മട്ടന്നൂർ കോളേജിന് വേണ്ടി. കാരണം സ്റ്റേഡിയത്തിൽ പോയിരിക്കും. സ്റ്റേഡിയത്തിൽ പോയിരിക്കും. മട്ടന്നൂർ കോളേജ് അന്ന് ലീഗിലുണ്ട്. നമ്മുടെ CDCന്റെ വൈസ് പ്രസിഡന്റായിട്ട് കുറെ കൊല്ലം സേവനം ചെയ്ത് കൃഷ്ണൻ നായർ സാറായിരുന്നു മട്ടന്നൂർ കോളേജിന്റെ PD. പുള്ളി അന്ന് ലീഗ് കളിക്കുകയായിരുന്നു. അപ്പൊ അന്ന് ആള് പറഞ്ഞിട്ട് അന്ന് മട്ടന്നൂർ കോളേജിന് ഞാൻ കളിച്ചു. അന്ന് എനിക്ക് ഹാർഡ്ലി 14 years old. അന്ന് 14 വയസ്സായിട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻ നായർ സാറായിരുന്നു എന്റെ നോൺ സ്ട്രൈക്കർ. അവിടെ വെച്ച് തുടങ്ങിയതാണ്. അപ്പൊ അന്ന് മുതൽ ചെറുപ്പം മുതലേ ക്രിക്കറ്റ്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട, രാവിലെ സ്കൂളില്ലാത്ത സംഭവം സ്റ്റേഡിയത്തിൽ കളിച്ചിട്ട് സ്റ്റേഡിയത്തിൽ നിന്ന് പോകുമ്പോൾ വൈകുന്നേരം 6 മണി. അവസാനം എന്റെ ഏട്ടൻ വന്നിട്ട് അവിടുന്ന് സ്റ്റേഡിയത്തിൽ അടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകും. ക്രിക്കറ്റ് സ്റ്റേഡിയം തലശ്ശേരി സ്റ്റേഡിയത്തിൽ അത്ര വന്നത്. ഒരു ക്രിക്കറ്റും ഇല്ലെങ്കിലും വെറുതെ മൈതാനത്ത് വന്നിരിക്കും, പല കളിയും കളിക്കും, ഗോട്ടി കളിക്കും, ഇങ്ങനെയെല്ലാം കളിച്ചു പോക്കാം. ഞാൻ ക്രിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് ഞാൻ എന്താ കളി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ 2 വ്യക്തികളുടെ പേര് ഞാൻ തുറക്കം പറഞ്ഞു. അപ്പൊ അവരൊക്കെ ഈ സ്റ്റുവേർട്ടനായാലും സിറ്റിക്ക് അബ്ദുള്ള ആയാലും മക്കിയാക്കി ആയാലും ചന്ദ്രനായാലും പ്രദീപ് ആയാലും സക്കരി ആയാലും ഇവരൊക്കെ കളിക്കുന്നത് കണ്ട് അവരുടെ ആത്മാർത്ഥത, ഗെയിമിനോടുള്ള ആത്മാർത്ഥത കണ്ടാണ് എനിക്കും ആ ഗെയിമിനോട് സ്നേഹവും ആത്മാർത്ഥയും തുടങ്ങി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും തലശ്ശേരി ക്രിക്കറ്റിനെ തിരിച്ചു നൽകണം. കാരണം തലശ്ശേരി എനിക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. കാരണം എനിക്ക് വിദേശത്ത് പോയിട്ട് കളിക്കാൻ പറ്റൂ. ജിദ്ദയിൽ പോയിട്ട് ജിദ്ദയിലെ പ്രോവിൻസിന് ക്യാപ്റ്റൻ ചെയ്ത ആദ്യത്തെ മലയാളി. അത് ഖായിദ ആദം ട്രോഫി. പാകിസ്ഥാൻ എംബസി എല്ലാ വർഷവും മുഹമ്മദ് അലി ജിന്നയുടെ ബർത്ത്ഡേ ആണ് December 25. ക്രിസ്മസിന്റെ അന്നാണ് അദ്ദേഹം ജനിച്ചത്. അന്ന് പാകിസ്ഥാൻ എംബസി നടത്തുന്ന ടൂർണമെന്റിൽ ജിദ്ദ പ്രോവിൻസ്, 4 പ്രോവിൻസ്, ജിദ്ദ, റിയാദ്, യാബു, ദമാം, അതിൽ ജിദ്ദയുടെ ക്യാപ്റ്റൻ ചെയ്ത ആദ്യത്തെ മലയാളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഒരുപാട് കിട്ടി. അവിടെ നന്നായി പെർഫോം ചെയ്തു. ഒമാനിലും കളിച്ചു ആദ്യമായിട്ട്. പിന്നെ ഇവിടെയും കളിച്ചു. ഇതിനൊക്കെ പിന്നെ അഡ്മിനിസ്ട്രേറ്റർ, ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഞാൻ അറിയപ്പെടാൻ തുടങ്ങി. കേരളത്തിലെ ആൾക്കാരുടെ ഇടയിലും തലശ്ശേരിയിലും എല്ലാം അറിയാം. ഇതിനൊക്കെ കാരണം എന്നെ കൈപിടിച്ച് രംഗത്ത് കൊണ്ടുവന്ന ആൾക്കാർക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ തലശ്ശേരി എനിക്ക് നൽകിയതിന് തിരിച്ചു നൽകണമെന്ന് എനിക്ക് വളരെ ആത്മാർത്ഥമായ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി പ്രയത്നിക്കുന്നതും. ബാബോട്ടിനോടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കുവിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. അബ്ബ റോക്കീസ് ക്ലബിന്റെ അക്കു. കഴിഞ്ഞ 32 വർഷമായിട്ട് ബാബോട്ടിനെ അക്കു കാണുന്നുണ്ട്. ഏത് പ്രഷർ സിറ്റുവേഷൻ ആണെങ്കിലും ഇതുവരെ ബാബോട്ടിന് ആരോടും ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല. എങ്ങനെ ഇത്ര കൂളായി നിൽക്കാൻ പറ്റുന്നു എന്നാണ് അക്കുവിന്റെ ചോദ്യം. ബാബോട്ട അക്കുവിനോട് ആദ്യമായി എനിക്ക് വളരെ സന്തോഷം അക്കു ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചല്ലേ. കാരണം അക്കു ഞങ്ങളെ നെറ്റ്വർക്ക് ക്രിക്കറ്റില് പിന്നെ ഏകദേശം 3-4-5 വർഷം നമുക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ പള്ളിത്തായിൽ ഒരു കുടുംബമുണ്ട് നമ്മളെ തൊട്ടടുത്ത് 100 മീറ്റർ അപ്പുറം എന്റെ വീട്ടിൽ. അത് അവിടെ ഒരു ബന്ധുവാണ് അദ്ദേഹം. അപ്പം അക്കു അന്ന് കളിക്കുമ്പോൾ അക്കുവും ശശിയും ശശിയും എല്ലാം ആ സമയത്ത് ഉണ്ടായിരുന്നു. ഗഫൂർ, കുട്ടപ്പൻ, അതായത് പ്രതീഷ്, നമ്മളെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഒന്ന് രവിയും നമ്മളെ പിന്നെ നിസ്സാറാണ്. ഇവരുടെ ഒരു കൂട്ടുകെട്ട് ഒരു 10-50 സ്കോർ എന്തായാലും അവർ കൂട്ടുകെട്ടിൽ മുന്നോട്ട് പോകും. പിന്നെ അങ്ങോട്ടേക്ക് പ്രതീക്ഷ, അതുപോലെ ഗഫൂറിലുള്ള കൂട്ടിനടിയാണ് 6. അപ്പം അങ്ങനെയുള്ള കുറെ താരങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ ആണ് നമ്മുടെ പിന്നെ അക്കു വരുന്നത്. അക്കുവിന്റെ ഒരുപക്ഷെ ഓൾറൗണ്ട് പെർഫോമൻസ് ആണ്. ബോളും ചെയ്യും, നന്നായി ബാറ്റിംഗ് ചെയ്യും, എല്ലാം തന്നെ. അപ്പൊ ഇത് അക്കുവിന്റെ എല്ലാം ഒരു വലിയൊരു നല്ലൊരു താരനിര തന്നെ നമുക്ക് അന്ന് പഴയ കാലത്ത് ഉണ്ടായിരുന്നു. എ ഡിവിഷനിലായിരുന്നു നമ്മൾ കളിച്ചിരുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ജോലി തേടി ഗൾഫിൽ പോയപ്പോൾ നമ്മുടെ ടീം ശുഷ്കിച്ചു പോയി. ടീമിന്റെ ആ ശക്തി കുറഞ്ഞു പോയി. അങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്ന് അധികം താരങ്ങൾ ഇറക്കാറില്ല. കാരണം പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്ന, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മളെ കുട്ടികളെ വളർത്തിയെടുത്ത് ആ കുട്ടികൾ കളിച്ച് ജയിക്കുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ജയിക്കുന്നതിലുപരി നമ്മുടെ നാട്ടിലെ താരങ്ങളെ വളർത്തിയെടുക്കുക. അപ്പൊ അക്കു നേരത്തെ നമ്മളെ ഇവിടെയുള്ള കളിച്ചിട്ടുണ്ട്. അക്കുന് വലിയ സന്തോഷം. പിന്നെ എനിക്ക് ദേഷ്യം പിടിക്കാത്തത് കാര്യം എന്ന് വെച്ചാല് ഞാന് നമ്മളെ ഗാന്ധിജി, ശ്രീനാരായണ ഗുരു, അതുപോലെ എബ്രഹാം ലിങ്കൻ, ഇവരുടെ 3 പിന്നെ ലോക നേതാക്കന്മാരുടെ ആദർശങ്ങൾ ചെറിയ വെച്ചുകൊടുക്കുന്നതാണ്. ഗാന്ധിജി പറഞ്ഞിട്ട് ഐ മസ്റ്റ് റെഡ്യൂസ് മൈസെൽഫ് ടു സീറോ. എല്ലാറ്റിനും പൂജ്യനായി നിൽക്കുക.
എല്ലാ കാര്യങ്ങളും വളരെ സമചിത്തത്തോട് നിൽക്കുക. ഒരാളോട് ഞാൻ ഇതുവരെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നില്ല. കാരണം എത്രമാത്രം പ്രശ്നങ്ങൾ ഉള്ളിൽ നിന്ന് വലിയ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നേരിടുകയാണ്. അതുകൊണ്ട് എനിക്ക് അത് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം എന്റെ ഒരുപക്ഷെ ദേഷ്യം പിടിച്ച മുഖം ഒരുപക്ഷെ ക്രിക്കറ്റ് അസോസിയേഷനിൽ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ നേരിട്ട്, കാരണം അത് എന്റെ സ്വഭാവം മാറിപ്പോയി. അതാണ് അപ്പു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വഭാവത്തിന് അത് ഏറ്റവും ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. വെരി നൈസ്. അടുത്തത് നമ്മുടെ ഓഡിയൻസ് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആഷിംകയുടെ ക്വസ്റ്റ്യൻ ആണ്. ആഷിംക ലൈവ് ചോദിക്കുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ സിറായിക്കാനോട്. സിറായിക്ക കേൾക്കാവോ? സിറായിക്ക, നമ്മള് പഴയ കളിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടീമിൽ ഇപ്പൊ കളിക്കാൻ ആളില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അവിടെ എവിടെയും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പല കളിക്കാർ. ഇപ്പൊ മുമ്പൊക്കെ ഞാൻ പറയുന്നതായിട്ട് തിരുവങ്ങാടിന് കളിക്കുന്ന മൊയ്തൂക്ക, ഇപ്പത്തെ ചാരിറ്റി പ്രവർത്തനം നടന്ന മൊയ്തൂക്ക, മൂപ്പര് മറ്റേ ഷോപ്പിലുണ്ടായി. അന്നേരം വന്നിട്ട് പറയും അടാ കളിക്കാൻ പാടാന്ന് പറഞ്ഞിട്ട് വരും. ഈ അന്നത്തെ പഴയ കളിക്കാരില് ചിലപ്പോ എല്ലാ ഷോപ്പ് നല്ല വന്ന് കളിക്കുന്നത്. അന്നേരം പിന്നെ നമ്മള് അത് വൈറ്റ് ഡ്രസ് ഉണ്ടാവില്ല, ലീഗ് കളിക്കുന്ന വൈറ്റ് മസ്റ്റ് ആണല്ലോ. അന്നേരം വൈറ്റ് ഉണ്ടാവില്ല, വേറെ ആരെങ്കിലും ഒരു പാന്റും ഷർട്ടും കൊടുത്തിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവിടുന്ന് നമ്മള് മാറ്റിയിട്ട് കളിപ്പിക്കലാണ്. അങ്ങനെയുള്ള കുറെ ഡെഡിക്കേറ്റഡ് കളിക്കാറ്. പിന്നെ ചില ആൾക്കാരിൽ ഗുഡ്സ് റോഡില് മറ്റേ ഗുഡ്സിന് വാഗന് സിമെന്റ് ഇറക്കുന്ന പിള്ളേർ, മറ്റേ സിദ്ദീഖ്, ചെട്ടി സിദ്ദീഖ്, ആബു, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതെ. അതുപോലെ മറ്റേ നമ്മളെ മെയിൻ റോഡിലുള്ള മെർച്ചന്റ്സിന് കളിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ എല്ലാം പഴയ ആൾക്കാരെല്ലാം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. കളി ഉണ്ടെങ്കിൽ പണി മാറ്റി വെച്ചിട്ട് വന്നിട്ട് കളിക്കും. അന്ന് 5 പൈസ കിട്ടൂല, 5 പൈസ പോക്കുവാണ്, എന്നാലും വന്നിട്ട് കളിക്കും. അത് ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. പക്ഷെ ഇന്നത്തെ കളിക്കാർക്ക് ഇപ്പൊ ഒരു ഡെഡിക്കേഷൻ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഇത് പോരായ്മയായിട്ട് കാണുന്നുണ്ട് പുതിയ തലമുറയിൽ. പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി. പിന്നെ സാധാരണ തലശ്ശേരി ക്രിക്കറ്റില് സിറായിക്കാനെ കൊണ്ട് പറയല് ഒറ്റയാൻ അല്ലെങ്കിൽ റബൽ എന്നാണ്. അതെന്തുകൊണ്ടാ? പക്ഷെ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. ഡെഡിക്കേഷനെ കുറിച്ച് ആദ്യം പറയാം. അതെന്താന്ന് പറഞ്ഞാൽ പണ്ട് ആശും പറഞ്ഞ 100% ശരിയാണ്. അന്ന് ആരെയും പോയി കൊണ്ടുവരണ്ട, കുറച്ച് ആൾക്കാർ പോയി ഡ്രസ്സ് ഉണ്ടാവില്ല, ഒരാളോട് പറയും നീ 2 പാന്റ് കൊണ്ടുവരണം, 2 ഷർട്ട് കൊണ്ടുവരണം, അതിട്ട് കളിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ലാത്തതിന്റെ കുറവാണ് ഇപ്പൊ നമ്മളിത് കാണുന്നത്. പെർഫോമൻസിലും അത് നിലനിൽക്കുന്നുണ്ട്. പണ്ട് ലീഗ് കളിക്കണം എന്നാവും, ലീഗ് കളിക്കണം. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിച്ചിട്ട് ജോലി കിട്ടണം എന്ന മോഹമൊന്നും പണ്ടത്തെ കളിക്കാർക്കില്ല. നമ്മളെ ബുഷറ്റിലെ സിദ്ദീഖിനായാലും ഇപ്പൊ സുരേഷ് പറഞ്ഞ ഗഫൂറിനെ, ഓട്ടോസ് ഓടിക്കുന്ന ഗഫൂറിനായാലും മേച്ചസിന്റെ ആൾക്കാർ, അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു. നല്ല വിൽസ് ക്ലബ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? വിൽസ് ക്ലബ്, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കളിക്കാരുണ്ടായിരുന്നു. പിന്നെ കുറെ എല്ലാവരും ഗൾഫിലേക്ക് പോയതോടെ പല ക്ലബുകളും നാമാവശേഷമായി, അവർക്ക് പോയി. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് മാറി. ഇപ്പൊ മാറി എന്ന് പറഞ്ഞാല് എന്നേരം കളിയാ മെയിൻ. ഇപ്പൊ ടാബായി, മൊബൈലായി, സിനിമയായി, പിന്നെ മാളില് മറ്റേന്താ അത് വന്നു. അപ്പൊ ഇതിലൊന്നും താല്പര്യമില്ല. പിന്നെ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഞെക്കി പഠിപ്പിക്കുന്ന പോലെ ഇപ്പൊ പഠിക്കുക എല്ലാം എന്റെ മോനെ എല്ലാം A+ വേണം. A+ കിട്ടിയാലും പറയാം, അപ്പുറം വേറെ എന്തെങ്കിലും പ്ലസ് ഉണ്ടോന്ന് ഇപ്പൊ നോക്കുന്നത്. കാരണം ഇപ്പൊ ഒരുവിധം കുട്ടികൾക്ക് A+ കിട്ടുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആത്മാർത്ഥത, കളിയോടുള്ള ആത്മാർത്ഥത കുറവാണ്. പക്ഷെ എല്ലാ കുട്ടികൾക്കും ഇല്ല, കുറച്ച് കുട്ടികൾക്ക് ഉണ്ട്. 100% ശരിയാണ്. നല്ല ആത്മാർത്ഥത കുറഞ്ഞു വരുന്നുണ്ട്. നിർബന്ധിച്ചാൽ മാത്രമേ ഇപ്പൊ വന്ന് കളിക്കുന്നുണ്ട്. നേരത്തെ സുരേഷ് ബാബു പറഞ്ഞില്ല, കളിക്കാരെ തപ്പി നടക്കണം. ഞാൻ തന്നെ കുറെ മാച്ചിൽ കണ്ടിട്ടുണ്ട്. കളി തുടങ്ങാനായാലും പ്ലേയേഴ്സ് ഉണ്ടാവില്ല, 7 ആള് 8 ആള് പോയി കൂട്ടിക്കൊണ്ടു വന്നിട്ട് ടോസ് ചെയ്താല് എതിർ ടീമിൽ 11 ആളുണ്ട്. ടോസ് കിട്ടിയത് അവർക്കാണെങ്കിൽ അവരോട് പറയും നമ്മളാദ്യം ബാറ്റ് ചെയ്തോളാം, കാരണം ബാറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ബാറ്റ് ചെയ്യുമ്പോൾ പോയിട്ട് വിളിച്ചോണ്ട് വരും, 1/2 മണിക്കൂർ ലേറ്റ് ആവുമല്ലോ, എന്നിട്ട് വന്നിട്ട് കളിക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പോ. അതെന്താ പറഞ്ഞാൽ ആത്മാർത്ഥതയുടെ കുറവെന്നുണ്ട് ഒരുപാട്. പക്ഷെ നല്ലോണം ക്രിക്കറ്റ് സീരിയസ് ആയി എടുത്ത കുട്ടികൾക്കൊക്കെ അതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ അക്ഷയും സൽമാനും ഒക്കെ പേര് സൂചിപ്പിച്ചത്. പിന്നെ ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്രിക്കറ്റിൽ മാത്രമല്ല, എല്ലാ രംഗത്തും ഒറ്റയാണ്. ആശുവിനെ അറിയാലോ, എന്റെ പൊളിറ്റിക്സ് ഞാൻ മുഖത്ത് പോയിട്ട് അഭിപ്രായം പറഞ്ഞു. എനിക്ക് പൊളിറ്റിക്സിന്റെ ആശുവിനെ അറിയാലോ. പൊളിറ്റിക്സിൽ അങ്ങനെയാ. ഞാനല്ലെങ്കിൽ ക്രിക്കറ്റ് പോലെ തന്നെ പൊളിറ്റിക്സിലും അങ്ങനെ എത്തിയിട്ടുണ്ടാവും. സംസ്ഥാന ലെവലിൽ എത്തേണ്ട ഒരാളാ. അടിയന്തരാവസ്ഥക്ക് ജയിലിലൊക്കെ കിടന്ന വ്യക്തിയാണ്. കോടതിയിൽ പിടിച്ചോണ്ട് 75-76. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ശത്രുക്കളുണ്ട്. കാരണം ഞാനും മുലാജിക്കില്ല. നമ്മള് മുലാജിക്കാന്ന് പറയില്ല, ആരെ കാലം തിരുമ്പില്ല കേട്ടാ. അതുകൊണ്ടാണ് ഇങ്ങനെ എത്തിയത്. മസ്റ്റ് അടിക്കാനും കൊച്ചു ബട്ടറിങ്ങെല്ലാം അറിയെങ്കിൽ എത്തും.
പിന്നെ ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, പ്രവർത്തിക്കുന്ന ആളെ മാത്രമേ വിമർശിക്കാൻ പറ്റൂ. ഒന്നും പ്രവർത്തിക്കാതെ ഐഡിയലായിട്ട് കിടക്കുന്നതിനെ കുറിച്ച് എന്ത് പറയാനല്ലേ? അതെ അതെ അതെ. പിന്നെ എല്ലാവരും പേർക്കും വന്ന് കുറച്ച് തണ്ടാന്ന് വിചാരിക്കും. പിന്നെ കുറച്ച് നല്ലതാണ് ഞാനും പറയാം, തണ്ടാന്ന് വിചാരിച്ചോട്ട് നിൽക്കും. പക്ഷെ എനിക്ക് എല്ലാവരോടും ഉള്ളിൽ സ്നേഹമുള്ളൂ. എല്ലാ കളിക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് എല്ലാവരും നല്ലോണം വരണം എന്നുള്ളത്. എല്ലാ കുട്ടികളും ഇപ്പൊ എവിടെ എന്നെ കാണുമ്പോൾ സാറല്ലേ സിറാജ് ഖാന്ന് വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്റെ കുട്ടി. ഞാൻ എന്തായാലും ഇപ്പം പറയുന്നത് സൽമാനും അക്ഷയും ഫർദീനും ഫാബിയെല്ലാം എന്റെ കുട്ടികളാണ്. നമുക്ക് അഭിമാനമല്ലേ. പിന്നെ അതുകൊണ്ടാണ് ഒരു അല്ല ഈ പറഞ്ഞ പോലത്തെ ഒരു കാര്യം നമ്മുടെ കമന്റിൽ ഇപ്പൊ ഒരാളെ അയച്ചിട്ടുണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട്. മുഹമ്മദ് ഫവാസ് എന്ന് പറഞ്ഞ കാസർഗോഡ് അണ്ടർ-15 ക്യാപ്റ്റൻ ആയിരുന്ന ആളാണ്. പുള്ളിയും സിറാജ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിറാജ് ഖാനോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞറിയാം, എനിക്കറിയാം മുഹമ്മദ് ഫവാസ് കാസർഗോഡ്. ഓർമ്മയുണ്ട്. ഇതന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബഹുമതി. ഞാൻ പറഞ്ഞില്ല ഇപ്പം അവൻ ഇത് കണ്ടിട്ട് ഹായ് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. കാരണം അവർക്കൊക്കെ ഞാൻ എന്താന്ന് എന്നെ കുറിച്ച് നന്നായിട്ട് നമ്മുടെ തലശ്ശേരിയിലെ കുട്ടികൾക്കും അറിയാം ഞാൻ എന്താണെന്ന്, ഞാൻ എന്തുമാത്രം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു. സിറാജ് ഖാ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആഷിംക മ്യൂട്ടാക്കാണ്. ഇത് നമ്മുടെ ഫിജാസിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ട്രഷറർ. നമുക്ക് തലശ്ശേരിക്ക് ഒരു സ്റ്റേഡിയം എന്നുള്ള ഒരു ആവശ്യം വന്നപ്പോ, കണ്ണൂർ ജില്ലക്ക് ഒരു സ്റ്റേഡിയം എന്നുള്ള ആവശ്യം വന്നപ്പോ തലശ്ശേരിയിൽ ഒരു സ്പോട്ട് കണ്ടെത്താൻ കാരണം എന്താണ്? കണ്ണൂർ ജില്ലയിൽ ആ ഒരു തലശ്ശേരിയുടെ പൈതൃകം കാരണമാണോ? അതാണ് ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലശ്ശേരി കേരള ക്രിക്കറ്റ് ചെയ്ത സംഭാവന പോലെ വേറെ ഒരു സ്ഥലവും സംഭാവന നൽകിയില്ല. തലശ്ശേരിയിൽ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, തലശ്ശേരിക്കുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ തലശ്ശേരിയിലല്ല ഓൾറൗണ്ട് സ്പോർട്സ്മാൻമാരാണ്. ഓൾറൗണ്ട് സ്പോർട്സ്മാൻമാർ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇന്ത്യയിൽ എവിടെയും കാണില്ല. ക്രിക്കറ്റ് കളിക്കുന്ന ആളും ക്രിക്കറ്റ് കളിക്കുന്നവൻ ഹോക്കിയും കളിക്കും, ഹോക്കി കളിക്കുന്ന ആൾ ബാസ്കറ്റ്ബോളും കളിക്കും, ഫുട്ബോളും കളിക്കും. നമ്മൾ ഉദാഹരണം തിരുവനന്തപുരം അനന്തപത്മനാഭൻ, ഞാൻ ഉദാഹരണം പറയുകയാണ്, അല്ലെങ്കിൽ സുനിൽ വയസ്സ് ക്രിക്കറ്റ് കളിക്കും. തലശ്ശേരിയിൽ അതല്ല. ഇപ്പം നമുക്ക് ബംഗ്ലയിലെ റെയ്സ്ക ഹാൻഡ്ബോൾ, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, നിസാമുദ്ദീൻ ഹോക്കി, ക്രിക്കറ്റ്, സിറാജ് ഖാൻ ഹോക്കിയും ക്രിക്കറ്റും കളിക്കാറുണ്ട്. അപ്പൊ അതാണ് ഓൾറൗണ്ട് സ്പോർട്സ്മാൻമാരുള്ള ഏക സ്ഥലം എനിക്കൊന്ന് ഇന്ത്യയിലെ തലശ്ശേരി അല്ലേ ഷംറാസ്? എല്ലാ ഗെയിമും കളിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുള്ള ഒന്നില്ല, ഒരു ഗെയിമാ കളിക്കുവരാണ്. പിന്നെ തലശ്ശേരിയിൽ മാത്രം ആ സ്പോർട്ട് ഐഡിയൽ സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണം തലശ്ശേരിയുടെ പാരമ്പര്യം, ക്രിക്കറ്റ് പാരമ്പര്യം. കണ്ണൂരിൽ ഫുട്ബോളാണ്. ഫുട്ബോളിന് പണ്ടേ പേര് കണ്ണൂർ ഫുട്ബോളും തലശ്ശേരി ക്രിക്കറ്റും അല്ലേ? അത് പിന്നെ ഐഡിയൽ ആയിട്ടുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തലശ്ശേരി സ്റ്റേഡിയം നോക്കി ക്രിക്കറ്റ് ആരംഭിച്ച് 1802 ആദ്യമായ ആർദർ വെല്ലസി പ്രഭു ക്രിക്കറ്റ് കളിച്ച സ്ഥലം അതാണ്. പിന്നെ കൊണറോയിൽ വന്നു. പിന്നെ ഞാൻ സെക്രട്ടറി അല്ലേ, ജോയിന്റ് സെക്രട്ടറി ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തത് തലശ്ശേരി എന്നല്ലേ, കണ്ണൂക്കാരല്ലേ. അപ്പം ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ ഒരു തലശ്ശേരി സ്വദേശി, തലശ്ശേരിക്കാരൻ എന്നുള്ള നിലയിൽ തലശ്ശേരിയിൽ ക്രിക്കറ്റ് കളിച്ച് വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കുറച്ചൊരു തലശ്ശേരിയോടൊരു ആഭിമുഖ്യം കുറച്ച് ഞാൻ പുലർത്തിയിട്ടുണ്ട്, ഇല്ലാന്നല്ല. തലശ്ശേരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നോസ്റ്റാൾജിക് ഒരു ഫീലിംഗ് തന്നെയാണ്. ഞാൻ ഗൾഫിൽ വെച്ചിട്ടും തലശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വഴക്കിടുന്ന ആളായിരുന്നു മറ്റുള്ള ആൾക്കാരോട്, മറ്റുള്ള ജില്ലക്കാരോട്. അതൊരു കാരണമാണ്. തലശ്ശേരിയുടെ ഒരു ഇതുണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, സോഫ്റ്റ് കോർണർ ഉണ്ട്. ഓക്കെ, അതോടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. അപ്പോ അതോടെ നമ്മുടെ ഇന്നത്തെ പരിപാടി തീരുകയാണ്.